السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله ولي الذين آمنوا يخرجهم من الظلمات إلى النور والذين كفروا أولياؤهم الطاغوت يخرجونهم من النور إلى الظلمات أولئك أصحاب النار هم فيها خالدون. അഭിനന്ദരും ആദരണീയരുമായ പണ്ഡിതന്മാരെ, രക്ഷാകർത്താക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ അനുഗ്രഹീതമായ ഇൽമിന്റെ മജ്‌ലിസിലാണ് നമ്മെ അവരെയും ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. അല്ലാഹു ഏറ്റവും തൃപ്തിപ്പെടുന്ന, നമുക്ക് ഏവർക്കും ദുനിയാവിലും ആഖിറത്തിലും ഏറ്റവും ഉപകാരപ്രദവുമായിട്ടുള്ള കാര്യങ്ങൾ പറയുവാനും അത് കേൾക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഇവിടെ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഏതെങ്കിലും സംഘടനകളെയോ പണ്ഡിതന്മാരെയോ പള്ളികളെയോ പള്ളി ഭാരവാഹികളെയോ നാട്ടുകാരെയോ ഒന്നും അധിക്ഷേപിക്കുവാനോ പരിഹസിക്കുവാനോ വേണ്ടിയിട്ടല്ല. നാം മനസ്സിലാക്കിയിട്ടുള്ള, നമുക്ക് 100% സത്യസന്ധമാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് നമുക്കുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പൊരുത്തപ്പെടുന്ന രൂപത്തിൽ പറയുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് മുസ്ലിം ഉമ്മത്ത്, സമയം വളരെ കുറവാണ്, ആ ഷാജഹാനൊക്കെ ഒന്ന് തട്ടി ഉണർത്തേത് ഉറങ്ങുക. ഇന്ന് മുസ്ലിം ഉമ്മത്ത് വിവിധ സംഘടനകളായി പിരിഞ്ഞ് സുന്നി, സലഫി, ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ് എന്നിങ്ങനെ 100,000 സംഘടനകളായി വേർതിരിഞ്ഞുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പരസ്പരം അങ്ങുമിങ്ങും പഴിതാരിക്കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദാരുണമായ ഒരു പശ്ചാത്തലത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹോദരിമാർ, നമ്മൾ ചിന്തിക്കണം. നമുക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുവദിച്ചിട്ടുള്ള തുച്ഛമായ ഈ ദുനിയാവിലെ ജീവിതം, അത് പരസ്പരം ഏതെങ്കിലും സംഘടനകളുടെ ഭാഗമായി നിന്ന് മറ്റ് സംഘടനകളെ അധിക്ഷേപിച്ചും ചീത്ത വിളിച്ചും പരിഹസിച്ചും അവരോട് സലാം പറയരുതെന്നും അവരോട് ഉപരോധം ഏർപ്പെടുത്തണമെന്നൊന്നും പറഞ്ഞുകൊണ്ട് ജീവിക്കാനുള്ളതല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ സൃഷ്ടിച്ചതിന് ഒരു പ്രത്യേകമായിട്ടുള്ള ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. അതല്ലാതെ ഒരു കാര്യത്തിലും നമ്മുടെ ജീവിതം നമ്മൾ ഉപയോഗപ്പെടുത്തരുത് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും സഹോദരിമാരോടും ഈ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ദിവസങ്ങൾ വളരെ തുച്ഛമാണ്. ഒരുപാട് സുദീർഘമായ ഒരു ആയുസ്സൊന്നും നമ്മുടെ മുന്നിലില്ല. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാമിനെ പറ്റി നമ്മൾ പറയാറുണ്ട്, പ്രമാണങ്ങളിലുണ്ട്. 950 വർഷത്തോളം ജീവിച്ച മഹാനാണ്. എന്നാൽ നമ്മളിവിടെ വളരെ തുച്ഛമായ ദിവസമാണ് ജീവിക്കുന്നത്, അല്ലെ? ഒരു 80 വയസ്സൊക്കെ ജീവിച്ച ഒരു വൃദ്ധനെ കാണുമ്പോൾ സാധാരണ നിലയിൽ അദ്ദേഹത്തിന് അല്ലാഹു നൽകിയ സുദീർഘമായ ആയുസ്സിന്റെ പേരിൽ നമ്മൾ നെടുവീർപ്പോടുകൂടെ പല ചെറുപ്പക്കാരും പറയാറുണ്ട്, അല്ലാഹുവേ, എനിക്ക് ഇയാളെ പോലെ ജീവിക്കാൻ കഴിയുമോ? ഇയാളൊക്കെ ജീവിച്ചതിന്റെ ഒരു പകുതിയെങ്കിലും ജീവിക്കാൻ കഴിയുമോ എന്ന് നെടുവീർപ്പോടും ആകാംക്ഷയോടും കൂടെ പറയുന്ന യുവാക്കളുണ്ട്. നമ്മൾ ചിന്തിക്കണം, 80 വയസ്സ് എന്ന് പറഞ്ഞാൽ വെറും 29,200 ദിവസം മാത്രമാണ്, തുച്ഛമായ ദിവസം. ഒരു മനുഷ്യൻ 25,550 ദിവസം ജീവിക്കുമ്പോൾ അവന്റെ 70 വയസ്സ് പൂർത്തിയായി.
21,900 ദിവസം ജീവിക്കുമ്പോൾ ഒരു മനുഷ്യന് 60 വയസ്സ് പൂർത്തിയായി. 11,750 ദിവസം ജീവിക്കുമ്പോൾ ഒരു മനുഷ്യന് 50 വയസ്സ് പൂർത്തിയായി. ഒരു 10 കൊല്ലം കൂടെ നമ്മുടെ മുന്നിൽ ഉണ്ടെങ്കിൽ പോലും നമുക്കിനി വെറും 3,650 ദിവസമേ ഉള്ളൂ. ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ വെറും 365 ദിവസമാണ്. ഈ തുച്ഛമായ ദിവസം പരസ്പരം ആക്ഷേപിച്ച് പരിഹസിച്ച് സമയം കണ്ടെത്താതെ തന്നെ സൃഷ്ടിച്ച ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കി ആ ലക്ഷ്യം ഞാൻ എങ്ങനെ പ്രാപിക്കുമെന്നതിനെ പറ്റി ചിന്തിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക. അതാണ് നമ്മൾ വേണ്ടത്. ഒരു മനുഷ്യൻ താൻ മരിക്കുന്നതിന് 1/2 നിമിഷം മുമ്പ് ഒരു 4 വരി കവിത എഴുതി കൊടുത്തിട്ട് മകനോട് പറഞ്ഞു. ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന കിതാബിന്റെ അവസാന ഭാഗത്തുള്ള ഒരു കവിതയാണ്. അദ്ദേഹം പറഞ്ഞു, മോനെ, ഈ കവിത എന്റെ ഖബറിന്റെ മീസാങ്കലിന്റെ സമീപം എഴുതി കെട്ടിത്തൂക്കിയിടണം. എന്താ കാരണം? ഞാൻ ഈ ലോകത്ത് കുറെ കാലം ജീവിച്ചു. പല ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഒരുപാട് ആഗ്രഹങ്ങൾ എനിക്കുണ്ടായിരുന്നു. ഈ ആഗ്രഹങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ വേണ്ടി എന്റെ തുച്ഛമായ ആയുസ് അതിന്റെ കുറവ് മനസ്സിലാക്കാതെ ഞാൻ എന്റെ വ്യാപകങ്ങളുടെ പിന്നാലെ എന്റെ ജീവിതം ഞാൻ തുലച്ചു. ഇന്ന് ഞാൻ ഇന്ന് മരണത്തെ അഭിമുഖീകരിച്ചിരിക്കുകയാണ്. എന്റെ ജീവിതം മറ്റുള്ളവർക്ക് പാഠമാകണം. അതുകൊണ്ട് നീ ഈ 4 പേര് കവിത എഴുതി എന്റെ ഖബറിന്റെ സമീപം തൂക്കിയിടണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പാടുന്നു. യാ അയ്യുഹന്നാസു കാന ലീ അമലുൻ ഖസറ ബി അൻ ബുലൂഗിൽ അജലു ഫലയത്തഖില്ലാഹ റബ്ബഹു റജുലുൻ അംകാനഹു ഫീ ഹയാതിഹിൽ അമലു معنا وحدين قلت حيث ترى كل إلى مثله سينتقل علينا يا أيها الناس كان لي أمل എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ആ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി ഞാൻ ജീവിച്ചു. എനിക്ക് വലിയ വീട് നിർമ്മിക്കണം, വലിയ റബ്ബർ എസ്റ്റേറ്റുകളും തെങ്ങിൻ തോപ്പുകളും വേണം, ഈത്തപ്പനയുടെയും മുന്തിരിയുടെയും തോട്ടങ്ങൾ വേണം, കുറെ ദീനാറുകളുടെയും ദിർഹമുകളുടെയും ഉടമയാകണം. ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുമായി ഞാൻ ജീവിച്ചു. എന്നാൽ എന്റെ ആഗ്രഹം പൂവടിയുന്നതിന് മുമ്പ് എന്റെ ആയുസ് ചുരുങ്ങിപ്പോയിരിക്കുന്നു. അതുകൊണ്ട് സാധിക്കുന്നവർ അല്ലാഹുവെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കട്ടെ. നിങ്ങളിന്ന് എന്റെ ഖബറിന്റെ ഇതിലൂടെ നടന്നു പോകുന്നു. ആരുമെന്നെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഈ ഖബർ അത് എനിക്ക് മാത്രമുള്ളതല്ല. എല്ലാവരും ഇതുപോലുള്ള ഖബറിടത്തിലേക്ക് നീക്കം ചെയ്യപ്പെടുന്നവരാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഖബറില്ല. ആ ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. അതിൽ വെള്ളം പറ്റുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ദർസുകളിലും കോളേജുകളിലും ഒക്കെ പഠിക്കാനുള്ള ഒരു ഭാഗ്യം അല്ലാഹു തആല എനിക്ക് നൽകി. ഇവിടെ അടുത്തുള്ള വൈലത്തൂര്, അതുപോലെ തന്നെ കൂട്ടായി, ചാപ്പനങ്ങാടി, ആലുവ, ആലപ്പുഴ തുടങ്ങിയിട്ടുള്ള വിവിധ ദർസുകളിൽ ഞാൻ പഠിച്ചിട്ടുണ്ട് 7 വർഷക്കാലം. അവിടെ നിന്ന് കുറ്റാടി സറാദുൽ ഹുദയിൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് 4 കൊല്ലം പഠിച്ചു. അവിടെ നിന്ന് മർക്കസ് സഖാഫത്ത് സുന്നിയിൽ പോയി സഖാഫി ബിരുദവും വാങ്ങി പുറത്തു വന്നിട്ടുള്ള ഒരു വിനീതനാണ് ഞാൻ. എന്റെ പഠനകാലത്തൊരിക്കലും ഒരു സലഫി ആകണം, മുജാഹിദാകണം എന്നൊരു ചിന്ത എന്റെ മനസ്സിന്റെ ഒരു മൂലയിൽ പോലും കടന്നു വന്നിട്ടില്ല. വളരെയധികം പുച്ഛത്തോടും അറപ്പോടും വെറുപ്പോടും കൂടെയാണ് ഈ പ്രസ്ഥാനത്തെ ഞാൻ നോക്കിക്കണ്ടിട്ടുള്ളത്. ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഒട്ടേറെ തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ എന്നതുപോലെ വിദ്യാർത്ഥികളിലും നട്ടുവളർത്തുന്നതിൽ നമ്മുടെ നാടുകളിലുള്ള അധ്യാപകന്മാർ പരമാവധി ശ്രമിക്കുന്നുണ്ട്. സലഫി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ വിശ്വാസപരമായിട്ടും കർമ്മപരമായും പിഴച്ചുപോയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. അങ്ങനെ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഈ സമുദായത്തെ പറ്റി നമ്മൾ പരത്താറുണ്ട്.
നമ്മൾ ഓർക്കണം, ഈ പ്രസ്ഥാനത്തെ അടുത്തറിയാൻ കഴിഞ്ഞപ്പോൾ ഏറ്റവും സത്യസന്ധമായ, ഏറ്റവും നീതിയുക്തമായ ആദർശം വെച്ച് പുലർത്തുന്നവർ സലഫികളാണ് എന്ന യാഥാർത്ഥ്യം എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. സാധാരണ നിലയിൽ സലഫി പ്രഭാഷണം കേട്ട സാധാരണക്കാരൻ ഈ സലഫികള് ഖുർആനൊക്കെ തന്നെയാണല്ലോ ഓതുന്നത്, ഖുർആനും പ്രവാചകന്റെ ഹദീസൊക്കെ ആണല്ലോ ഓതുന്നത് എന്ന് സാധാരണ മുസ്ലിയാക്കന്മാരോട് ഉസ്താദന്മാരോടൊന്ന് ചോദിക്കാറുണ്ട്. എന്താണ് അവർക്ക് കുഴപ്പം, മുജാഹിദിന് എന്താണ് കുഴപ്പം? അപ്പൊ പെട്ടെന്ന് പറയുന്ന മറുപടികളുണ്ട്. മുജാഹിദിന്റെ കുഴപ്പം ഒരുപക്ഷെ നിനക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. മുജാഹിദിന്റെ കുഴപ്പം, മുജാഹിദുകൾ അള്ളാഹുവിനെ സൃഷ്ടികളോട് തുല്യപ്പെടുത്തുന്നവരാണ്. മുജാഹിദുകളെ പറ്റി പറയുന്ന ഒന്നാമത്തെ ആരോപണമാണ്, മുതഅല്ലിമീങ്ങളുടെ മനസ്സുകളിൽ പോലും നട്ടുവളർത്തിയിട്ടുള്ള ഒരു ആരോപണമാണ്. മുജാഹിദിന്റെ അള്ളാഹു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്ന അള്ളാഹു ഒന്നുമല്ല, അത് ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങുകയും കയറുകയും ഒക്കെ ചെയ്യുന്ന അള്ളാഹു, കയ്യും കാലൊക്കെയുള്ള അള്ളാഹു, ഇങ്ങനത്തെ അള്ളാഹുവിലാണ് മുജാഹിദ് വിശ്വസിക്കുന്നത്. മുജാഹിദുകളെ പറ്റി ഒന്നാമതായിട്ട് പഠിപ്പിക്കുന്ന ആരോപണം. നമ്മൾ ഓർക്കണം, മുജാഹിദുകൾ അള്ളാഹുവിനെ സൃഷ്ടികളോട് തുല്യപ്പെടുത്തിയിട്ടില്ല. അള്ളാഹുവും അവന്റെ പ്രവാചകനും അള്ളാഹുവിനെ പറ്റി ഒരു കാര്യം പഠിപ്പിച്ചാൽ, ഒരു വിശേഷണം പഠിപ്പിച്ചാൽ അത് എങ്ങനെ ഉൾക്കൊള്ളണമെന്ന് മഹാന്മാരായ ഇമാമുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ നിലപാട് മാത്രമേ മുജാഹിദുകൾ സ്വീകരിച്ചിട്ടുള്ളൂ. അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹുവിനെ പറ്റി പഠിപ്പിച്ചു. യൻസിലു റബ്ബുനാ തബാറക വ തആല കുല്ല ലൈലത്തിൻ ഇല സമാഇ ദുനിയ ഹീന യബ്കാ സുലുസുൽ ലൈലുൽ ആഖിർ. രാത്രിയുടെ 3 ബാക്കി നിൽക്കുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സമാഉ ദുനിയയിലേക്ക് ഇറങ്ങി വരും. എന്നിട്ട് അല്ലാഹു ചോദിക്കും, മൻ യദഊനി ഫഅസ്തജീബ ലഹു, ആരാണ് എന്നോട് ദുആ ഇറക്കുന്നത് അതിന് ഞാൻ ഉത്തരം നൽകും. മൻ യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറ ലഹു, ആരാണ് എന്നോട് പൊറുക്കലിനെ തേടുന്നത് അവന്റെ പാപം ഞാൻ പൊറുക്കും. മൻ യസഅലുനി ഫഉഅതിയ ലഹു, ആരാണ് എന്നോട് ചോദിക്കുന്നത് അവന് ഞാൻ കൊടുക്കും. ഇതാരാ പഠിപ്പിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലാ പഠിപ്പിക്കുന്നത്. ഇതെങ്ങനെ ഉൾക്കൊള്ളണം? അതുപോലെ അല്ലാഹു തന്നെ പറയുന്നു, അർ-റഹ്മാൻ അലൽ അർശി ഇസ്തവാ, റഹ്മാനായ അല്ലാഹു അർശിൽ ഉപവിഷ്ടനായിരിക്കുന്നു. ഇതൊരു മുസ്ലിം എങ്ങനെ വിശ്വസിക്കണം? ബഹുമാനപ്പെട്ട ഇമാം മാലിക് റഹിമഹുള്ളയോട് ചെന്നിട്ട് ചോദിക്കുന്നു. എന്താ ചോദിക്കുന്നത്? അല്ലാഹുവിന്റെ ഖുർആനിൽ പറയുന്നുവല്ലോ, അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ, അല്ലാഹു അർശിൽ ഉപവിഷ്ടനാണ് എന്ന്. കൈഫൽ ഇസ്തിവാ, എങ്ങനെയാണ് അല്ലാഹു ഉപവിഷ്ടനായിട്ടുള്ളത്? അതിന്റെ രൂപം ഒന്ന് പറഞ്ഞു തരൂ. ഇമാം മാലിക്കിനോടാ ചോദ്യം. ഇമാം മാലിക് റഹിമഹുള്ള അല്പസമയം നിശബ്ദനായി തലകുലിച്ചിരുന്നതിന് ശേഷം, ചിന്തിച്ചതിന് ശേഷം തല ഉയർന്നിട്ട് മറുപടി പറഞ്ഞു, ഇസ്തിവാ എന്ന് പറഞ്ഞാൽ അറബി ഭാഷ അറിയുന്ന ആർക്കും അറിയുന്ന ഒരു കാര്യമാണ്. എന്നാൽ അല്ലാഹുവെ സംബന്ധിച്ചിടത്തോളം അതിന്റെ രൂപം എങ്ങനെ, അത് നമുക്ക് അറിയില്ല, അജ്ഞാതമാണ്. അതുകൊണ്ട് നിങ്ങൾ നിഷേധിക്കാൻ പറ്റുമോ? അർത്ഥം മാറ്റി വയ്ക്കാൻ പറ്റുമോ? പറ്റൂല. വൽ ഈമാനു ബിഹി വാജിബ്, പഠിപ്പിച്ചത് അല്ലാഹുവാണ്, അവന്റെ റസൂലാണ്, അത് അങ്ങനെ തന്നെ വിശ്വസിക്കൽ നിർബന്ധമാണ്. വസ്സുആലു അൻഹു ബിദ്അത്തുൻ, അതേപറ്റി ചോദ്യം ചെയ്യൽ ബിദ്അത്തുമാണ്. ഇമാം മാലിക് റഹിമഹുള്ള പഠിപ്പിക്കുന്നു. സലഫികൾ അവിടെ നിന്നു. അള്ളാഹു എങ്ങനെ പഠിപ്പിച്ചോ, അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെ പഠിപ്പിച്ചോ അങ്ങനെ തന്നെ വിശ്വസിച്ചു. രൂപം എങ്ങനെ എന്ന് ചിന്തിച്ചില്ല. നേരെ മറിച്ചോ സലഫികളുടെ മേലിൽ ആരോപണം ഉന്നയിച്ചവർ, സലഫികൾ അള്ളാഹുവിനെ സൃഷ്ടികളോട് തുല്യപ്പെടുത്തിയെന്ന് ആരോപണം ഉന്നയിച്ചവർ അള്ളാഹുവിന്റെ രൂപം സങ്കല്പിച്ചു. അള്ളാഹു സമാഅത്തുനിലേക്ക് ഇറങ്ങി വരുമെന്ന് പറഞ്ഞാൽ ഒരു വിമാനം മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത് പോലെ, ഒരു വസ്തു ഇറങ്ങി വരുന്നത് പോലെ ചിന്തിച്ചു. അള്ളാഹു അർശിൽ ഉപവിഷ്ടനാണ് എന്ന് പറഞ്ഞാൽ ഒരു ഒട്ടകത്തിന്റെ മുകളിൽ മനുഷ്യനിരിക്കുന്ന പോലെ അങ്ങനെ ചിന്തിച്ചു നോക്കിയിട്ട് ആ രൂപം അള്ളാഹ്ക്ക് യോജിക്കുന്നില്ല. എന്നിട്ട് എന്ത് ചെയ്തു? അള്ളാഹുവും റസൂലും പഠിപ്പിച്ച രൂപം, ആ വിശേഷണത്തെ നിഷേധിച്ചു. എന്നിട്ട് അർത്ഥം മാറ്റി വെച്ചു. ഇറങ്ങി വരുന്നത് അള്ളാഹുവല്ല, മലക്കാണ്. അർത്ഥം മാറ്റി വെച്ചു. അങ്ങനെ മലക്കാണ് എന്ന് അർത്ഥം മാറ്റി വെക്കുമ്പോ ഇറങ്ങി വരുന്നവനാ പറയുന്നത്, അത് മലക്കിന്റെ വാക്കാകുമ്പോഴോ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഇത്ര നൽകും, ഞാൻ പാപം പൊറുക്കും, ചോദിക്കുന്നവർ ഞാൻ കൊടുക്കും, അത് മലക്ക് പറയേണ്ട കാര്യമാണോ? സലഫികൾ അള്ളാഹുവിന്റെ സൃഷ്ടികളോട് തുല്യപ്പെടുത്തിയില്ല. അള്ളാഹുവിന്റെ സൃഷ്ടികളോട് തുല്യപ്പെടുത്തിയത് അള്ളാഹുവിന്റെ വിശേഷ ഗുണങ്ങൾ സൃഷ്ടികളോട് തുല്യപ്പെടുത്തി ചിന്തിച്ച് അതിനും അർത്ഥം മാറ്റിവെച്ചവരാ.
സലഫികൾ ഇമാം മാലിക് പഠിപ്പിച്ചെടുത്ത് നിന്നു. രണ്ടാമത്തെ ആരോപണം സലഫികളെ പറ്റി പാവപ്പെട്ട പാമരന്മാരെ, പാവപ്പെട്ട ഉമ്മമാരുടെയും മുപ്പമാരുടെയും മനസ്സുകളിലേക്ക് തുളച്ചു കയറ്റിയിട്ടുള്ള തെറ്റിദ്ധാരണ സലഫികൾ ഇമാമുകളെ തള്ളുന്നവരാണ്. ഒരു അൽമനാറിൽ കക്ഷത്തിൽ ചുരുട്ടി വന്നിട്ട് ഷാഫിമാനെ രക്ഷിക്കുന്നവർ, അബൂ ഹനീഫയെ രക്ഷിക്കുന്നവർ, ഇമാം മാലിക്കിനെ രക്ഷിക്കുന്നവർ, അഹ്മദ് ബിൻ ഹംബലിനെ നിസ്സാരപ്പെടുത്തുന്നവർ. സലഫികളെ പറ്റിയിട്ടുള്ള രണ്ടാമത്തെ ആരോപണം നമ്മൾ ചിന്തിക്കണം. സലഫികൾ ഒരു ഇമാമിനെയും രക്ഷിക്കുന്നില്ല. എല്ലാ ഇമാമുകളോടും സർവ്വപണ്ഡിതന്മാരോടും ഏറ്റവും നിഷ്പക്ഷമായ സമീപനം സ്വീകരിക്കുന്ന ഒരു സലഫികളാണ്. സലഫികൾ ഷാഫി ഇമാമിനെ തള്ളുന്നവരല്ല. എല്ലാ ഇമാമുകളെയും സ്വീകരിക്കണം. എങ്ങനെ? പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ. അതാണ് സലഫികളുടെ നിർദ്ദേശം. നേരെ മറിച്ച് ഇവിടെ മദ്ഹബിന്റെ ആളുകളുടെ തീരുമാനം എന്താ അവരുടെ തീരുമാനം? ഷാഫിഈ മദ്ഹബുകാർ അവര് പറയും, ഞങ്ങൾക്ക് ഇമാം ഷാഫിഈയും ആ മദ്ഹബിലെ പണ്ഡിതന്മാരും പറഞ്ഞത് മതി, മറ്റുള്ള മദ്ഹബിലെ ഒരു പണ്ഡിതനും പറഞ്ഞത് ഞങ്ങൾക്ക് വേണ്ട. അത് പ്രമാണത്തോട് യോജിച്ചാലും വേണ്ട, യോജിച്ചില്ലേലും വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ മദ്ഹബ്. സർവ്വ മദ്ഹബുകളെ തള്ളുകയാണ് ഓരോ മദ്ഹബുകളും. സലഫികളോ അവര് ഷാഫിഈ ഇമാം പറഞ്ഞാൽ സ്വീകരിക്കും, അബൂ ഹനീഫ പറഞ്ഞാൽ സ്വീകരിക്കും, അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞാൽ സ്വീകരിക്കും, ഇമാം മാലിക് പറഞ്ഞാലും സ്വീകരിക്കും, ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാര് പറഞ്ഞാലും സ്വീകരിക്കും, മരണപ്പെട്ട പണ്ഡിതന്മാര് പറഞ്ഞാലും സ്വീകരിക്കും. പ്രമാണത്തോട് യോജിച്ചുകൊണ്ട് ഏത് പണ്ഡിതൻ പറഞ്ഞാലും അത് സ്വീകരിക്കാനുള്ള മനസ്സിന്റെ വിശാലതയുള്ളവരാണ് സലഫികൾ. ഇനി പ്രമാണത്തിനെതിരായി അത് ഏത് ഇമാമുകൾ പറഞ്ഞാലും സലഫികളുടെ തന്നെ നേതൃത്വം പറഞ്ഞാൽ അത് തള്ളിക്കളയണമെന്ന് പഠിപ്പിക്കുന്നവരാണ് സലഫികൾ. പ്രമാണ വിരുദ്ധമാണോ പ്രമാണത്തിനോട് യോജിക്കുന്നുണ്ടോ അതേ നോക്കുള്ളൂ. അപ്പൊ ഏത് പണ്ഡിതന്മാരോടും ഏത് മദ്ഹബിന്റെ ഇമാമുകളോടും ഏറ്റവും നിഷ്പക്ഷമായ നിലപാട് സ്വീകരിക്കുന്നവർ സലഫികളാണ്. ആ സലഫികളെ പറ്റിയിട്ടാണ് ഇമാമുകൾ തള്ളുന്നവർ, ഇമാമുകളെ പുച്ഛിക്കുന്നവർ എന്ന ആരോപണം നമ്മുടെ നാടുകളിൽ പ്രചരിപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹോദരിമാർ, ഇത്തരം ആരോപണങ്ങളുടെ പിന്നാലെ പോകാതെ യാഥാർത്ഥ്യം മനസ്സിലാക്കി എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോടും ഉപ്പമാരോടും സഹോദരിമാരോടും സഹോദരന്മാരോടും വളരെ ചുരുങ്ങിയ സമയത്തിൽ എനിക്ക് പറയുവാനുണ്ട്. ഇവിടെയുള്ള ഒരാളെയും കുറ്റം പറയാൻ എനിക്കില്ല, ആരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഇതുവരെ ഒരു പ്രഭാഷണ വേദിയിലും കയറിയിട്ട് ഒരു സംഘടനയെയോ ഒരു ഗുരുനാഥനെയോ വ്യക്തിപരമായിട്ട് പരിഹസിക്കാനോ ആക്ഷേപിക്കാനോ ഞാൻ എന്റെ സമയം ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ തീർത്തും സത്യസന്ധമാണ്, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇത് സ്വീകരിക്കണമെന്ന് വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണ്. ഞാൻ കുറ്റ്യാടി സിറാജുൽ ഹുദയിൽ പഠിക്കുന്ന കാലത്ത് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം ഉസ്തംകുടിയിൽ വെച്ചിട്ട് ഒരു സംവാദം നടന്നു, സുന്നി മുജാഹിദ് സംവാദം. ആ സംവാദത്തിൽ വെച്ച് സുന്നി പക്ഷത്ത് നിന്ന് മുജാഹിദുകളോട് ചോദിച്ച ഒന്നാമത്തെ ചോദ്യം നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ഒന്നാമത്തെ ചോദ്യം, മക്ക മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ച ഒരു മുശ്രിക്കിന്റെ പേര് പറയാമോ? അബൂജഹലിന്റെയും ഉത്തുബത്തിന്റെയും ശൈബത്തിന്റെയും കൂട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ച ഒരു മുശ്രിക്കിന്റെ പേര് പറയാമോ? ഇതാ ചോദ്യം. സലഫികൾ ഉത്തരം മുട്ടൂല. എത്ര അന്വേഷിച്ചാലും അബൂജഹലിന്റെയും ഉത്തുബത്തിന്റെയും കൂട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ച ഒരു മുശ്രിക്കിന്റെ പേര് പറയാൻ പറ്റൂല. അപ്പൊ സലഫികൾ ഉത്തരം മുട്ടിക്കണം. ഈ ചോദ്യം എവിടെ നിന്നുണ്ടായി? ഇവിടെയുള്ള പാവപ്പെട്ട ഉമ്മമാർക്കും ഉപ്പമാർക്കും സഹോദരന്മാർക്കും സഹോദരിമാർക്കും പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഒരു വിശ്വാസത്തിന്റെ പ്രതിഫലനമാണ് ഈ ചോദ്യം. എന്താണത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ചാൽ പിന്നെ അവന് ശിർക്ക് സംഭവിക്കില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ ഏത് ഖബറിന്റെ മുന്നിൽ സുജൂദ് ചെയ്താലും, ഏത് ഖബറിന് തവാഫ് ചെയ്താലും, ആരോട് പ്രാർത്ഥിച്ചാലും, ഏത് ഇബാദത്തുകൾ ആരുടെ മുന്നിൽ അർപ്പിച്ചാലും അത് ശിർക്കാവുകയില്ല. ഇതാണ് ഇവിടെയുള്ള വിശ്വാസം. അത് ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടോ ഈ രൂപത്തിലുള്ള ഒരു വിശ്വാസം? ഇല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ ഹുനൈൻ യുദ്ധം കഴിഞ്ഞിട്ട് മടങ്ങി വരികയാണ്. 12,000 ഭടന്മാരുമായി ഹുനൈൻ യുദ്ധം കഴിഞ്ഞിട്ട് മടങ്ങി വരുമ്പോ നമ്മൾ ചിന്തിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് വിശ്വസിച്ച ആ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി മുസ്ലിം ഉമ്മത്തിനെ ഉന്മൂലനാശം വരുത്താൻ വേണ്ടി ഹുനൈനിൽ സംഘടിച്ച 40,000 വരുന്ന പോരാളികളോട് യുദ്ധം കഴിഞ്ഞിട്ട് മടങ്ങി വരുന്ന ഹുനൈൻ പോരാളികൾ
ആ 12,000 സഹാബാക്കൾ മടങ്ങി വരുന്ന വഴിയിൽ മുശ്രിക്കുകളുമായി ബന്ധപ്പെട്ട ഒരു വൃക്ഷം കാണുന്നു. ദാത്തു അൻവാത്ത് എന്നാണ് ആ വൃക്ഷത്തിന്റെ പേര്. ആ വൃക്ഷം കണ്ടപ്പോ സഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, മുശ്രിക്കുകൾ അവരുടെ വാളുകളും അമ്പുകളും കുന്തവും എല്ലാം തൂക്കിയിട്ടിട്ട് ബറക്കത്തെടുക്കുന്ന ഒരു വൃക്ഷമാണത്. ഈ വൃക്ഷം കണ്ടപ്പോ സഹാബാക്കൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇജ്അൽ ലനാ ദാത അൻവാത്തിൻ കമാ ലഹും ദാതു അൻവാത്ത്. ഇവർക്ക് ദാതു അൻവാത്ത് ഉള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ദാതു അൻവാത്ത് സ്ഥാപിച്ചു തരണേ റസൂലേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ വാളുകളും കുന്തവും ഒക്കെ തൂക്കിയിട്ടിട്ട് ബറക്കത്തെടുക്കാൻ അത് അങ്ങ് സ്ഥാപിച്ചെന്നാ മതി, ഞങ്ങൾ ബറക്കത്തെടുത്തോളാം. ഈ ചോദ്യം കേട്ടപ്പോ ഞെട്ടിത്തരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പ്രതികരിച്ചു, സുബ്ഹാനല്ലാഹ്, എന്താണ് നിങ്ങൾ പറഞ്ഞത്? ഹാദാ കമാ ഖാല ഖൗമു മൂസാ ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. മൂസാ നബിയുടെ ഉമ്മത്ത് മൂസാ നബിയോട് ചോദിച്ചത് പോലാണല്ലോ നിങ്ങൾ എന്നോട് ചോദിച്ചത്. ചെങ്കടലിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് യാത്ര ചെയ്യുമ്പോ മൂസാ നബിയുടെ സമുദായം, ഒരു മുശ്രിക്കുകളായ ഒരു സമൂഹം ഒരു വിഗ്രഹത്തിന് മുമ്പിൽ എത്തിക്കാതിരിക്കുന്ന കാഴ്ച കണ്ടു. ഇത് കണ്ടപ്പോ അവർ മൂസാ നബിയോട് ചോദിച്ചു, ഓ മൂസാ, ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. ഇവർക്ക് ഇലാഹുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ഇലാഹിനെ സ്ഥാപിച്ചു തരണേ മൂസാ. ഇതുപോലുള്ള കാര്യമാണല്ലോ നിങ്ങൾ എന്നോട് ചോദിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി വിശ്വസിച്ച് ആ മാർഗത്തിൽ ജിഹാദ് കഴിഞ്ഞ് മടങ്ങി വന്ന നിങ്ങളിൽ നിന്നുണ്ടായ ചോദ്യം ഇതുപോലുള്ള ശിർക്കിന്റെ ആവശ്യമാണല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിന് തിരുത്തുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വസിച്ചാൽ പിന്നെ ശിർക്കിൽ നിന്ന് നിർഭയനാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ ഹുദൈബിയ സന്ധി നടന്ന പ്രഭാതത്തിൽ സുബ്ഹി നമസ്കാരം കഴിഞ്ഞിട്ട് സഹാബത്തിന് നേരെ തിരിഞ്ഞിരുന്നിട്ട് ചോദിച്ചു, ഇന്നലെ രാത്രി ഒരു മഴ വർഷിച്ചു, അല്ലാഹു എന്താ പറഞ്ഞെന്ന് നിങ്ങൾക്കറിയോ? സഹാബാക്കൾ പറഞ്ഞു, അല്ലാഹു റസൂലുഹു അലം. പറഞ്ഞതാട്ടെ നബിയെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലാഹു പറയുന്നത് ഇങ്ങനെയാണ്, അസ്ബഹ മിൻ ഇബാദി മുഅ്മിനും ബി വകാഫിർ. ഇന്ന് നേരം പുലർന്നപ്പോ എന്റെ ഉമ്മത്തിൽ ചിലർ മുഅ്മിനാണ്, ചിലർ കാഫിറുകളാണ്. ഇന്ന് നേരം പുലർന്നപ്പോൾ എന്റെ ഉമ്മത്തുകളിൽ ചിലർ മുഅ്മിനാണ്, ചിലർ കാഫിറുകളാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ആരോടാണ് ഇത് പറയുന്നത് നമ്മൾ ചിന്തിക്കണം. ഹുദൈബിയ സന്ധിയിൽ പങ്കെടുത്ത 1500ഓളം വരുന്ന അബൂബക്കർ സിദ്ദീഖും ഉമർ റളിയല്ലാഹു അൻഹും ഉസ്മാൻ ഇബ്നു അഫ്ഫാനും അലിയുൽ മുർത്തദ റളിയല്ലാഹു അൻഹും ഈ പ്രമുഖരായ ഖലീഫമാർ അടങ്ങുന്ന സഹാബത്തിന്റെ നേരെ വിന്നിട്ടാ ചോദിക്കുന്നത്, അസ്ബഹ മിൻ ഇബാദി മുഅ്മിനും ബി വകാഫിർ. ഇന്ന് നേരം പുലർന്നപ്പോൾ എന്റെ അടിമകളിൽ ചിലർ മുഅ്മിനാണ്, ചിലർ കാഫിറുകളാണ്. എന്തോ കുഴപ്പം? എന്താ കാരണം? ഇന്നലെ രാത്രി മഴ വർഷിച്ചു, അത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം അത് ഏതെങ്കിലും ഒരു നക്ഷത്രത്തിലേക്ക് ചേർത്തി പറഞ്ഞാൽ ഇന്നാലിന്ന നക്ഷത്രം കൊണ്ടാണ്, ഇന്നാലിന്ന ഞാറ്റുവേല കൊണ്ടാണ് ഞങ്ങൾക്ക് മഴ വർഷിച്ചതെന്ന് പറഞ്ഞാൽ അവൻ നക്ഷത്രത്തിൽ വിശ്വസിച്ചവനാണ്, അല്ലാഹുവെ കൊണ്ട് അവിശ്വസിച്ചവനാണ്. നേരെ തിരിച്ചാണ് പറഞ്ഞതെങ്കിലോ, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും അല്ലാഹുവിന്റെ ഫളിൽ കൊണ്ടുമാണ് ഞങ്ങൾക്ക് മഴ വർഷിച്ചതെന്ന് പറഞ്ഞാലോ അവൻ അല്ലാഹുവിൽ വിശ്വസിച്ചവനാണ്, നക്ഷത്രത്തിൽ അവിശ്വസിച്ചവനാണ്. റസൂൽ തൗഹീദ് പഠിപ്പിക്കുക. ഒരു അനുഗ്രഹം അത് സൃഷ്ടികളിലേക്ക് ചേർത്ത് പറയുമ്പോൾ അല്ലാഹുവിൽ പങ്കു ചേർക്കൽ സംഭവിക്കുന്നു, അല്ലാഹുവിന്റെ റുബൂബിയ്യത്തിൽ ശിർക്ക് സംഭവിക്കുന്നു, അല്ലാഹുവിന്റെ പ്രവർത്തനത്തിൽ ശിർക്ക് സംഭവിക്കുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ചിന്തിക്കണം. ഈ രൂപത്തിൽ വളരെയധികം ഗൗരവത്തോടുകൂടി അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള ശിർക്ക്, തൗഹീദ്, അതിനെ വളരെയധികം നിസ്സാരപ്പെടുത്തിയിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വസിച്ച ഒരു മനുഷ്യന് ശിർക്ക് സംഭവിക്കുകയില്ല. അവരിൽ നിന്ന് സംഭവിക്കുന്ന കർമ്മങ്ങൾ, ഖബറിന് ചെയ്യുന്ന സുജൂദ്, തവാഫ്, അതുപോലെ മരണപ്പെട്ടവരുള്ള പ്രാർത്ഥന, ഇതൊന്നും ശിർക്കല്ല എന്ന രൂപത്തിലാണ് നമ്മുടെ നാടുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹോദരിമാർ, വളരെ ഗൗരവപൂർവ്വം പഠിക്കേണ്ടുന്ന, മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയമാണ് തൗഹീദുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം.
പരിശുദ്ധ ഖുർആനിൽ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ തൗഹീദുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടാത്ത ഒന്നുമില്ല. എന്താ കാരണം? പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അള്ളാഹുവിനെ സംബന്ധിച്ചാണ്. അള്ളാഹുവിനെ പറ്റി എങ്ങനെ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ വിശേഷ ഗുണങ്ങൾ, അള്ളാഹുവിന്റെ കാമിലായ അള്ളാഹുവിന്റെ സമ്പൂർണമായ സത്തയെ പറ്റി എങ്ങനെ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ വിശേഷ ഗുണങ്ങൾ എങ്ങനെ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ മനസ്സിലാക്കണം, അങ്ങനെ അള്ളാഹുവിനെ പറ്റിയിട്ടുള്ള വിവരം ഇത് തൗഹീദുമായി ബന്ധപ്പെട്ടതാണ്. ഇത് അള്ളാഹുവിന് മാത്രം വകവെച്ചു കൊടുക്കണം. അതുപോലെ ഈ തൗഹീദിന്റെ പൂർണ്ണമായിട്ടുള്ള അള്ളാഹുവിന്റെ അവകാശം ഇബാദത്ത് അത് അള്ളാഹുവിന് മാത്രം അർപ്പിക്കണം. അത് തൗഹീദിന്റെ പൂർണ്ണതയാണ്. പിന്നെ പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു കാര്യം എന്താ? യഥാർത്ഥ മുവഹ്ഹിദുകൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരുക്കി വെച്ചിട്ടുള്ള സുന്ദരമായ സ്വർഗ്ഗലോകത്തെ പറ്റിയിട്ടുള്ള വർണ്ണനകളാണ്. അതുപോലെ മുവഹ്ഹിദുകളായ പ്രവാചകന്മാരും സാലിഹീങ്ങളും സമൂഹത്തിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്ക് അവതരിപ്പിക്കുകയാണ്. പിന്നെ പരിശുദ്ധ ഖുർആനിലെ ഒരു ഭാഗം യഥാർത്ഥ തൗഹീദിനെ നിഷേധിച്ച ശിർക്കും കുഫറും ഒക്കെ ആദർശമായി കൊണ്ടുനടന്നവർ അനുഭവിക്കാൻ പോകുന്ന നരകലോകത്തെ പറ്റി അള്ളാഹുവിന്റെ കഠിനവും കഠോരവുമായ ശിക്ഷയെ പറ്റിയിട്ടുള്ള വർണ്ണനകളാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. അപ്പൊ തൗഹീദുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമില്ലാത്ത ഒന്നും പരിശുദ്ധ ഖുർആനിലില്ല. നമ്മൾ ഓർക്കണം, അള്ളാഹുവിന്റെ പ്രവാചകൻ മഗ്രിബ് നമസ്കാരത്തിന്റെ ശേഷമുള്ള സുന്നത്തിലും അതുപോലെ സുബ്ഹി നമസ്കാരത്തിന് മുമ്പുള്ള റവാത്തിബ് സുന്നത്തിലും വളരെയധികം സുന്നത്തായി ചര്യയായി പഠിപ്പിച്ചിട്ടുള്ള 2 സൂറത്തുകളാണ്. ഒന്ന് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത്, ഒന്ന് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത്. എന്താ കാരണം? ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ 2 തലയിലും തൗഹീദ് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. 2 സൂറത്തും തൗഹീദിന്റെ സൂറത്താണ്. ഒന്ന് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് അള്ളാഹുവിന്റെ സിഫാത്തുകൾ, അള്ളാഹുവിന്റെ വിശേഷ ഗുണങ്ങൾ പഠിപ്പിക്കുന്ന സൂറത്താണ്. അത് ഇൽമുമായി ബന്ധപ്പെട്ടത്. തൗഹീദുൽ ഇൽമിയ്യ വൽ ഖബറിയ്യ, അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കി അത് അള്ളാഹുവിനെ മാത്രം വകവെച്ചു കൊടുത്ത് സർവ സൃഷ്ടികളെയും അതിൽ നിന്ന് മാറ്റി നിർത്തേണ്ടുന്ന തൗഹീദ്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ പഠിപ്പിക്കുന്ന തൗഹീദാണ് തൗഹീദുൽ ഇബാദ, ആരാധനകൾ. അള്ളാഹുവിന്റെ അവകാശമായ സൃഷ്ടികളിൽ നിന്ന് അള്ളാഹുവിന് ലഭിക്കേണ്ടുന്ന അവകാശമായ ഇബാദത്ത് അത് അള്ളാഹുവിന് മാത്രം അവകാശം, അള്ളാഹുവിന് മാത്രമേ ഞാൻ അർപ്പിക്കുകയുള്ളൂ എന്ന പ്രതിജ്ഞയും പ്രഖ്യാപനവുമാണ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. അപ്പൊ ഈ 2 സൂറത്തുകൾ തൗഹീദിന്റെ സൂറത്താണ്. ഒന്ന് തൗഹീദുൽ ഇൽമാണെങ്കിൽ ഒന്ന് തൗഹീദുൽ ഇബാദത്താണ്. നമ്മൾ ഓർക്കണം, ഈ സമൂഹത്തിൽ ഞങ്ങൾ കോളേജിലൊക്കെ പഠിക്കുമ്പോഴും വെറും ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതിയിട്ട് മാത്രമേ തൗഹീദിന്റെ ചർച്ചയുള്ളൂ. എന്നിട്ട് ആ സമത എന്നുള്ള അല്ലാഹു സമത എന്ന നാമത്തിൽ അങ്ങോട്ട് കെട്ടിമറിയും. സമതിയത്ത് ആരോപിക്കുന്നില്ല, ശിർക്ക് സംഭവിക്കുന്നില്ല. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ തൗഹീദിന്റെ സൂറത്താ. ഇബാദത്ത് അല്ലാഹുവിനെ മാത്രം അർപ്പിക്കണമെന്ന് പഠിപ്പിക്കുന്ന സൂറത്താണ്. ഇബാദത്ത് സൃഷ്ടികൾക്ക് അർപ്പിക്കൽ ശിർക്കാണെന്ന് പഠിപ്പിക്കുന്ന സൂറത്താണ്. അത് തൗഹീദ് പഠിപ്പിക്കുന്നത് തോന്നുന്നില്ല. ഇവിടെ ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ പകലുകളിൽ രാവിലെയും വൈകുന്നേരവും തൗഹീദ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്തും ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസും അല്ലാഹുവിന്റെ പ്രവാചകൻ ചര്യയായി നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ശിർക്ക്? അത് എങ്ങനെയെല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും? നമ്മൾ ഗൗരവപൂർവ്വം പഠിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് ആരോടും വൈരാഗ്യമുണ്ടായിട്ടോ വിദ്വേഷമുണ്ടായിട്ടോ പഠിപ്പിക്കുന്ന സൂറത്തല്ല, കാര്യമല്ല. ബഹുമാനപ്പെട്ട ഇമാം ശാഹ് വലിയുല്ലാഹി ദഹ്ലവി റഹിമഹുല്ലാഹ് ശിർക്കിനെ പറ്റി വിവരിച്ചു. എന്താണ് ശിർക്ക്? അശ്ശിർകു അൻ യുസ്ബിത ലിഗൈരില്ലാഹി സുബ്ഹാനഹു വ തആല ശൈഅൻ മിൻ സിഫാതിഹിൽ മുഖ്തസ്സത്തി ബിഹി. അള്ളാഹുവിന് പ്രത്യേകമായി അള്ളാഹു പഠിപ്പിക്കുന്ന വിശേഷ ഗുണങ്ങൾ അത് സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുക്കലാണ് ശിർക്ക്. അള്ളാഹുവിന് പ്രത്യേകമായി പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അത് ഒരു സൃഷ്ടിയെ നമ്മൾ വിശേഷിപ്പിക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി റഹിമഹുല്ലാഹ് തന്റെ ശുഅബുൽ ഈമാനിൽ അള്ളാഹുവിന്റെ 99 നാമങ്ങൾ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ആ 99 നാമങ്ങളിൽ 28 പേരുകൾ അള്ളാഹുവിന്റെ സത്തയുടെ പേരുകളാണ്. والله الذي لا اله الا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر തുടങ്ങിയ സൂറത്തുൽ ഹശ്റിന്റെ അവസാനത്തെ ഇതിന് തൊട്ട് മുമ്പുള്ള ആയത്തിൽ പഠിപ്പിക്കുന്ന അതടക്കമുള്ള 28 പേരുകൾ അല്ലാഹുവിന്റെ സത്തയുടെ പേരുകളാണ്. അതിന് തൊട്ട് മുകളിലുള്ള സൂറത്ത് ആയത്തിൽ പഠിപ്പിക്കുന്ന റഹ്മാനുർ റഹീം ഉൾപ്പെടെയുള്ള 28 പേരുകൾ അല്ലാഹുവിന്റെ ഗുണങ്ങളുടെ പേരുകളാണ്.
അവസാനത്തെ ആയത്തിൽ പഠിപ്പിക്കുന്ന ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ ഉൾപ്പെടെയുള്ള 43 പേരുകൾ അല്ലാഹുവിന്റെ പ്രവർത്തനങ്ങളുടെ പേരുകളാണ്. അല്ലാഹുവിനെ പറ്റി നമ്മൾ ഖുർആനിൽ നിന്ന് പഠിക്കേണ്ടത് അതൊക്കെയാണ്. അല്ലാഹുവിന്റെ പരിപൂർണമായ സത്തയെ പറ്റി അല്ല വിവരിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ ഗുണങ്ങളെ പറ്റി അല്ല പഠിപ്പിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ പ്രവർത്തനങ്ങളെ പറ്റി അല്ല പഠിപ്പിക്കുന്നുണ്ട്. അത് അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്, അത് അല്ലാഹുവിന് മാത്രം നമ്മൾ വകവെച്ചു കൊടുക്കണം. അതൊരു സൃഷ്ടിയെയും നമ്മൾ വിശേഷിപ്പിച്ചുകൂടാ. അശ്ശിർകു അൻ യുസ്ബിത ലിഗൈരില്ലാഹി സുബ്ഹാനഹു വ തആല ശൈഅൻ മിൻ സിഫാതിഹിൽ മുഖ്തസ അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ട വിശേഷ ഗുണങ്ങൾ അതൊരു സൃഷ്ടിയെ നമ്മൾ വിശേഷിപ്പിക്കുമ്പോ നമ്മളിൽ നിന്ന് ശിർക്ക് സംഭവിക്കുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ എന്താ പഠിപ്പിച്ചത്? നമ്മിൽ നിന്ന് ശിർക്ക് സംഭവിക്കില്ല, നിങ്ങൾ നിർഭയരായിരുന്നോളൂ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരാണ്, മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വസിച്ചവരാണ്, നിങ്ങളിൽ നിന്ന് ശിർക്ക് സംഭവിക്കുകയില്ല എന്നാണോ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ച ഹദീസിൽ നമുക്ക് കാണാം. എന്താ പറയുന്നത്? അശ്ശിർകു ഫീകും അഖ്സാമുൽ ദബീബിൻ നംൽ, ഉറുമ്പിന്റെ കാലടികളെക്കാൾ ഗോപ്യമായി നിങ്ങളിൽ ശിർക്ക് കടന്നു വരും, അറിയാത്ത രൂപത്തിൽ നിങ്ങളിൽ ശിർക്ക് കടന്നു വരും. ഞാനൊരു കാര്യം നിന്നെ പഠിപ്പിക്കാം, അത് നീ പ്രാവർത്തികമാക്കുമെങ്കിൽ നിന്നിൽ നിന്ന് ചെറിയ ശിർക്കും വലിയ ശിർക്കും പോകുന്നതാണ്. ഒരു പ്രാർത്ഥനയാണ്. എന്താണ് നീ പറയണം? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അനാ അഅലമു, ഞാൻ അറിഞ്ഞുകൊണ്ട് നിന്നോട് ശിർക്ക് ചെയ്യുന്നതിൽ നിന്ന് നിന്നോട് കാവൽ തേടുന്നു അല്ലാഹ്. വ അസ്തഗ്ഫിറുക ലിമാ ലാ അഅലമു, ഞാൻ അറിയാതെ നിന്നോട് പങ്കുചേർത്ത് പോകുന്നതിൽ നിന്ന് നിന്നോട് പൊറുക്കലിനെ തേടുന്നു അല്ലാഹ്. ഇത് 3 പ്രാവശ്യം പറയണം. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. എന്താണ് ഇതിന്റെ താല്പര്യം? നമ്മിൽ നിന്ന് ചെറിയ ശിർക്കും സംഭവിക്കാം, വലിയ ശിർക്കും സംഭവിക്കാം, അറിഞ്ഞും അറിയാതെയും ശിർക്ക് സംഭവിക്കാം. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുക. നമ്മൾ ചിന്തിക്കണം, വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ട കാര്യം. ശിർക്കിന്റെ ഒരു കാര്യം നമ്മൾ സംഭവിച്ചാൽ അതിന്റെ ഗൗരവം നമ്മൾ ഈ ലോകത്ത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല, പലർക്കും മനസ്സിലാകുന്നില്ല. ശിർക്കിന്റെ ചെറിയൊരു വാക്ക് കൊണ്ട് സംഭവിക്കും, ചെറിയൊരു പ്രവർത്തനം കൊണ്ട് സംഭവിക്കും, ചെറിയൊരു വിശ്വാസം കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ല. നമ്മൾ ഇന്ത്യ രാജ്യത്തിന്റെ ഭൂപടം സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഏതെങ്കിലും സ്കൂളിൽ ഇന്ത്യ രാജ്യത്തിന്റെ ഭൂപടം വരയ്ക്കുമ്പോ ഇന്ത്യയുടെ അതിർത്തി പാകിസ്ഥാൻ അല്ലെ, ജമ്മു കാശ്മീരിന്റെ ഭാഗം പാകിസ്ഥാന്റേതായി വരച്ചാലുള്ള അവസ്ഥ എന്താ? പേന കൊണ്ട് ഇങ്ങനെ ഒന്ന് അങ്ങോട്ട് വരച്ചാൽ മതി, എന്നിട്ട് പുസ്തകത്തിൽ പഠിപ്പിക്കണം. നമ്മുടെ ദൃഷ്ടിയിൽ അത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു ഭാവ. ഇന്ത്യയുടെ ഭാഗമായ കശ്മീർ, അതിന്റെ ഒരു ഭാഗം പാകിസ്ഥാന്റേതായിട്ട് അങ്ങോട്ട് വരച്ചു. ഇന്ത്യ രാജ്യം അതിന് മാപ്പ് നൽകൂല. പേന കൊണ്ടുള്ള ഒരു വരയെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ത്യ രാജ്യത്തിന്റെ പരമാധികാരത്തിനെതിരെയുള്ള ചോദ്യം ചെയ്യലാണ്. ശിർക്ക് എന്ന പാപം അത് ചെറിയൊരു വാക്കാണെങ്കിലും, ചെറിയൊരു പ്രവർത്തനമാണെങ്കിലും, ചെറിയൊരു വിശ്വാസമാണെങ്കിലും അള്ളാഹുവിന്റെ പരമാധികാരത്തിനെതിരെ നടത്തുന്ന കയ്യേറ്റമാണ്. അള്ളാഹുവിനോടുള്ള വെല്ലുവിളി, ഈ രാജ്യത്തോടുള്ള വെല്ലുവിളി എത്രത്തോളം ഭീകരമായിരിക്കും നമുക്കറിയാം. പല തെറ്റിദ്ധാരണയുടെ പേരിൽ പോലും പല നിരപരാധികളായ പണ്ഡിതന്മാരെ പോലും ജയിലുകളിൽ, തടവറകളിൽ പീഡനമനുഭവിച്ചുകൊണ്ടിരിക്കും. പലരും അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് മോചിപ്പിക്കപ്പെട്ടിരിക്കും. രാജ്യദ്രോഹത്വം അത് നമ്മുടെ ദൃഷ്ടിയിൽ എത്ര നിസ്സാരമാണെങ്കിലും അത് രാജ്യത്തിന്റെ അടുക്കൽ ഗൗരവമുള്ളതാണ്. ശിർക്ക് എന്ന പാപം നമ്മുടെ ദൃഷ്ടിയിൽ എത്ര നിസ്സാരമാണെങ്കിലും അള്ളാഹുവിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന പ്രവർത്തനമാണ് ശിർക്ക്, അള്ളാഹുവിനോടുള്ള വെല്ലുവിളി. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, എന്താ പറഞ്ഞത്? ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അള്ളാഹുവോട് പങ്കു ചേർക്കപ്പെടൽ അള്ളാഹു പൊറുക്കൂല. അതല്ലാത്ത പാപങ്ങൾ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുത്തേക്കും. വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ളല്ല ളലാലൻ ബഈദാ. അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്നവർ വളരെ അധികം അള്ളാഹുവിൽ നിന്ന് വ്യതിചലിച്ചു കഴിഞ്ഞു, വലിയ പിഴവിലാണവൻ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുക. ഈ രൂപത്തിൽ ശിർക്കിനെ നമ്മൾ കാണാം. ശിർക്ക് ചെയ്യുന്നവന്റെ അവസ്ഥ എന്താ?
ആകാശത്തു നിന്ന് താഴേക്ക് പതിക്കുന്നവൻ, എത്തന്തരമില്ലാതെ പാരച്ചൂട്ടില്ലാതെ യാതൊരുവിധ നിയന്ത്രണവുമില്ലാതെ ആകാശത്തു നിന്നൊരു മനുഷ്യൻ താഴെ നിന്ന് വീണാലുള്ള അവസ്ഥ എന്താ? ഇതേ അവസ്ഥയാണ്. അല്ലാഹു പറയുന്നു, അല്ലാഹുവിനോട് പങ്കു ചേർക്കുന്നവൻ അവൻ ആകാശത്തു നിന്ന് വീഴുന്നവനെ പോലെയാണ്. അങ്ങനെ അവനെ പക്ഷി റാഞ്ചിക്കൊണ്ടുപോകുന്നു. അല്ലെങ്കിൽ കൊടുങ്കാറ്റില്ലവൻ അകപ്പെട്ട് കൊടുങ്കാറ്റവനെ വിദൂരമായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിടുന്നു. ഇതുപോലുള്ള അവസ്ഥയാണ് അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നവന്റെ അവസ്ഥ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉദാഹരിച്ചുകൊണ്ട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ചിന്തിക്കണം, ഈ ശിർക്ക് എന്ന പാപം നമ്മുടെ കേവലം വാക്കിലൂടെ സംഭവിക്കാം. വാക്കിലൂടെ ശിർക്ക് സംഭവിച്ചവരുടെ ഗൗരവം വന്ന് ഉണർത്തിയില്ലേ? അവരുടെ തൊള്ളകളിൽ നിന്ന് വന്നിട്ടുള്ളത് ഭീകരമാകുന്നു. നമ്മുടെ വാക്കുകളിലൂടെ ശിർക്ക് സംഭവിക്കാം. മൻ ഹലഫ ബിഗൈരില്ലാഹി ഫഖദ് അശ്റക. അല്ലാഹു അല്ലാത്തതിനെ ആരെങ്കിലും സത്യം ചെയ്ത് പറഞ്ഞാൽ, എന്റെ മുഹീദ്ദീൻ ശൈഖ്, എന്റെ റിഫായി ശൈഖാണ് സത്യം, മുഹീദ്ദീൻ ശൈഖാണ് സത്യം, മമ്പുറം തങ്ങളാണ് സത്യമെന്നൊക്കെ സത്യം ചെയ്ത് പറഞ്ഞാൽ അവൻ ശിർക്ക് ചെയ്തു കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു, നമ്മുടെ വാക്കുകളിലൂടെ ശിർക്ക് സംഭവിക്കാം, നമ്മുടെ വിശ്വാസത്തിൽ ശിർക്ക് സംഭവിക്കാം. വിശ്വസിക്കുകയും വിശ്വാസത്തോട് ശിർക്കെന്ന നിർമ്മിതം കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്യുന്നവർ അവർക്കാണ് നിർഭയമുള്ളത്. നമ്മുടെ വിശ്വാസത്തിലൂടെ ശിർക്ക് സംഭവിക്കാം, നമ്മുടെ പ്രവർത്തനത്തിലൂടെ ശിർക്ക് സംഭവിക്കാം. അല്ലാഹുവിനെ നല്ല രൂപത്തിൽ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ അവൻ ശിർക്കില്ലാത്ത കർമ്മങ്ങൾ ചെയ്യട്ടെ. അല്ലാഹുവിനെ ചെയ്യുന്ന ഇബാദത്തിൽ ഒന്നിനെയും അവൻ പങ്കു ചേർക്കരുത്. ശിർക്കില്ലാത്ത കർമ്മങ്ങൾ ചെയ്യണം. അപ്പൊ നമ്മുടെ കർമ്മങ്ങൾ ഒരുപക്ഷെ ശിർക്കുണ്ടാകാം, നമ്മുടെ വിശ്വാസത്തിൽ ശിർക്കുണ്ടാകാം, നമ്മുടെ വാക്കുകളിൽ ശിർക്കുണ്ടാകാം. അപ്പൊ ശിർക്കിനെ പറ്റി സൂക്ഷിക്കുമ്പോൾ നമ്മുടെ വാക്ക്, നമ്മുടെ പ്രവർത്തനം, നമ്മുടെ വിശ്വാസം ശിർക്കിൽ നിന്ന് മുക്തമായിരിക്കണം. വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ വളരെ നിസ്സാരമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവനെ പറ്റി പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, സൃഷ്ടികളെ പറ്റി നമ്മൾ വിശേഷിപ്പിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവനെ പറ്റി പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, അല്ലാഹു അവനെ പറ്റി പഠിപ്പിക്കുന്നതാണ്. അല്ലാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ്. ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ വചനം ഉദ്ധരിച്ചുകൊണ്ടെന്ന് പറയുന്നു, ഇന്ന റബ്ബീ ഖരീബും മുജീബ്. എന്റെ റബ്ബ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ്. ഇന്ന റബ്ബീ ഖരീബും മുജീബ്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ് അല്ലാഹു. അമ്മൻ യുജീബുൽ മുൽതറ ഇദാ ദആ, കഷ്ടപ്പെടുന്നവൻ പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകുന്നവൻ ആരാണ്? അല്ലാഹുവിന്റെ ചോദ്യം എന്താ മറുപടി? അല്ലാഹു എന്നുള്ള മറുപടി അല്ലാതെ ഈ ആയത്തിലൂടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവൻ അല്ലാഹുവിനെ പറ്റി പഠിപ്പിക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ വളരെ ലാഘവത്തോടുകൂടെ അതിന്റെ ഗൗരവം ചിന്തിക്കാതെ 800 കൊല്ലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടുപോയ ശേഖബറുകളെ പറ്റി പാടി പഠിക്കുന്നു, വിശ്വസിക്കുന്നു. വല്ലയിടത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാതെ ദൂരം നൽകും ഞാനെന്നോവർ. എന്നോട് തേടുന്നതെപ്പോഴും എന്നാരെ തേടിയതെല്ലാം കൊടുത്തോവർ. 800 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ചു മരിച്ചു പോയ ഒരു ശൈഖും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നു. അല്ലാഹുവിനെ പറ്റി വിശേഷിപ്പിക്കുന്ന കാര്യം ശൈഖിനെ പറ്റി വിശേഷിപ്പിക്കുന്നു. അല്ലാഹു അവനെ പറ്റി പറഞ്ഞതാണ്. അല്ലാഹുവിന്റെ സ്വഭാവമാണ് ഇദാ അറാദ ശൈഅൻ യഖൂല ലഹു കുൻ ഫയകൂൻ. ഒരു കാര്യം ഉണ്ടാകണമെന്ന് അല്ലാഹു തീരുമാനിച്ചാൽ അതിനോട് കുൻ ഉണ്ടാകെ എന്ന് പറയുകയേ വേണ്ടി ഫയകൂനു, അപ്പോഴേക്കും അത് ഉണ്ടാകും. ഇത് അല്ലാഹുവിന്റെ സ്വഭാവമാണ്. അല്ലാഹുവിനെ പറ്റി പഠിപ്പിക്കുക. നമ്മൾ എന്ത് ചെയ്തു? 800 കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയ ശൈഖിനെ പറ്റിയിട്ടും പറഞ്ഞു.
എന്നുടേവൻ തന്റേകൾ ആകുന്നു ഞാൻ ചൊല്ലിൽ ആകും മതെന്നോവർ. ശൈഖവറുകളുടെയും സ്വഭാവമാണത്. അത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതല്ല, ശൈഖവർക്ക് അവകാശപ്പെട്ടതാണ്. ഈ രൂപത്തിലായി നമ്മുടെ നാട്ടുകാർമാർ അള്ളാഹു അവനെ പറ്റി പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ശൈഖവറുകളെ പറ്റി സാധാരണ നിലയിൽ പറയാറുണ്ട്, ഞങ്ങൾ മഹാന്മാരുടെ ഇസ്തിഹാസ ചെയ്യുന്നേ ഉള്ളൂ, ഞങ്ങൾ പ്രാർത്ഥിച്ചു ദുആ ചെയ്തു എന്നൊന്നും പറയാറില്ല. ബദർമാല എന്ന് പറയുന്ന ഒരു മാലയുണ്ട്, അതിൽ 25ാമത്തെ വരി എടുത്ത് നോക്കിയാൽ കാണാം, ബദരീങ്ങളിൽ ദുആ ചെയ്താൽ ഫലമുണ്ട്. എന്താ പാടുന്നത്? എന്നും കൊടുവാമുകന്തോർദീനത്തിൽ അവരെ വിളിച്ച് ദുആനെയിരുന്നെങ്കിൽ അന്നേരം തന്നെ ശിഫാകളെ കിട്ടാതെ ആയിട്ടതില്ല ഒരുത്തരുമെന്നോവർ. ഏത് കൊടിയ മുസീബത്തിൽ കുടുങ്ങിയവനും ബദരീങ്ങളെ വിളിച്ച് ദുആനെയിരുന്നെങ്കിൽ ദുആ ചെയ്താൽ അന്നേരം തന്നെ ശിഫാകളെ കിട്ടും. വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ട കാര്യമാണ്. എത്രത്തോളം നമ്മൾ ചിന്തിക്കണം. മരണസമയം ഏതൊരു മനുഷ്യനും ഏറ്റവും കൂടുതൽ വേവലാതിയും വെപ്രാളം ഉണ്ടാകുന്ന സമയമാണ് മരണത്തിന്റെ ഘട്ടം, അല്ലേ? വലിയ ഈമാൻ ഇസ്ലാമൊക്കെ പറയുമെങ്കിലും മരണത്തോട് അഭിമുഖീകരിക്കുമ്പോൾ ഏതൊരു മനുഷ്യനൊന്ന് പതറിപ്പോകും. എങ്ങനെയാണ് ആ സമയത്ത് നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടത്? നമ്മുടെ നാട്ടിൽ ഇങ്ങനെ മാലയുടെയും മൗലൂദിന്റെയും റാത്തീബുകളുടെയും ഇടയ്ക്കൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് ചൊല്ലി പഠിപ്പിച്ചിട്ടുണ്ട്. എന്ത്? മരണസമയത്ത് നമുക്ക് ബദരീങ്ങളുടെ സഹായമാണ് വേണ്ടത്. ആ സമയത്ത് മുഹീദ്ദീൻ ഷേഖിന്റെ സഹായം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളല്ലേ ഉള്ളൂ, ഒരാളെ കൊണ്ട് ഇപ്പൊ എന്തോരം പറ്റും? ബദരീങ്ങളാവുമ്പോ 313 ആളില്ലേ? ഒരാള് തിരക്കിലാണെങ്കിലും ബാക്കിയുള്ളവരുണ്ടല്ലോ. ദാഹം മൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂതിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന. മരണസമയത്ത് ബദരീങ്ങളുടെ തുണ ഞങ്ങൾക്ക് നൽകണം റബ്ബേ. കുടിവെള്ളവുമായി മരണത്തിന് മുഖാമുഖം കാണുമ്പോ, ദാഹം കൊണ്ട് പൊറുതുമുട്ടുമ്പോ വെള്ളക്കൂജയുമായി വന്ന് ഞങ്ങളുടെ ഈമാൻ തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഇബ്ലീസ് ലഈനിനെ ആട്ടി ഓടിക്കാൻ ബദരീങ്ങളുടെ തുണ ഞങ്ങൾക്ക് നൽകണം റബ്ബേ. ഇതാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ആദർശം. നമ്മൾ ചിന്തിച്ചു നോക്കി, അള്ളാഹു എന്താ പറയുന്നത്? മരണസമയത്ത് ആര് കൂടെയുണ്ടെന്ന് അള്ളാഹു പഠിപ്പിക്കുന്നത്? മരണസമയത്ത് അള്ളാഹു കൂടെയുണ്ട്. മരണസമയത്ത് എന്റെ നാഥൻ എന്നോടൊപ്പമുണ്ട്. ഈ ബോധം നമുക്കുണ്ടാകേണ്ടത്. എന്റെ റബ്ബ് എന്നോടൊപ്പമുണ്ട് എന്നുള്ള ബോധം. ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്ന് കേവലം കൈകാലികളിൽ പുരണ്ടാൽ കഴുകി വൃത്തിയാക്കി കളയുന്ന ചെളിമണ്ണായിരുന്ന ഒരു അവസ്ഥ എനിക്കുണ്ടായിരുന്നു. അതിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു ഇന്ദ്രിയത്തുള്ളിയാക്കി വളർത്തിയെടുത്തു. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിക്ഷേപിച്ചു. ഒരു മനുഷ്യക്കുട്ടിയായി, ഒരു ഭ്രൂണമായി, രക്തക്കെട്ടയായി, മാംസപിണ്ഡമായി, ഒരു ശിശുവായി രൂപപ്പെടുത്തി അല്ലാഹു അവന്റെ ആത്മാവിൽ നിന്ന് സന്നിവേശിപ്പിച്ചു. ജീവനുള്ള, അറിവുള്ള, കാഴ്ചയും കേൾവിയുമുള്ള, ഉദ്ദേശപൂർവ്വം കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തിയുള്ള, സംസാരിക്കാനുള്ള വൈഭവമുള്ള ഒരു മനുഷ്യനായി നമ്മളിവിടെ പിറന്നു വീണു. നമ്മളെ പടിപടിയായി പരിപൂർണതയിലേക്ക് വളർത്തിയെടുത്ത റബ്ബ്, ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ച് നമുക്ക് എന്താണ് വേണ്ടതെന്ന് അറിയുന്ന റബ്ബ്, ഇന്ദ്രിയത്തുള്ളിയായിരുന്ന ഘട്ടത്തിൽ നമുക്ക് എന്താണ് വേണ്ടതെന്ന് അറിയുന്ന റബ്ബ്, ആ റബ്ബ് കൂടെയുണ്ട് എന്ന വിശ്വാസമാണ് അല്ലാഹു പഠിപ്പിച്ചത്. സൂറത്തുൽ വാഖിഅയുടെ അവസാന ഭാഗത്ത് കാണാം, ഫലൗലാ ഇദാ ബലഗത്തുൽ ഹുൽഖൂം. റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുമ്പോ, ഒരു മനുഷ്യനിങ്ങനെ മരണത്തോട് മല്ലടിക്കുമ്പോ, മരണത്തെ മുഖാമുഖം കാണുമ്പോ, ചക്രശ്വാസം വലിക്കുമ്പോ സക്കറാത്തിന്റെ ഹാലിൽ അവന്റെ ആ അവസ്ഥ കണ്ടിട്ട് നിങ്ങളിതാ കണ്ണ് തുറച്ചു നോക്കിപ്പോകുന്നു. ഇതുവരെ അവന് വേണ്ടി പലതും ചെയ്തവരാണ്, അവനെ പലതും പറഞ്ഞ് സമാധാനിപ്പിച്ചവരാണ്. എന്നാൽ മരണത്തെ മുഖാമുഖം കണ്ടപ്പോ അവന് വേണ്ടി ഒന്നും പറയാനില്ല, അവന് വേണ്ടി ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ കണ്ണ് തുറച്ചു നോക്കിപ്പോകുന്നു. നിങ്ങൾക്കറിയണോ, നിങ്ങളെക്കാൾ നാം അവനോട് സമീപസ്ഥനാണ്, നിങ്ങളെക്കാളൊക്കെ ഞാനുണ്ട് അവന്റെ കൂടെ. മരണസമയത്ത് നമുക്ക് ഉമ്മയുടെ സഹായം കിട്ടുന്നില്ല, പാപ്പയുടെ സഹായം കിട്ടുന്നില്ല, നമ്മുടെ ഒരു കൂട്ടുകാരന്റെയും കൂട്ടുകാരുടെയും സഹായം കിട്ടുന്നില്ല.
എന്നാൽ അള്ളാഹു കൂടെയുണ്ട് എന്നുള്ള വിശ്വാസമാണ് നമുക്കുണ്ടാകുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു. ഇമാം തബ്രാനി ഉദ്ധരിക്കുന്ന ഹദീസ്, ശൈഖ് ഇബ്നു അബ്ദുൽ വഹാബ് തന്റെ അത്തൗഹീദിൽ ഉദ്ധരിച്ച ഹദീസാണ്. അഫ്ളലുൽ ഈമാൻ, ഏറ്റവും ശ്രേഷ്ഠമായ ഈമാൻ ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ? അഫ്ളലുൽ ഈമാനി അൻ തഅലമ അന്നല്ലാഹ മഅക ഹൈസുമാ കുൻത. നീ എവിടെയായിരുന്നാലും അള്ളാഹു നിന്നോട് കൂടെയുണ്ട് എന്ന് നീ അറിയലാണ്, നീ ഉറപ്പിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഈമാൻ. ഈ വിശ്വാസമാണ് ഈ ഉമ്മത്തിന് നഷ്ടപ്പെട്ടു പോയത്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിന്റെയും ചെങ്കടലിന്റെയും മുന്നിൽ അകപ്പെട്ടപ്പോ തൊട്ടുമുന്നിൽ അലമാലകൾ അലറിയടിക്കുന്ന അലമാലകളുള്ള ചെങ്കടൽ, പിന്നിൽ സർവായുധ സജ്ജനായ ഫിർഔനുമായി അവന്റെ സൈന്യങ്ങളും. ആ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാമിന്റെ അനുയായികൾ ചോദിച്ചു, മൂസാ, പാതിരാത്രി സമയത്ത് നിന്റെ വാക്ക് കേട്ട് ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാ, ഇന്നാലെ മുതലക്കുറൂ, ഞങ്ങളതാ പിടിക്കപ്പെട്ടല്ല മൂസാ, മുന്നിൽ ചെങ്കടലാണ്, പിന്നിൽ ഫിർഔനാണ്, രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. നാം മൂസാ നബി പറഞ്ഞത്, കല്ലാ ഇന്ന മഈ റബ്ബീ സയഹ്ദീൻ, നിങ്ങൾ ഭയപ്പെടണ്ട, എന്റെ റബ്ബെന്നോട് കൂടെയുണ്ട്, സയഹ്ദീൻ, അവൻ എനിക്ക് വഴി കാണിച്ചു തരും, അവനെന്നെ രക്ഷപ്പെടുത്തും. മൂസാ നബി അലൈഹിസ്സലാം പഠിപ്പിച്ച വിശ്വാസമാണത്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ അല്ലാഹു കൂടെയുണ്ട് എന്ന വിശ്വാസത്തിലാണ് രക്ഷപ്പെട്ടത്. ഹസ്ബിയല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്ന അവസരത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം സൗർ ഗുഹയിൽ അകപ്പെട്ടു. ശത്രുക്കൾ അന്വേഷിച്ച് ഗുഹയുടെ കവാടം വരെ എത്തി. ഗുഹയുടെ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ ശത്രുക്കളുടെ കാലടികൾ കാണാം. ആലിലഹോലകരത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാതുകളിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ മന്ത്രിച്ചു, ഏറ്റവും ശ്രേഷ്ഠമായ ഈമാൻ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അബൂബക്കർ, നീ പേടിക്കേണ്ട അബൂബക്കർ, അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. ഈ വിശ്വാസമാണ് മുസ്ലിം ഉമ്മത്തിന് നഷ്ടപ്പെട്ടു പോയത്. അല്ലാഹു കൂടെയുണ്ട് എന്ന വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടു. അല്ലാഹുവിന്റെ പ്രവാചകൻ അഫ്ളലുൽ ഈമാനായി പഠിപ്പിച്ച വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ നാടുകളിൽ അത് പഠിപ്പിക്കപ്പെടുന്നില്ല. സലഫി പ്രസ്ഥാനം മാത്രമാണ് ആ വിശ്വാസം ഇന്ന് ലോകത്തിന് മുമ്പിൽ പഠിപ്പിക്കുന്നത്. ഈ വിശ്വാസം നമ്മുടെ ഉമ്മമാരെ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഉമ്മമാരവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു സൃഷ്ടിയെ വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നില്ല. മുസ്ലിം ഉമ്മത്ത് പഠിപ്പിക്കുന്ന, പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന അല്ലാഹു ആരാ, എങ്ങനെയാണ് അല്ലാഹുവിനെ പറ്റി പരിചയപ്പെടുത്തേണ്ടത്, അല്ലാഹുവിനെ പറ്റി ചോദിക്കുന്നവനോട് പറയേണ്ട മറുപടി എന്താ, പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന അല്ലാഹുവിനെയാണ് വിശദീകരിച്ചു കൊടുക്കുന്നത്. ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. അല്ലാഹുവിനെ പറ്റി ചോദിച്ചു കൊടുത്താൽ അവന് ഒന്നാമതായി പറഞ്ഞു കൊടുക്കേണ്ട മറുപടി ഫഇന്നി ഖരീബ്, അല്ലാഹു സമീപസ്ഥനാണ് എന്ന മറുപടിയാണ്. ചോദിച്ച ആ മറുപടി പറഞ്ഞു കൊടുക്കണമെന്ന് അല്ലാഹു പറയുന്നു. പിന്നെ ഇങ്ങനെ വേറെ മറുപടി പറയുന്നു? എത്രത്തോളം സമീപസ്ഥൻ? മുസ്ലിം ഉമ്മത്ത് പരിചയപ്പെടുത്തുന്ന അല്ലാഹു ഏതാ? ഗൾഫ് നാടുകളിൽ നിന്ന് റെക്കമെൻഡ് ചെയ്തതാണോ? സാധാരണ ആളുകൾക്ക് ഗൾഫ് സാധനങ്ങളോട് ഒരു പ്രത്യേക മമതയും താല്പര്യമുണ്ട്. അല്ലെ, ഇന്ത്യൻ നിർമ്മിത സാധനങ്ങളോടില്ലാത്ത ചില താല്പര്യം, മെയ്ഡ് ഇൻ ചൈന, മെയ്ഡ് ഇൻ ജപ്പാൻ, USA എന്നൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ വലിയ താല്പര്യം. ഇപ്പൊ മുസ്ലിങ്ങൾക്ക് ഈ ഇന്ത്യ രാജ്യത്തുള്ള ദൈവമൊന്നും പറ്റാത്തതുകൊണ്ട് ഗൾഫിൽ നിന്ന് ഇറക്കുമതി ചെയ്തൊരു ദൈവം. അങ്ങനെയാണോ അല്ലാഹുവിനെ പറ്റി അല്ലാഹു പരിചയപ്പെടുത്തുന്നത്? അല്ല. സൂറത്തുൽ ഖാഫ് 16-ാമത്തെ വചനം മുതൽ നമ്മൾ വായിക്കണം. വലഖദ് ഖലഖനൽ ഇൻസാൻ, തീർച്ചയായിട്ടും മനുഷ്യനെ നാമാണ് സൃഷ്ടിച്ചത്. മുസ്ലിമിനെ എന്നല്ല പറഞ്ഞത്, സർവ മനുഷ്യരെയും നാമാണ് സൃഷ്ടിച്ചത്. അവന്റെ മനസ്സ് മന്ത്രിക്കുന്നത് പോലും നാം അറിയുന്നുണ്ട്. അവന്റെ മനസ്സിന്റെ മന്ത്രം എന്താണെന്ന് പോലും നാം അറിയുന്നുണ്ട്. അവന്റെ മനസ്സിന്റെ തോന്നൽ പോലും നാം അറിയുന്നുണ്ട്. അവന്റെ ജീവനാഡിയേക്കാൾ നാം അവനോട് സമീപസ്ഥനാണ്. അവന്റെ ജീവനാടി പോലും എന്നേക്കാൾ വിദൂരത്താണെന്ന് അല്ലാഹുവാ പഠിപ്പിക്കുന്നത്. ജീവനാടിയേക്കാൾ സമീപസ്ഥനായ അല്ലാഹു മുസ്ലിമിനോട് സമീപസ്ഥനെന്നല്ല പറഞ്ഞത്, സർവ മനുഷ്യനോടും
ഇവിടെയുള്ള കൃഷ്ണൻകുട്ടിയോടും ജോസഫിനോടും മുഹമ്മദിനോടും അബൂബക്കറിനോടും സർവ മനുഷ്യരോടും അവന്റെ ജീവനാടിയേക്കാൾ സമീപസ്ഥനാണ് അല്ലാഹു. ആ അള്ളാഹുവിനെ പറ്റിയിട്ടാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹോദരിമാർ, നമ്മുടെ ഉമ്മമാരി പരിശുദ്ധ ഖുർആനിന്റെ ആശയം പഠിച്ചിരുന്നെങ്കിൽ, അള്ളാഹുവിനെ പറ്റി അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് കൊടുത്തതുപോലെ മൂസാ നബി അലൈഹിസ്സലാം ചെങ്കടലിനും ഫിർഔനിനും നടുവിൽ വെച്ചുകൊണ്ട് തന്റെ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുത്തതുപോലെ, സൗർ ഗുഹയിൽ വെച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചു കൊടുത്തതുപോലെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൂറത്തുൽ ഖാഫിലൂടെ പഠിപ്പിക്കുന്നതുപോലെ അള്ളാഹുവിനെ പറ്റി അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും ജീവനാടിയേക്കാൾ സമീപസ്ഥനായ അള്ളാഹുവിനെ മാറ്റി നിർത്തി, മനസ്സിന്റെ മന്ത്രം പോലും അറിയുന്ന അള്ളാഹുവിനെ മാറ്റി നിർത്തി ഒരു സൃഷ്ടികളോടും പ്രാർത്ഥിക്കുമായിരുന്നില്ല. അതിനെന്താ ഖുർആൻ പഠിപ്പിക്കൂല? ഖുർആൻ പഠിപ്പിക്കൂല. എന്താ ഖുർആൻ പഠിച്ചാൽ പിഴച്ചു പോകും. ഈ കേരളത്തിലുള്ള പാവപ്പെട്ട ഉമ്മമാർക്കും ഉപ്പമാർക്കും അള്ളാഹുവിന്റെ വേദഗ്രന്ഥം പഠിക്കുവാനുള്ള അവസരമുണ്ടാക്കി സലഫി പ്രസ്ഥാനങ്ങൾ രംഗത്ത് വന്നപ്പോ ഖുർആനെ ഗ്ലാസിലാക്കി എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കാനാണ് നമ്മൾ തയ്യാറായത്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഹദീസുകളെ ഗ്ലാസിലാക്കി എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കാൻ പോലും തയ്യാറായി, അല്ലേ? അതിന്റെ ഫലം എന്താ? ഈ പാവപ്പെട്ട തലമുറ സമൂഹം ഖുർആൻ പഠിച്ചില്ല. ഖുർആൻ പഠിക്കാത്തതിലൂടെ സമൂഹത്തിന് നഷ്ടപ്പെട്ട ഏറ്റവും വലിയ അറിവ് അള്ളാഹുവിനെ പറ്റിയിട്ടുള്ള തിരിച്ചറിവാണ്. സൃഷ്ടിച്ച നാഥനെ പറ്റിയിട്ടുള്ള തിരിച്ചറിവ്, ജീവനാടിയേക്കാൾ സമീപസ്ഥനായ അള്ളാഹുവിനെ പറ്റിയിട്ടുള്ള തിരിച്ചറിവ് നഷ്ടപ്പെട്ടു. അതിന് പകരം എന്താ പഠിപ്പിച്ചത്? ശൈഖന്മാരെ പറ്റി പഠിപ്പിച്ചു. വേദനകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോ കുതുബിയത്തുമായി നടത്തി 1000 വട്ടം വിളിക്കാൻ പഠിപ്പിച്ചു. റിഫായി ശൈഖിനെ പറ്റി പഠിപ്പിച്ചു. സാധാരണ നിലയിൽ നമ്മുടെ നാട്ടിലുള്ള ഒരു സാധാരണക്കാരനോട് നമ്മുടെ ആത്മീയ നേതൃത്വം ആരാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയുന്ന കുറെ മറുപടികളുണ്ട്, അല്ലെ? ഒരു സാധാരണക്കാരോട് നമ്മുടെ മാതൃകാ പുരുഷൻ ആരാണ്, നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയും. എന്താ പറയുന്നത്? അബ്ദുൽ ഖാദിർ ജീലാനി, അഹമ്മദ് അൽ കബീർ റിഫായി, മമ്പുറം തങ്ങൾ, CM മടവൂർ, ഭീമാപ്പള്ളിയിലെ ഭീമാ ബീവിയും മാഹിൻ അബൂബക്കറും ഇവരെ ഒന്നും മാറ്റി നിർത്തിയിട്ടുള്ള ഒരു ഇസ്ലാം നമ്മുടെ ഉമ്മത്തിന് പരിചയമില്ല. ഈ ശേഖന്മാരില്ലെങ്കിൽ ഇസ്ലാം ഇല്ല എന്നുള്ളൊരു ധാരണയാണ്. ഇതാണ് നമ്മുടെ ഇസ്ലാമിന്റെ ആത്മീയ നേതൃത്വമായിട്ട് പലരും മനസ്സിലാക്കി വെച്ചത്. വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട കാര്യമാണ്. ഇവിടെ ഇപ്പോ പല പണ്ഡിതന്മാരെയും സുദീർഘമായി സംസാരിക്കാനുള്ള സമയമില്ല. സമയം നോക്കിങ്ങനെ വളരെ കുറച്ച് ഓരോ വിഷയങ്ങൾ പറഞ്ഞു പോവാം. ഓരോ പണ്ഡിതന്മാരും ഓരോ പേരുകളിലാണ് അറിയപ്പെടുന്നത്, അല്ലെ? ശംസുൽ ഉലമ, സുൽത്താനുൽ ഉലമ, ഖമറുൽ ഉലമ, നൂറുൽ ഉലമ, സൈനുൽ ഉലമ, ഇങ്ങനെയുള്ള ഓരോ പേരുകളിൽ പണ്ഡിതന്മാരെ അവതരിപ്പിക്കുക. എന്താ ഇതിന്റെ താല്പര്യം? പാവപ്പെട്ട സാധാരണക്കാരുടെ മനസ്സിൽ ഇവർ വലിയ മഹാന്മാരാണെന്നും ഇവർ സ്വർഗത്തിന്റെ അവകാശികളാണെന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കി കൊടുക്കുക. ഇതാ ലക്ഷ്യം. ഇതിനു വേണ്ടിയിട്ടാ പേര് കൊടുക്കുന്നത്. കാരണം എല്ലാരും പഠിപ്പിക്കുന്ന കിതാബ് തന്നെ ഇവരും പഠിച്ചിട്ടുള്ളൂ. ഈ ഫതഹുൽ മുഈൻ, തുഹ്ഫ, മഹല്ലി, ദലാലൈനി, ഇതൊക്കെ തന്നെ ഈ ശംസുൽ ഉലമ ആയാലും സുൽത്താനുൽ ഉലമ ആയാലും ഓതിയിട്ടുള്ളൂ. നമ്മൾ ഓർക്കണം, ചില പണ്ഡിതന്മാർക്ക് പ്രത്യേക പേര് കൊടുക്കുന്നത് എന്തുകൊണ്ടാ? ഇവര് വലിയ മഹാന്മാരും ഔലിയാക്കന്മാരും സ്വർഗത്തിന്റെ അവകാശികളുമാണ് എന്നുള്ള ധാരണ ഉണ്ടാക്കണം സമൂഹത്തിന്റെ മുന്നിൽ. ഞങ്ങളുടെ നാട്ടിൽ ഒരിക്കലും ഒരു സലഫി വന്നിട്ട് പ്രസംഗിച്ചു. മാലെ മൗലീദൊക്കെ ഓതി ശിർക്കും കുഫറും തൗഹീദും ബിദ്അത്തൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ പ്രസംഗിച്ചു. പ്രസംഗമൊക്കെ കഴിഞ്ഞ് അതിന് മറുപടി എന്ന നിലയ്ക്ക് സുന്നി പണ്ഡിതൻ പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചെന്നറിയോ? നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇദ്ദേഹം പ്രസംഗിച്ചത്, നമ്മൾ ചൊല്ലി വരുന്ന മാലയും മൗലൂദും കുത്തുബിയത്തുമൊക്കെ അതിൽ ശിർക്കും കുഫറും ബിദ്അത്തും ഒക്കെ ഉണ്ട്. നമ്മൾ ഓർക്കണം, ഈ കുത്തുബിയത്ത് നമുക്ക് നേതൃത്വം വഹിച്ചുകൊണ്ട് പതിറ്റാണ്ടുകളോളം നമുക്ക് ഖാലി സ്ഥാനം അലങ്കരിച്ച അബ്ദുറഹ്മാൻ ഉസ്താദ് നരകത്തിലാണോ? അബ്ദുൽ ഖാദർ ഉസ്താദ് നരകത്തിലാണോ? തഴവ ഉസ്താദ് നരകത്തിലാണോ? തഴവ ഉസ്താദ് നരകത്തിലാണെങ്കിൽ നമുക്കും പോകാം ആ നരകത്തിലേക്ക്. അബ്ദുറഹ്മാൻ ഉസ്താദ് നരകത്തിലാണെങ്കിൽ നമുക്കും പോകാം ആ നരകത്തിലേക്ക്. അബ്ദുൽ ഖാദർ ഉസ്താദ് നരകത്തിലാണെങ്കിൽ നമുക്കും പോകാം ആ നരകത്തിലേക്ക്. എത്ര ചങ്കൂറ്റത്തോടു കൂടെയാ പറയുന്നത്. നമ്മൾ ഓർക്കണം, ഏതെങ്കിലും ഒരു പണ്ഡിതന് സ്വർഗം നൽകാമെന്നുള്ള കരാർ അല്ലാഹു ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും കോളേജുകളിൽ പോയി സനദ് വാങ്ങി വന്നാൽ ഏതെങ്കിലും ഒരു ശംസുൽ ഉലമയെന്നോ ഖമറുൽ ഉലമയെന്നോ സുൽത്താനുൽ ഉലമയെന്നോ പേരുണ്ടെങ്കിൽ അവന് സ്വർഗം കൊടുക്കാമെന്ന കരാർ അല്ലാഹു ചെയ്തിട്ടുണ്ടോ? ആ പണ്ഡിതനെ പിൻപറ്റിയാൽ സ്വർഗം നൽകാമെന്നുള്ള ഒരു കരാർ അല്ലാഹു ചെയ്തിട്ടുണ്ടോ? വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കണം. എന്നാൽ അല്ലാഹു സ്വർഗം നൽകാമെന്ന് കരാർ ചെയ്ത ചിലരുണ്ട്. അവരെ പറ്റി നമ്മുടെ മുന്നിൽ പഠിപ്പിക്കുന്നില്ല. ആരാണവർ?
ആരാണ് അല്ലാഹു സ്വർഗം നൽകാമെന്ന് കരാർ ചെയ്തിട്ടുള്ളത്? സൂറത്ത് തൗബയുടെ 100-ാമത്തെ വചനം, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു വഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രീ തഹ്തഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദാ ദാലികൽ ഫൗസുൽ അമീൻ. ആദ്യമായി ദീനിലേക്ക് കടന്നു വന്ന മുഹാജിറുകളും അൻസാറുകളുമായ സഹാബാക്കൾ സർവ്വവിധ പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് വളരെയധികം ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പലർക്കും സ്വന്തം നാട് ഉപേക്ഷിക്കേണ്ടി വന്നു, സ്വന്തം സമ്പാദ്യം മുഴുവൻ ത്യജിക്കേണ്ടി വന്നു, സ്വന്തം കുടുംബത്തെ കൈയൊഴിക്കേണ്ടി വന്നു. അല്ലാഹുവിന്റെ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി നാടും വീടും കുടുംബവും സമ്പത്തും ഉപേക്ഷിച്ചുകൊണ്ട് ഹിജറ പോകുന്നവർ അവർ മദീനയിലെത്തിയാൽ സ്വന്തം സഹോദരന്മാരെ പോലെ സ്വീകരിച്ച അൻസാറുകൾ. 2 വീടുള്ള അൻസാരി ഒരു വീട് തന്റെ സഹോദരനായ മുഹാജിറിന് കൊടുത്തുകൊണ്ടാ സ്വീകരിക്കുന്നത്. 2 ഭാര്യമാരുള്ളവൻ ഒരു ഭാര്യയെ തലാക്ക് ചൊല്ലിയിട്ട് യുദ്ധപൂർത്തിയാകുമ്പോ തന്റെ മുഹാജിറായ സഹോദരന് വിവാഹം ചെയ്തു കൊടുക്കുന്നു. തന്റെ കച്ചവടത്തിലും കൃഷിയിലും തന്റെ സഹോദരനായ മുഹാജിറിന് ഒരു പങ്ക് കൊടുക്കുകയാണ്. എത്രത്തോളം സ്വന്തം കുടുംബത്തിന് പട്ടിണി കിട്ടുകൊണ്ട് മുഹാജിറിന് ഭക്ഷണം കൊടുത്ത ചരിത്രം പോലും അൻസാരികളുടെ ചരിത്രത്തിൽ നമുക്ക് കാണാം. ഈ രൂപത്തിൽ ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്ന മുഹാജിറുകളും അൻസാറുകളുമായ സഹാബാക്കൾ സത്യസന്ധരെന്നും വിജയികളെന്നും അല്ലാഹു സാക്ഷ്യപ്പെടുത്തിയ മുഹാജിറുകളും അൻസാറുകളും അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് സ്വന്തം സമ്പാദ്യം മുഴുവനും കൈയൊഴിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ ചെയ്തിട്ടുള്ള സാധുക്കളായ മുഹാജിറുകൾ, അള്ളാഹുവിനെയും റസൂലിനെയും സഹായിക്കാൻ വേണ്ടി ഹിജ്റ ചെയ്ത മുഹാജിറുകൾ, അവരാണ് യഥാർത്ഥ സത്യസന്ധന്മാരെന്ന് അള്ളാഹു സാക്ഷ്യപ്പെടുത്തുകയാണ്. നമ്മൾ ചിന്തിക്കണം, ഈ രൂപത്തിലുള്ള മുഹാജിറുകളും അൻസാറുകളുമായ സഹാബാക്കൾ മുഹാജിറുകളും അൻസാറുകളുമായ സഹാബാക്കൾ വല്ലദീന തബഊഹും ബിഇഹ്സാൻ ഏറ്റവും നല്ല രൂപത്തിലുള്ളവരെ പിന്തുടർന്നിട്ടുള്ളവരും റളിയല്ലാഹു അൻഹും വറളൂ അൻ അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അല്ലാഹുവെ അവരും തൃപ്തിപ്പെട്ടിരിക്കുന്നു. വഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രീ തഹ്തഹൽ അൻഹാർ അവർക്കാണ് അല്ലാഹു താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗീയ ആരാമങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗം നൽകാമെന്ന് കരാർ ചെയ്തവർക്കാണ്. മുഹാജിറുകളും അൻസാറുകളുമായ സഹാബാക്കൾക്കും ഏറ്റവും നല്ല രൂപത്തിൽ അവരെ പിന്തുടരുകയും ചെയ്തിട്ടുള്ളത്. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ദീൻ പിന്തുടരേണ്ടത് മുഹാജിറുകളും അൻസാറുകളുമായ സഹാബത്തിന്റെ ദീനാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹോദരിമാർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് മുഹാജിറുകളും അൻസാറുകളുമായ സഹാബാക്കൾക്കും ഏറ്റവും നല്ല രൂപത്തിൽ അവരെ പിന്തുടരുകയും ചെയ്യുന്ന സഹാബത്തിനാണ്. പക്ഷെ അവരെ പറ്റി നമ്മുടെ നാടുകളിൽ പഠിപ്പിക്കപ്പെടുന്നില്ല. നമ്മുടെ നാടുകളിൽ പിന്നെ ആരെ പറ്റിയിട്ടാണ് പഠിപ്പിക്കുന്നത്? ഏതെങ്കിലും ത്വരീഖത്തിന്റെ ശൈഖന്മാരെ പറ്റി, ജീലാനി ദിനവും റിഫായി ദിനവും അതുപോലെ പലതരത്തിലുള്ള ആണ്ടു നേർച്ചകളും CM മടവൂരും മമ്പുറന്തങ്ങളും തുടങ്ങിയിട്ടുള്ള ആളുകളെ പറ്റിയിട്ടാണ് നമ്മുടെ നാടുകളിൽ പഠിപ്പിക്കപ്പെടുന്നത്. മുഹാജിറുകളും അൻസാറുകളുമായ സഹാബത്ത് അവരുടെ ദീൻ എന്തായിരുന്നു, അവരുടെ വിശ്വാസങ്ങൾ എന്തായിരുന്നു, അവരുടെ ആചാരങ്ങൾ എന്തായിരുന്നു, അവരുടെ ആഘോഷങ്ങൾ എന്തായിരുന്നു, അത് പിൻപറ്റുന്നവർക്ക് സ്വർഗം നൽകാമെന്നാണ് അല്ലാഹു കരാർ ചെയ്തിട്ടുള്ളത്. അതിവിടെ പഠിപ്പിക്കപ്പെടുന്നില്ല. നമ്മൾ പഠിക്കണം. അവരുടെ ചരിത്രം പഠിച്ച് അവരുടെ ദീനി ആവേശത്തിന്റെ 100% ആവേശം നമുക്കുണ്ടാകുമായിരുന്നെങ്കിൽ ഈ രൂപത്തിലുള്ള അപജയം, സൃഷ്ടികളോടുള്ള പ്രാർത്ഥന, കബറുകൾ കെട്ടിപ്പൊക്കൽ, അതിനെ ജാറം മൂടൽ, അതിന്റെ മുകളിൽ പുഷ്പാർച്ചന നടത്തൽ, സുജൂദ് ചെയ്യൽ, തവാഫ് ചെയ്യൽ, നന്മകളോടുള്ള പ്രാർത്ഥന, ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. നമ്മുടെ മാതൃകാ പുരുഷന്മാരുടെ ചരിത്രം പഠിച്ചിരുന്നെങ്കിൽ, അവരുടെ ദീൻ എന്താണെന്ന് പഠിച്ചിരുന്നെങ്കിൽ, അത് നമ്മൾ പഠിക്കുന്നില്ല. അറിയോ നമുക്ക് സുഹൈബ് റളിയല്ലാഹു അൻഹുവിനെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ പോയ സുഹൈബ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. തന്റെ കുതിരപ്പുറത്ത് യാത്രയ്ക്കുള്ള സാധന സാമഗ്രികളെല്ലാം എടുത്തു വെച്ചുകൊണ്ട് ഹിജ്റയ്ക്കുള്ള യാത്ര ആരംഭിച്ചപ്പോൾ ശത്രുക്കൾ അദ്ദേഹത്തെ വളഞ്ഞു. സുഹൈബ് റളിയല്ലാഹു അൻഹു തന്റെ ആവനാഴിയിൽ നിന്നും 40 അമ്പുകൾ ഊരിയെടുത്തിട്ട് പറഞ്ഞു, ഈ മക്കയിൽ ഏറ്റവും വലിയ വില്ലാളി വീരനും വിജിഗീഷവുമാണ് ഞാൻ. ഇന്നുവരെ സുഹൈബ് എഴുതിവിട്ടിട്ടുള്ള ഒരു അമ്പും ലക്ഷ്യം തെറ്റിയിട്ടില്ല.
അതുകൊണ്ട് നിങ്ങൾ എന്നെ തടയാൻ തുനിഞ്ഞാൽ 40 അമ്പ് കൊണ്ട് 40 പേരെ ഞാൻ വകവരുത്തും. അത് കഴിഞ്ഞാൽ എന്റെ ഉറയിൽ നിന്ന് ഞാൻ വാട് വലിച്ചൂരി വെട്ടും. ഭീഷണിപ്പെടുത്തി നോക്കി. 10-100 കണക്കിന് ആളുകൾ വളഞ്ഞിരിക്കുന്നിടത്ത് 40 അമ്പ് കൊണ്ട് എന്ത് ചെയ്യാനാ? അവര് വഴങ്ങില്ല. സുഹൈബ് റളിയല്ലാഹു അൻഹു അവസാനത്തെ തന്ത്രം പ്രയോഗിച്ചു. ഈ മക്കയിലുള്ള എന്റെ സമ്പത്ത് മുഴുവനും നിങ്ങൾ എടുത്തോ, എന്റെ ശരീരം മാത്രം എനിക്ക് വിട്ടു തന്നാ മതി. നമ്മൾ ഓർക്കണം, നമ്മുടെ മാതൃകാ പുരുഷന്റെ ചരിത്രം പഠിക്കുന്നത് ഇതാ നമ്മൾ പഠിക്കേണ്ടത്. അവരെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. അങ്ങനെ ഈ കരാറിൽ സമ്പത്ത് മുഴുവനും ശത്രുക്കൾക്ക് വിട്ടുകൊടുത്ത് യാത്രയ്ക്ക് വേണ്ടി എടുത്തുവെച്ച ഭക്ഷണ സാധനങ്ങൾ പോലും കുതിരപ്പുറത്ത് നിന്ന് ശത്രുക്കളുടെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഹിജ്റ പോവുകയാണ് സുഹൈബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ സുഹൈബ് റളിയല്ലാഹു അൻഹു മരുഭൂമിയിലൂടെ കിലോമീറ്ററുകൾ യാത്ര ചെയ്തുകൊണ്ട് മദീനയുടെ അതിർത്തിയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ഓതിക്കൊടുക്കുന്നു സൂറത്തുൽ ബഖറയുടെ 207-ാമത്തെ വചനം. വമിനന്നാസി യശ്തരീ വമിനന്നാസി മൻ യശ്തരീ നഫ്സഹു ഇബ്തിഗാഅ മർളാത്തില്ലാഹി വല്ലാഹു റഊഫും ബിൽ ഇബാദ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്വന്തം ശരീരം കച്ചവടം ചെയ്യുന്നവർ ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് നബിയെ. അല്ലാഹു അവന്റെ അടിമകളോട് ഏറ്റവും പൊറുക്കുന്നവരാണ്, കൃപ ചെയ്യുന്നവരാണ്. ഈ ആയത്ത് അവതരിച്ചപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ മദീനയുടെ അതിർത്തിയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് സുഹൈബ് റളിയല്ലാഹു അൻഹുവിനെ സ്വാഗതം ചെയ്യുകയാണ്. റബിഹൽ ബൈഉ യാ അബാ യഹ്യാ, അബാ യഹ്യാ, നിന്റെ കച്ചവടം ലാഭകരമായല്ലോ, അല്ലാഹു സ്വീകരിച്ചല്ലോ. അബാ യഹ്യാ ഓമന പേര് വിളിച്ചുകൊണ്ടൊന്ന് സ്വീകരിക്കുക. ഇവരാ നമ്മുടെ മാതൃകാ പുരുഷന്മാർ. ഇവരെ പറ്റിയാ നമ്മൾ പഠിക്കേണ്ടിയിരുന്നത്. ഉമർ ഇബ്നു അബീ വഖാസ്, വെറും 16 വയസ്സ് മാത്രം പ്രായമുള്ള ഉമർ ഇബ്നു അബീ വഖാസ് ബദർ രണാങ്കണത്തിൽ 1000-ഓളം വരുന്ന ആചാരുബാഹുക്കളായ ശത്രുക്കളെ നേരിടാൻ വേണ്ടി 16 ദിവസത്തെ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ഒട്ടിയ വയറും വരണ്ട തൊണ്ടയുമായി ഏതാനും എരിമ്പിച്ച ഉണങ്ങിയ ഒട്ടകങ്ങളും കുതിരകളുമായി രണാങ്കണത്തിലേക്ക് ഇറങ്ങുകയാണ് 313-ഓളം വരുന്ന സഹാബാക്കൾ. ആ കൂട്ടത്തിൽ 16 വയസ്സ് മാത്രം പ്രായമുള്ള ഉമർ ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ അണിപരിശോധിക്കുക. ആ സമയത്ത് ഉമർ ഇബ്നു അബീ വഖാസ് എന്ന 16 വയസ്സുകാരൻ മുതിർന്ന സഹാബികളുടെ പിന്നിൽ ഒളിക്കുകയാണ്, റസൂലിന്റെ കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടി. കണ്ട റസൂലിനെ സമ്മതിക്കൂല. പക്ഷെ റസൂലിനെ പിടിച്ചു. മകനെ നീ വീട്ടിലേക്ക് മടങ്ങിപ്പോകണം ഉമർ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉമർ ഇബ്നു അബീ വഖാസ് പൊട്ടിക്കരഞ്ഞു. അല്ലാഹുവിന്റെ റസൂലേ, മക്കയുടെ തെരുവീഥികളിൽ താങ്കളുടെ കഴുത്തിലേക്ക് ചീഞ്ഞൊളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാലകൾ ഇട്ടുകൊണ്ട് താങ്കളെ പരിഹസിച്ച അബൂജഹലിനോടും മുത്ബത്തിനോടും ശൈബത്തിനോടും എനിക്ക് ഏറ്റുമുട്ടണം റസൂലേ. 16 വയസ്സുകാരനായ ഉമർ ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ശാഠ്യം പിടിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സമ്മതം കൊടുത്തു. ആ ഉമർ ഇബ്നു അബീ വഖാസ് അബൂജഹലിനോട് ഏറ്റുമുട്ടി, മുത്ബത്തിനോട് ഏറ്റുമുട്ടി, ശൈബത്തിനോട് ഏറ്റുമുട്ടി 70-ലധികം മുറിവുകളിൽ ഏറ്റുവാങ്ങി ബദർ രണഭൂമിയിൽ ഷഹീദായി വീഴുകയാ. ഇവരാ നമ്മുടെ മാതൃകാ പുരുഷന്മാർ. കേട്ടിട്ടുണ്ടോ അംർ ഇബ്നു ജമൂഹിന്റെ ചരിത്രം? വികലാംഗനായ അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹു ഉഹദ് രണാങ്കണത്തിൽ 4000-ഓളം വരുന്ന ശത്രുക്കളോട് ഏറ്റുമുട്ടി മുറിവുകൾ ഏറ്റുവാങ്ങി ഉഹദിന്റെ മരുഭൂമിയിൽ ഷഹീദായി വീഴുകയാണ്. ഇവരാ നമ്മുടെ മാതൃകാ പുരുഷന്മാർ. ഉഹദ് മലയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് മുഹമ്മദ് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് അബൂ സുഫിയാൻ വിളിച്ചു പറഞ്ഞപ്പോൾ മുസ്ലിം സൈന്യങ്ങളാകെ പതറിപ്പോയി. അവരുടെ ഭാര്യമാരുടെ കൂടാരങ്ങളിൽ നിന്നുകൊണ്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. എല്ലാവരും സങ്കടപ്പെട്ട് കരയുകയാണ്, നിലവിളി ഉയർന്നു. ആ സമയത്ത് കൂട്ടത്തിൽ നിന്ന് സമീറാ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹ എഴുന്നേറ്റ് നിന്നിട്ട് അവരെ സമാധാനിപ്പിച്ച്, നിങ്ങൾ കരയരുത്, ഞാൻ പോയി പ്രവാചകന്റെ നിജസ്ഥിതി എന്തെന്ന് അന്വേഷിച്ചു വരാം. സമീറാ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹ ഉഹദ് രണഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്. 70-ലധികം സഹാബാക്കൾ കൊല്ലപ്പെട്ട് കിടക്കുന്നു. അവരുടെ മയ്യത്തുകൾക്കിടയിലൂടെ പ്രവാചകൻ അന്വേഷിച്ചുകൊണ്ട് സമീറാ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹ പോവുകയാണ്. നമ്മൾ ഓർക്കണം, അവരുടെ പിതാവും അവരുടെ പുത്രനും അവരുടെ സഹോദരനും അവരുടെ പ്രിയതമനായ ഭർത്താവും അല്ലാഹുവിന്റെ റസൂലിനെ സഹായിക്കാൻ രണഭൂമിയിലുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനെ അന്വേഷിച്ചുകൊണ്ട് അവർ പോകുമ്പോൾ അവർ കേൾക്കുന്ന വാർത്ത എന്താണ്? വേദനിക്കുന്ന വാർത്തകളാണ് അവർ കേൾക്കുന്നത്. നിന്റെ ഭർത്താവതാ കൊല്ലപ്പെട്ട് കിടക്കുന്നു സമീറാ. ഭർത്താവിന്റെ മരണവാർത്ത അവൾ കേൾക്കുകയാണ്. നിന്റെ പ്രിയപ്പെട്ട പുത്രനതാ കൊല്ലപ്പെട്ട് കിടക്കുന്നു, നിന്റെ പിതാവതാ കൊല്ലപ്പെട്ട് കിടക്കുന്നു, നിന്റെ സഹോദരനതാ രണഭൂമിയിൽ കൊല്ലപ്പെട്ട് കിടക്കുന്നു. പക്ഷെ ഇതെല്ലാം അവൾ കേൾക്കുമ്പോൾ അവർ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ മാ ഫഅല റസൂലുള്ളാഹ്.
അള്ളാഹുവിന്റെ റസൂലിന് എന്തു പറ്റി എന്നാണ് എനിക്കറിയേണ്ടത്. എന്റെ പിതാവ് കൊല്ലപ്പെട്ടത് എനിക്ക് പ്രശ്നമല്ല, എന്റെ ഭർത്താവ് കൊല്ലപ്പെട്ടത് എനിക്ക് പ്രശ്നമല്ല, എന്റെ സഹോദരൻ കൊല്ലപ്പെട്ടത് എനിക്ക് പ്രശ്നമല്ല, എന്റെ പൊന്നോമന മകന്റെ വേർപാട് എനിക്ക് പ്രശ്നമല്ല. അള്ളാഹുവിന്റെ റസൂലിന് എന്തു പറ്റി എന്നാണ് എനിക്കറിയേണ്ടത്. അള്ളാഹുവിന്റെ റസൂലിനെ എനിക്ക് കാണിച്ചു തരൂ എന്ന് പറഞ്ഞുകൊണ്ട് സമീറാവിന്റെ പൈസ ശാഠ്യം പിടിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ഇരിക്കുന്ന ടെന്റിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ പ്രവാചകന്റെ കവിൾത്തടത്ത് നിന്ന് യുദ്ധത്തിലേറ്റ പരിക്ക് മൂലം രക്തം ഇങ്ങനെ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും പ്രവാചകനെ സുരക്ഷിതനായി കണ്ടപ്പോൾ പ്രവാചകന്റെ അടുക്കലേക്ക് ഓടിച്ചെന്നുകൊണ്ട് പ്രവാചകന്റെ പടക്കുപ്പായം പിടിച്ചു കുലുക്കിക്കൊണ്ട് സമീറാബിന്റെ കൈസർ റളിയല്ലാഹു അൻഹു പറയുകയാ, യാ റസൂലല്ലാഹ് كل مصيبة بعدك جلل كل مصيبة بعدك جلل كل مصيبة بعدك جلل يا رسول الله. താങ്കൾ സുരക്ഷിതനാണെങ്കിൽ എല്ലാ മുസീബത്തും എനിക്ക് നിസാരമാണ് റസൂലേ. താങ്കൾ സുരക്ഷിതനാണെങ്കിൽ എന്റെ പിതാവ് കൊല്ലപ്പെട്ടാൽ എനിക്ക് പ്രശ്നമല്ല, എന്റെ ഭർത്താവിന്റെ വേർപാട് എനിക്ക് പ്രശ്നമല്ല, എന്റെ സഹോദരന്റെയും എന്റെ പൊന്നോമന മകന്റെയും വേർപാട് എനിക്ക് പ്രശ്നമല്ല റസൂലേ എന്ന് പറയുകയാണ് സമീറാബിന്റെ കൈസർ റളിയല്ലാഹു അൻഹ. അവരാണ് സഹോദരങ്ങളെ നമ്മുടെ മാതൃകാ പുരുഷന്മാർ, അവരാണ് സഹോദരിമാരെ നമ്മുടെ മാതൃകാ പുരുഷന്മാർ. അവരുടെ വിശ്വാസം എന്താണെന്നാണ് നമ്മൾ പഠിക്കേണ്ടത്, അവരുടെ ഇബാദത്തുകൾ എന്താണെന്നാണ് നമ്മൾ പഠിക്കേണ്ടത്, അവരുടെ ആചാരങ്ങൾ എന്താണെന്നാണ് നമ്മൾ പഠിക്കേണ്ടത്, അവരുടെ ആഘോഷങ്ങൾ എന്താണ് പഠിക്കേണ്ടത്. അവരെ പിന്തുടരുന്നവർക്ക് സ്വർഗം നൽകാറുന്ന കരാറാണ് അല്ലാഹു ചെയ്തിട്ടുള്ളത്. المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. മുഹാജിറുകളായ സഹാബാക്കൾ, അൻസാറുകളായ സഹാബാക്കൾ, ഏറ്റവും നല്ല രൂപത്തിൽ അവരെ പിന്തുടർന്നിട്ടുള്ളവർ റളിയല്ലാഹു അൻഹും, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, വറളൂ അൻഹു, അല്ലാഹു അവരിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗീയ ആരാമങ്ങൾ അവർക്കാണ് അല്ലാഹു തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യത്തിലുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും സഹോദരിമാരോടും നാളെ നേരം വിളിക്കുമ്പോൾ ഏതെങ്കിലും സംഘടനയെ ചീത്ത പറയണമെന്നോ ഏതെങ്കിലും മഹല്ലുകളെ അധിക്ഷേപിക്കണമെന്നോ ഒന്നും നിങ്ങളോട് പറയുന്നില്ല. നിങ്ങളോട് സുന്നിയാവണമെന്നോ മുജാഹിദാകണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പറയുന്ന ഒരൊറ്റ കാര്യം, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മാതൃകയായി പഠിപ്പിച്ചിട്ടുള്ള, ആരെ പിൻപറ്റിയാലാണോ സ്വർഗം നൽകാമെന്ന് പഠിപ്പിച്ചിട്ടുള്ളത്, ആ മുഹാജിറുകളും അൻസാറുകളുമായ സഹാബത്തിന്റെ ദീൻ പിന്തുടരാൻ നമ്മൾ ശ്രമിക്കുക. നമ്മൾ ഓർക്കണം, അവരുടെ ദീനിൽ സൃഷ്ടികളോടുള്ള പ്രാർത്ഥനയില്ല, അവരുടെ ദീനിൽ കെട്ടിപ്പൊക്കിയ ഖബറുകളില്ല, അവരുടെ ദീനിൽ റാത്തീബുകളും മൗലൂദുകളും ഖുതുബിയ്യത്തുമില്ല, അവരുടെ ദീനിൽ നബിദിനാഘോഷമില്ല, അവരുടെ ദീനിൽ ജീലാനി ദിനാഘോഷമില്ല. നൂറായിരം ആചാരങ്ങൾ ദീനിന്റെ ഭാഗമായി പഠിപ്പിക്കുമ്പോൾ കെട്ടിപ്പൊക്കിയ ഖബറുകൾ, ഖബറിന്റെ മുകളിൽ പട്ടുവിളക്കൽ, അതിന്റെ മുകളിൽ പുഷ്പാർച്ചന നടത്തൽ, ഖബറുകൾക്ക് സുജൂദ് ചെയ്യൽ, തവാഫ് ചെയ്യൽ, മൺമറഞ്ഞവരോടുള്ള പ്രാർത്ഥന, ഖുതുബിയ്യത്ത് നടത്തൽ, ആണ്ടുനേർച്ച നടത്തൽ, റാത്തീബുകളും മൗലൂദുകളും നടത്തൽ, മാലപ്പാട്ടുകൾ പാടൽ, ഇതൊക്കെ ദീനിന്റെ ഭാഗമായി പഠിപ്പിക്കുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മാതൃകയായി പഠിപ്പിച്ച മുഹാജിറുകളുടെയും അൻസാറുകളുടെയും ദീനിൽ ഈ ആചാരങ്ങളൊന്നുമില്ല. അതൊന്നും നമ്മൾ പിന്തുടരരുത്. നമ്മൾ പിന്തുടരേണ്ടത് മുഹാജിറുകളും അൻസാറുകളുമായ സഹാബത്തിന്റെ ദീനാണ്. ഈ ഒരു കാര്യം നമ്മൾ ഉറപ്പുവരുത്തിയാൽ, മുഹാജിറുകളെയും അൻസാറുകളെയും പിൻപറ്റാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് സ്വർഗം നൽകാമെന്ന അള്ളാഹുവിന്റെ കരാറ. ആരുടെ സർട്ടിഫിക്കറ്റ് വേണ്ട, സമസ്തയുടെയോ സംസ്ഥാനയുടെയോ സലഫികളുടെയോ ജമാഅത്തെ ഇസ്ലാമിയുടെയോ തബ്ലീഗിന്റെയോ ഒന്നും സർട്ടിഫിക്കറ്റ് നമുക്ക് വേണ്ട. അള്ളാഹു സ്വർഗം നൽകാമെന്ന കരാർ നമ്മളോട് ചെയ്തിരിക്കുന്നു. ആ ഒരു തീരുമാനം നമ്മൾ എടുക്കണം. നമ്മുടെ വിജയത്തിന് വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത്. ആരെയും പരിഹസിക്കാനും വ്യക്തിപരമായി അധിക്ഷേപിക്കുവാൻ ഒരു വാക്ക് പോലും ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരും ജീവിതത്തിന്റെ നിർണായകമായിട്ടുള്ള തീരുമാനമെടുക്കണം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ 7 ഘട്ടങ്ങളാണുള്ളത്. 7 ഘട്ടങ്ങൾ. ഒരു മനുഷ്യന് 7 ഘട്ടങ്ങളുടെ ജീവിതത്തിൽ. അതിലേറ്റവും നിർണായകമായ ഘട്ടമാണ് നമ്മൾ തരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതാണ് 7 ഘട്ടങ്ങൾ? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പരിശുദ്ധ ഖുർആനിൽ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ വചനം ഉദ്ധരിച്ചുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. 7 ഘട്ടങ്ങളുണ്ട് മനുഷ്യന്റെ ജീവിതത്തിൽ. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി? നിങ്ങൾ അല്ലാഹുവിന് ഒരു ഗൗരവവും കൊടുക്കുന്നില്ലല്ലോ. എന്താണ് നിങ്ങൾക്ക് പറ്റിപ്പോയത്? വഖദ് ഖലഖനാകും അത്വാറ, നിങ്ങളെ ഘട്ടം ഘട്ടമായിട്ടാണ് അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്.
തുടർന്ന് അല്ലാഹു ചോദിക്കുന്നത് അലം തറൂ കൈഫ ഖലഖല്ലാഹു സബ്അ സമാവാതിൻ തിബാഖാ, ആകാശത്തെ 7 തട്ടുകളായി സൃഷ്ടിച്ചത് നിങ്ങൾ കാണുന്നില്ലേ? അല്ലാഹുവിന്റെ ചോദ്യമാണ്. ഓ മനുഷ്യ, നമ്മുടെ ജീവിതത്തിൽ തുടക്കം മുതൽ ഒടുക്കം വരെ 7 ഘട്ടങ്ങൾ നമ്മൾ തരണം ചെയ്യേണ്ടതുണ്ട്. ഒന്നാമത്തെ ഘട്ടം ആദം നബി അലൈഹിസ്സലാമിന്റെ മുതുകിൽ നിന്ന് അല്ലാഹു നമ്മളെ പുറത്തു കൊണ്ടുവന്ന സമയമാണ്. സൂറത്തുൽ ആറാഫിൽ ആ ഘട്ടം വളരെ വിശദമായി അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. വഇദാ ഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ദുഹൂരിഹിം ദുർരിയതഹും, ആദമിന്റെ മക്കളെ ആദമിന്റെ മുതുകിൽ നിന്ന് നാം പുറത്തു കൊണ്ടുവന്നതായ സന്ദർഭം ശ്രദ്ധേയമാകുന്നു. എന്നിട്ട് അല്ലാഹു എന്താണ് ചെയ്തത്? വഅശ്ഹദഹും അലാ അൻഫുസിഹിം, ശ്രദ്ധയോടെ കേൾക്കണം. വഅശ്ഹദഹും അലാ അൻഫുസിഹിം, എന്താണ് അല്ലാഹു ചെയ്തത്? അവരുടെ മേൽ തന്നെ അല്ലാഹു അവരെ സാക്ഷ്യപ്പെടുത്തി. എന്നിട്ട് അല്ലാഹു ചോദിച്ചു, അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ്? ഞാനല്ലാത്ത വല്ല റബ്ബിനെയും നിങ്ങൾ കാണുന്നുണ്ടോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിച്ച ചോദ്യം അതാണ്. എന്താ നമ്മൾ മറുപടി പറഞ്ഞത്? നീയാണ് ഞങ്ങളുടെ റബ്ബ്, ഞങ്ങൾ സാക്ഷിയാണ്. നീയല്ലാത്ത ഒരു റബ്ബിനെയും ഞങ്ങൾ കാണുന്നില്ല. റബ്ബിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി മനസ്സിലാക്കിയത് അങ്ങനെയാണ്. മനുഷ്യന് പഠിപ്പിച്ചു കൊടുത്തത് അങ്ങനെയാണ്. അള്ളാഹുവിനെ മനസ്സിലാക്കി. എന്തിനാ ഇത് ചെയ്തതെന്നറിയോ? അല്ലാഹു തആല വിശദീകരിക്കുക. ഇത് എന്തിനാ ചെയ്തതെന്നറിയോ? നാളെ ഖിയാമത്ത് നാളിൽ എത്തിയിട്ട് നിങ്ങൾ അള്ളാഹിനോട് പറഞ്ഞോളയും, പടച്ചവനെ നീയാ റബ്ബ് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയൂലായിരുന്നു. അല്ലെങ്കിൽ എന്തു പറയും? ഞങ്ങൾ മുശ്രിക്കുകളുടെ മക്കളായിട്ടാണ് പിറന്നത്, അവരുടെ മക്കളായി ഞങ്ങൾ പിറക്കുമ്പോൾ സ്വാഭാവികമല്ലേ ശിർക്ക് സംഭവിക്കുക എന്നുള്ളത്. ആ അതിക്രമികളുടെ പേരിൽ ഞങ്ങളെ പിടിച്ച് നീ ശിക്ഷിക്കുകയാണോ എന്ന് നിങ്ങൾ ചോദിച്ചു കളയും. അങ്ങനെ ചോദിക്കാതിരിക്കാൻ വേണ്ടി ചെയ്തതെന്ന് അല്ലാഹു തആല പറയുന്നു. എന്താ കാരണം എന്നറിയോ? അല്ലാഹു പറയുന്നു, ഔ തഖൂലു അൻ തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ, നീയാണ് റബ്ബ് എന്ന വിവരം ഞങ്ങൾക്കറിയില്ലായിരുന്നു റബ്ബേ എന്ന് നിങ്ങൾ പറയുമെന്നതുകൊണ്ടാണ് അല്ലാഹു അങ്ങനെ ചെയ്തത്. ഔ തഖൂലു, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു കളയും, ഇന്നമാ അശ്റക ആബാഉനാ, ഞങ്ങളുടെ പിതാക്കന്മാർ ശിർക്ക് ചെയ്യുന്നവരായിരുന്നു. വകുന്നാ മിൻ ഖബൽ, മുമ്പ് ഞങ്ങളുടെ പിതാക്കന്മാർ ശിർക്ക് ചെയ്യുന്നവരായിരുന്നു. വകുന്നാ ദുർരിയതം മിൻ ബഅദിഹിം, അവരുടെ മക്കളായിട്ടാണ് ഞങ്ങൾ പിറന്നു വീണത്. അഫതുഹ്ലികുനാ ബിമാ ഫഅലൽ മുബ്തിലൂൻ, ആ അതിക്രമികൾ പ്രവർത്തിച്ചതിന്റെ പേരിൽ നീ ഞങ്ങളെ ശിക്ഷിക്കുകയാണോ? അല്ലാഹുവോട് ന്യായം പറയും. അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു ചെയ്തത്. എന്താ കാരണം? ഇന്നും ഒരു മനുഷ്യന് അവന്റെ റബ്ബിനെ മനസ്സിലാക്കാൻ അല്ലാഹു ആദ്യം ചെയ്ത പണി തന്നെ മതി. ഒരു കലാലയത്തിലും പഠിക്കാൻ കഴിയാത്തവൻ, ഒരു പുസ്തകവും വായിക്കാൻ കഴിഞ്ഞില്ല, അവന് പറയാൻ പറ്റൂല അല്ലാഹുവാണ് റബ്ബ് എന്ന് ഞാൻ അറിഞ്ഞില്ല. എന്താ കാരണം? അല്ലാഹുവിനെ റബ്ബായി മനസ്സിലാക്കാൻ ഒരു പുസ്തകവും പഠിക്കണ്ട, ഒരു കലാലയത്തിലും പോയി പഠിക്കണ്ട. അല്ലാഹു ആദ്യം ചെയ്തതുപോലെ ചെയ്താൽ മതി. വഅശ്ഹദഹും അലാ അൻഫുസിഹിം, സ്വയത്തിന്റെ മേലൊന്ന് സാക്ഷ്യം വഹിച്ചാൽ മതി. സ്വന്തത്തെ പറ്റി ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നിന്റെ റബ്ബ് ആരാണെന്ന് മനസ്സിലാക്കാൻ. റബ്ബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? സുദീർഘമായിട്ട് പറയാനുള്ള സമയമില്ല, എങ്കിലും പറയാ, തുടങ്ങി വെച്ചല്ലേ. റബ്ബ് എന്ന് പറഞ്ഞാൽ സാധാരണ നിലയിൽ നമ്മൾ അർത്ഥം വെക്കും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും സർവലോക രക്ഷിതാവായ അല്ലാഹുവിനാണ്. അർത്ഥമൊക്കെ ശരിയാണ്, തെറ്റൊന്നുമില്ല. പക്ഷെ റബ്ബിനെ ഒന്നുകൂടെ മനസ്സിലാക്കണമെങ്കിൽ അല്ലാഹു വിവരിച്ചതുപോലെ തന്നെ മനസ്സിലാക്കണം. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ വചനം ഉദ്ധരിച്ചുകൊണ്ട് അല്ലാഹു പഠിപ്പിക്കുന്നു, റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, ഏതൊരു വസ്തുവിനും അതിന്റെ സൃഷ്ടിപ്പ് നൽകുകയും അതിന്റെ ഉണ്മ നൽകുകയും അതിനെ അതിൻ്റെതായ പൂർണ്ണതയിലേക്ക് ഘട്ടം ഘട്ടമായി എത്തിക്കുകയും ചെയ്തവൻ അവനാണ് റബ്ബ്. ഏതൊരു വസ്തുവിനെയും അതിന്റെ ഏറ്റവും അപൂർണതയിൽ നിന്ന് പടിപടിയായി വളർത്തിക്കൊണ്ടുവന്ന് പൂർണ്ണതയിലേക്ക് എത്തിച്ചവൻ, അവന് പറയുന്ന പേരാണ് റബ്ബ്. സൂറത്തുൽ കഹ്ഫ് 32-ാമത്തെ വചനം മുതൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ 2 ആളുകളുടെ ചരിത്രമാണ് അല്ലാഹു പറയുന്നത്. ഒരു പണക്കാരനും ഒരു പാവപ്പെട്ട. ആ പണക്കാരൻ തന്റെ സമ്പത്തിന്റെ പേരിൽ, കുടുംബത്തിന്റെ പേരിൽ അഹങ്കരിച്ചുകൊണ്ട് പറയുമ്പോൾ പാവപ്പെട്ട മുഅ്മിൻ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം റബ്ബിന്റെ നിർവചനമാണ്. എന്താണത്? അകഫർത ബില്ലദീ ഖലഖക മിൻ തുറാബിൻ സുമ്മ മിൻ നുത്ഫത്തിൻ സുമ്മ സവ്വാക റജുലാ, നിന്നെ കേവലം ഒരു പിടി മണ്ണിൽ നിന്നും പിന്നെ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നും അങ്ങനെ പടിപടിയാക്കി വളർത്തിക്കൊണ്ടുവന്ന് പൂർണ്ണതയിലേക്ക് എത്തിച്ചവനെ നീ നിഷേധിക്കുകയാണോ? പൂർണ്ണനായ ഒരു മനുഷ്യനാക്കി വളർത്തിക്കൊണ്ടുവന്നവനെ നീ നിഷേധിക്കുന്നുവോ? ലാകിന്നഹു അല്ലാഹു റബ്ബി വലാ ഉശ്രികു ബിറബ്ബി അഹദാ, എന്നാൽ എന്റെ റബ്ബ് അല്ലാഹുവാണ്, അവനോട് ഞാൻ ഒന്നിനെയും പങ്കുചേർക്കുകയില്ല.
റബ്ബിന്റെ നിർവചനമായി പറയുന്നത്. അപ്പൊ റബ്ബ് എന്ന് പറഞ്ഞാൽ നമ്മളെ പറ്റി നമ്മളൊന്നും സാക്ഷ്യം വഹിച്ചാൽ എങ്ങനെയാ ചിന്തിക്കേണ്ടത്? ഞാൻ ആരായിരുന്നു? ഒരു പിടി മണ്ണായിരുന്നു. ആ ഒരു പിടി മണ്ണായ യാതൊരു ചൈതന്യവുമില്ലാത്ത ഗുണവുമില്ലാത്ത മണ്ണിൽ നിന്ന് ഇന്ത്യത്തുള്ളിയാക്കി എന്നെ വളർത്തിക്കൊണ്ടുപോയി ഉമ്മയുടെ ഗർഭാശയത്തിൽ നിക്ഷേപിച്ചു. രക്തക്കട്ടയായി, മാംസപിണ്ഡമായി, അസ്ഥിബന്ധനമായി മാംസം കൊണ്ട് അതിനെ പൊതിഞ്ഞു. അള്ളാഹു അവന്റെ ആത്മാവിൽ നിന്ന് സന്നിവേശിപ്പിച്ചു. അങ്ങനെ ജീവനുണ്ടായി, അറിവുണ്ടായി, കാഴ്ചയുണ്ടായി, കേൾവിയുണ്ടായി, ഉദ്ദേശപൂർവ്വം കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തിയുണ്ടായി, സംസാരിക്കാനുള്ള വൈഭവമുണ്ടായി. ആരാണ് ഒരു ഗുണവുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് പടിപടിയായി എന്നെ പൂർണ്ണതയിൽ എത്തിച്ചവൻ? ചിന്തിക്കും നമ്മളെ പറ്റി ഒന്ന് സാക്ഷ്യം വഹിക്ക്. പറയാൻ പറ്റില്ല ഒരു മലക്കിന്റെ പേര്, പറയാൻ പറ്റില്ല ഒരു നബിയുടെ പേര്, ഒരു വലിയന്റെ പേര്, ഒരു ബാവയുടെയും ബീവിയുടെയും പേര്, ഒരു ദേവന്റെയും ദേവിയുടെയും പേര് നമുക്ക് പറയാൻ പറ്റില്ല. ഈ പ്രപഞ്ചത്തിന്റെ അധിപന്റെ പേരല്ലാതെ ഒരു പേരും പറയാൻ പറ്റില്ല. സ്വന്തത്തെ പറ്റി സാക്ഷ്യം വഹിച്ചാൽ മതി. അതുകൊണ്ടല്ലേ അള്ളാഹു പറഞ്ഞത് സൂറത്തുൽ ഹശറിൽ, അള്ളാഹുവിനെ മറന്നവൻ സ്വന്തത്തെ മറന്നവനാണ്. ولا تكونوا كالذين نسوا الله فأنساهم أنفسهم. അല്ലാഹുവിനെ മറന്നവരെ പോലെ നിങ്ങൾ ആകരുത്. ഫഅൻസാഹും അൻഫുസഹും. അവരുടെ സ്വയത്തെ തന്നെ അള്ളാഹു വരെ മറപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. അള്ളാഹുവിനെ മറന്നവൻ സ്വയത്തെ മറന്നവനാണ്. സ്വന്തത്തെ പറ്റി ബോധമുള്ളവൻ അള്ളാഹുവിനെ മറക്കാൻ കഴിയില്ല. സ്വന്തത്തിന്റെ മേലിൽ സാക്ഷ്യം വഹിച്ചാൽ അത് മനുഷ്യന്റെ ഒന്നാമത്തെ ഘട്ടമാണ്. അള്ളാഹു വിവരിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞു എന്ന് മാത്രം. ഒന്നാമത്തെ ഘട്ടം അതാണ്. രണ്ടാമത്തെ ഘട്ടം വളരെ ചുരുക്കി പറയുന്നു. ആദം നബി അലൈഹിസ്സലാമിന്റെ മുതുകിലേക്ക് നമ്മളെ വീണ്ടും മടക്കി അല്ലാഹു. എന്നിട്ട് നമ്മുടെ പിതാവിന്റെ മുതുക് വരെ എത്തുന്ന ഘട്ടം, അതാണ് രണ്ടാം ഘട്ടം. ഒരു ഇന്ദ്രിയത്തുള്ളിയെ രൂപപ്പെടുന്നത് വരെയുള്ള സമയം. എന്തെങ്കിലും ഒരു വസ്തു എന്ന് പോലും ആ സമയത്തെ പറ്റി നമ്മളെ പറ്റി പറയാൻ പറ്റുമായിരുന്നില്ല. هل أتى على الإنسان حين من الدهر لم يكن شيئا مذكورا. എന്തെങ്കിലും ഒരു വസ്തു എന്ന് പോലും നിന്നെ പറ്റി പറയാൻ പറ്റാതിരുന്ന ഒരു സമയം മനുഷ്യ നിനക്ക് കഴിഞ്ഞു പോയില്ലയോ? ഇത് മനുഷ്യന്റെ രണ്ടാമത്തെ ഘട്ടം. പിന്നെ പിതാവിന്റെ സുൽബിൽ ഒരു ഇന്ദ്രിയത്തുള്ളിയെ രൂപം പ്രാപിച്ച് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിക്ഷേപിക്കപ്പെട്ട് ഒരു ശിശുവായി വളർന്ന് ഒരു ബാലനായി ബാലകിയായി പിറന്നു വീണ് പ്രായപൂർത്തിയെത്തുന്നത് വരെയുള്ള സമയം, അത് മൂന്നാം ഘട്ടമാണ്. ആ ഘട്ടത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ആ സമയത്ത് നമ്മൾ മരണപ്പെട്ടു പോയിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണ നേരിടേണ്ടി വരുമായിരുന്നില്ല. അതാണ് മൂന്നാം ഘട്ടം. നാലാം ഘട്ടം പ്രായപൂർത്തിയെത്തിയത് മുതൽ മരണം വരെയുള്ള സമയം, അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണ നേരിടേണ്ടി വരുന്ന ഘട്ടം. പ്രായപൂർത്തിയെത്തിയത് മുതൽ മരണം വരെയുള്ള ഓരോ നിമിഷവും അള്ളാഹുവിന്റെ മുമ്പിൽ ഒറ്റയ്ക്കൊറ്റയ്ക്കായി നിന്നുകൊണ്ട് നമ്മൾ മറുപടി പറയണം. ഇത് നാലാം ഘട്ടമാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം. നാളെ നരകത്തിൽ കിടന്ന് മുറവിളി കൂട്ടുമ്പോൾ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്ന സമയം ഇതാണ്. അവര് നരകത്തിൽ കിടന്ന് മുറവിളി കൂട്ടും, റബ്ബനാ ഖരിജ്നാ നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ. ഞങ്ങളെ ഒന്ന് പുറത്താക്കണം റബ്ബേ, ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാതെ പോയ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു പോരാം. അള്ളാഹുവിനോട് ഇങ്ങനെ മുറവിളി കൂട്ടിക്കൊണ്ട് കരയുമ്പോ അള്ളാഹു പറയും, എന്താ പറയുന്നത്? അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. ഓർമ്മിക്കുന്നവന് ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു സമയം നിങ്ങൾക്ക് ഞാൻ നൽകിയില്ലയോ? മുന്നറിയിപ്പുകാർ നിങ്ങൾക്ക് വരികയും ചെയ്തില്ലയോ? ഇത് മനുഷ്യന്റെ നാലാം ഘട്ടം, ഏറ്റവും പ്രധാനപ്പെട്ട സമയം. അഞ്ചാമത്തെ ഘട്ടമാണ് മരണത്തിന് ശേഷം മഹ്ശർ വരെ നമ്മൾ ബർസഖിൽ കഴിച്ചു കൂട്ടേണ്ടുന്ന സമയം. അത് അഞ്ചാം ഘട്ടം. ആറാം ഘട്ടം 50,000 വർഷം ദൈർഘ്യമുള്ള മഹ്ശറയിൽ വിചാരണയും കാത്തുകൊണ്ട് നിൽക്കേണ്ടുന്ന സമയം. ഏഴാം ഘട്ടം ഒന്നുകിൽ ശാശ്വതമായ സ്വർഗത്തിൽ അല്ലെങ്കിൽ ശാശ്വതമായ നരകത്തിൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ചിന്തിക്കണം. ഇങ്ങനെ 7 ഘട്ടങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് പ്രായപൂർത്തി എത്തിയത് മുതൽ മരണം വരെയുള്ള സമയം. ഈ സമയം, ഏഴാം ഘട്ടം ശാശ്വതമായ സ്വർഗത്തിൽ ജീവിക്കണോ അതോ നരകത്തിൽ ജീവിക്കണോ എന്ന് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കേണ്ടുന്ന സമയമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സമയം. ഈ സമയം അതിന്റെ മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് ഉപയോഗപ്പെടുത്താൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ ചെന്നെത്തേണ്ട ഒരു സ്ഥലമുണ്ട്, നമ്മളെല്ലാവരും ചെല്ലേണ്ട സ്ഥലം. ആരും അതിൽ നിന്ന് ഒഴിവാവില്ല, എല്ലാവരെയും അവിടെ കൊണ്ടുവരും എന്ന് അല്ലാഹു തആല പറഞ്ഞിരിക്കുക. സർവ്വ മനുഷ്യരെയും ജഹന്നം എന്ന നരകത്തിന്റെ മുന്നിൽ ഞാൻ കൊണ്ടുവരും. അത് അള്ളാഹു തീരുമാനിച്ച് ഉറപ്പിച്ച കാര്യമാണ്. പിന്നെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചവരെ അല്ലാഹു തആല രക്ഷപ്പെടുത്തും.
അക്രമികളായിട്ടുള്ള ആളുകളെ മുട്ടുകുത്തിയവരായി നരകത്തിലേക്ക് വലിച്ചെറിയും. മുത്തഖീങ്ങളെ മാത്രം അല്ലാഹു തആല രക്ഷപ്പെടുത്തും. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് ചിന്തിക്കണം. എല്ലാ സുന്നികളും സലഫികളും ജമാഅത്തുകാരും തബ്ലീഗുകാരും സർവ്വ മനുഷ്യരും ജഹന്നമെന്ന നരകത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്നാണ് അല്ലാഹു പറയുന്നത്. ആരും അതിൽ നിന്ന് ഒഴിവല്ല. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച മുത്തഖീങ്ങളെ മാത്രം അല്ലാഹു തആല രക്ഷപ്പെടുത്തും. ആരാണ് മുത്തഖീങ്ങൾ? ആരെ പറ്റിയിട്ടാ മുത്തഖീങ്ങൾ എന്ന് അല്ലാഹു പഠിപ്പിച്ചത്? നമ്മൾ സാധാരണ മുത്തഖികൾ എന്ന് പറയുന്നത് ആരെ പറ്റിയിട്ടാണ്? ഏതെങ്കിലും കോളേജുകളിൽ പോയി പഠിച്ച് സനദ് വാങ്ങി വന്നാൽ അദ്ദേഹത്തെ പറ്റി മുത്തഖി എന്ന് പറയും. താടിയും തലപ്പാവും ഉണ്ടെങ്കിൽ അവരെ പറ്റി മുത്തഖി എന്ന് പറയും. എന്നാൽ പരിശുദ്ധ ഖുർആൻ മുത്തഖി എന്ന് പറയുന്നത് ആരെ പറ്റിയിട്ടാണ്? വല്ലദീ ജാഅ ബിസ്സിദ്ഖി വസദ്ദഖ ബിഹി ഉലൈക ഹുമുൽ മുത്തഖൂൻ. ആർക്കാണോ അസ്ദിഖാകുന്ന പരിശുദ്ധ ഖുർആൻ വന്നു കിട്ടിയത്, ആരാണോ അതിനെ സത്യപ്പെടുത്തി ജീവിച്ചത്, അവരാകുന്ന മുത്തഖീങ്ങൾ. അള്ളാഹുവിന്റെ വേദഗ്രന്ഥം ആർക്കാണോ വന്നു കിട്ടിയത്, ആ വേദഗ്രന്ഥത്തിനെ സത്യപ്പെടുത്തി ജീവിക്കുകയും ചെയ്തവൻ ആരാണോ അവർക്ക് പറയുന്ന പേരാണ് മുത്തഖീ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഭാവത്തെ പറ്റി ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ വിവരിച്ചു. ഖുലുഖുൽ ഖുർആൻ, പ്രവാചകന്റെ സ്വഭാവം ഖുർആനായിരുന്നു. അബൂബക്കർ സിദ്ദീഖിന്റെയും ഉമറുൽ ഫാറൂഖിന്റെയും മുഹാജിറുകളും അൻസാറുകളുമായ സഹാബത്തിന്റെ സ്വഭാവം ഖുർആനായിരുന്നു. ആ ഖുർആനിനെ സ്വഭാവമാക്കിയെങ്കിൽ മാത്രമാണ് നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. അവർക്കാണ് മുത്തഖീങ്ങൾ എന്ന പേര് അല്ലാഹു തആല കൊടുക്കുക. വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ട കാര്യമാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനിൽ നിന്ന് നമ്മൾ അകന്നുകൊണ്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നരകത്തെ പറ്റിയിട്ടും ഖബറിനെ പറ്റിയിട്ടും സ്വർഗത്തെ പറ്റിയിട്ടൊക്കെ പറയുമ്പോൾ നമ്മുടെ നാടുകളിൽ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരുപാട് ഉപായങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് ഉപായങ്ങൾ. ഖബറിൽ മലക്ക് വരും, ചോദ്യം ചെയ്യും, ഖബറിൽ ശിക്ഷിക്കപ്പെടും. പക്ഷെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, രക്ഷപ്പെടാൻ മാർഗമുണ്ട്. എന്താ കാര്യം? ഒരു തൽക്കീൻ അങ്ങോട്ട് ചൊല്ലിക്കൊടുത്താൽ ഖബറിലെ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും, ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ഖബറിന്റെ മുകളിൽ ഒരു കട്ടപ്പര കെട്ടിയിട്ട് ഒരു 7 ദിവസം തുടർച്ചയായിട്ട് ഖുർആൻ ഓതുക. അതിന്റെ താഴെ ഇരുന്നുകൊണ്ട് മലക്കൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റൂല. രക്ഷപ്പെടാനുള്ള ഉപായം ഇനിയും മാർഗമുണ്ട്. 3, 7, 14, 40 തുടങ്ങിയ ദിവസങ്ങളിൽ ഒരു പരിപാടി സംഘടിപ്പിച്ച് കുറെ ദിക്റും സലാത്തും ചൊല്ലി അങ്ങോട്ട് അയച്ചു കൊടുത്താൽ രക്ഷപ്പെടാം. 70,000 തഹ്ലീൽ ചൊല്ലി അയച്ചു കൊടുത്താൽ രക്ഷപ്പെടാം. ഇങ്ങനെ ഒരുപാട് ഉപായങ്ങൾ നമ്മുടെ മുന്നിൽ പഠിപ്പിച്ചിരിക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു ഉപായം കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂല. നാളെ നരകത്തെ അഭിമുഖീകരിക്കുന്ന കാഫിറുകൾ ആരാ? അല്ലാഹു തആല പറയുന്ന സൂറത്തുൽ കഹ്ഫ് 100-ാമത്തെ വചനം, വഅറലനാ ജഹന്നമ യൗമഇദിൽ ലിൽ കാഫിരീന അറലാ. കാഫിറുകൾ ജഹന്നം എന്ന നരകത്തെ അഭിമുഖീകരിക്കേണ്ടി വരും. കാഫിറുകൾ ജഹന്നം എന്ന നരകത്തെ അഭിമുഖീകരിക്കേണ്ടി വരും. കേട്ടപ്പോ സമാധാനം. നമ്മൾ മുസ്ലിങ്ങളാണല്ലോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാഫിർ എന്ന് പറയുമ്പോൾ ആ കാഫിറിനെ വിവരിച്ചിട്ടുണ്ടാകും. മുഅ്മിൻ എന്ന് പറയുമ്പോൾ മുഅ്മിനിനെ വിവരിച്ചിട്ടുണ്ടാകും. മുത്തഖി എന്ന് പറയുമ്പോൾ മുത്തഖിയെ വിവരിച്ചിട്ടുണ്ടാകും. അല്ലാഹു വിവരിച്ച മുത്തഖിയാണോ നമ്മൾ? അല്ലാഹു വിവരിച്ച മുഅ്മിനാണോ നമ്മൾ? അല്ലാഹു വിവരിച്ച കാഫിറുകളിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അതാ. ഏത് കാഫിറുകളാണ് ജഹന്നം എന്ന നരകത്തെ അഭിമുഖീകരിക്കാൻ പോകുന്നത്? പരിശുദ്ധ ഖുർആൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിചയപ്പെടുത്തി. സൂറത്ത് യാസീൻ 69-ാമത്തെ വചനം, ഇൻ ഹുവ ഇല്ലാ ദിക്റും വഖുർആനും മുബീൻ. ഇത് ദിക്റും ഖുർആനും മുബീനുമാണ്. ദിക്ർ എന്ന് പറഞ്ഞാൽ വേദഗ്രന്ഥത്തിന്റെ ആശയത്തിന് പറയുന്ന പേരാണ് ദിക്ർ. ഖുർആനും മുബീൻ, വ്യക്തമായി ഓതപ്പെടുന്നതിന്റെ ലിപിക്ക് പറയുന്ന പേരാണ് ഖുർആനും മുബീൻ. 100ഓളം സ്ഥലങ്ങളിൽ അല്ലാഹു ഖുർആനെ വിവരിച്ച പേരാണ് ദിക്ർ. വേദഗ്രന്ഥത്തിന്റെ പേരാണ് ദിക്ർ. എല്ലാ വേദഗ്രന്ഥത്തിന്റെയും ആശയം ഒന്ന് തന്നെയാണ്. തൗറാത്തിന്റെയും ഇൻജീലിന്റെയും സബൂറിന്റെയും ഫുർഖാനിന്റെയും ആശയം ഒന്ന. എല്ലാം പഠിപ്പിക്കുന്ന തൗഹീദാണ്. ആ തൗഹീദിന്റെ പൂർത്തീകരണമായിട്ടുള്ള ഇബാദത്തുകളുമാണ് എല്ലാ വേദഗ്രന്ഥവും പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു കൊടുക്കുന്ന നബിയെ, ഹാദാ ദിക്റു മൻ മഈ വദിക്റു മൻ ഖബലി ബൽ അക്തറുഹും ലാ യഅലമൂനൽ ഹഖ്ക വഹും മുഅ്രിദൂൻ. ഇത് എന്നോടൊപ്പമുള്ളവരുടെ ദിക്റാണ്, എന്റെ മുന്നേയുള്ളവരുടെയും ദിക്റാണെന്ന് പറഞ്ഞു കൊടുക്കുന്ന നബിയെ. അല്ലാഹു ഖുർആനെ പരിചയപ്പെടുത്തുന്ന പേരാണ് ദിക്ർ. ഞാനിത് പറഞ്ഞെന്തിനാ? നാളെ നരകത്തെ അഭിമുഖീകരിക്കുന്ന കാഫിറുകൾ എന്ന് പരിചയപ്പെടുത്തുന്നു. ഏത് കാഫിറുകളാണ്
ജഹന്നം എന്ന നരകത്തെ അഭിമുഖീകരിക്കുന്നത്. അല്ലദീന കാനത അഅ്യുനുഹും ഫീ ഗിതാഇൻ അൻ ദിക്രി വകാനൂ ലാ യസ്തതിഊന സമആ. വേദഗ്രന്ഥത്തിന്റെ ആശയം പഠിക്കുന്നതിനെ തൊട്ട് ആരുടെ കണ്ണുകൾക്കാണോ മൂടി വന്നു പോയിട്ടുള്ളത്, ആരുടെ കാതുകൾക്കാണോ അത് കേൾക്കാൻ കഴിയാതെ പോയിട്ടുള്ളത്, ആ കാഫിറുകൾ ജഹന്നം എന്ന നരകത്തെ അഭിമുഖീകരിക്കേണ്ടി വരും. അല്ലാഹു പഠിപ്പിക്കുന്ന സലഫികളുടെ വാക്കല്ല, ഒരു മനുഷ്യന്റെ വാക്കല്ല. വേദഗ്രന്ഥത്തിന്റെ ആശയത്തിൽ നിന്ന് കണ്ണുകൾക്ക് മൂടി വന്നു പോയിട്ടുള്ളവർ, കാതുകൾക്ക് കേൾക്കാൻ കഴിയാതെ പോയിട്ടുള്ളവർ, ഇങ്ങനെയുള്ള കാഫിറുകൾ ജഹന്നം എന്ന നരകത്തെ അഭിമുഖീകരിക്കേണ്ടി വരും. അല്ലാഹു തആല പറയാ, ഉപായം കൊണ്ട് രക്ഷപ്പെടാൻ പറ്റൂല, ഉപായം കൊണ്ട് രക്ഷപ്പെടാൻ പറ്റൂല. ഖബറിൽ രക്ഷപ്പെടാൻ പറ്റുമോ? പറ്റൂല. സൂറത്ത് താഹ 124-ാമത്തെ വചനം മുതൽ വായിച്ചു നോക്കണം. അല്ലാഹു പറയുകയാണ്, എന്താണ് അല്ലാഹു പറയുന്നത്? വമൻ അഅറള അൻ ദിക്രി, എന്റെ വേദഗ്രന്ഥത്തിന്റെ ആശയത്തിൽ നിന്ന് ആരെങ്കിലും തിരിഞ്ഞു കളഞ്ഞാൽ ഫഇന്ന ലഹു മഈശതൻ ലങ്കാ, അവന് ഖബറിൽ ഇടുക്കമുള്ള ജീവിതമുണ്ട്, ഖബറിൽ ശിക്ഷിക്കപ്പെടും. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ ബർസഖിലെ ഖബറിലെ ശിക്ഷയെ പറ്റിയിട്ടാണ് ഈ വചനമെന്ന് പഠിപ്പിക്കുന്നു. ഖബറിൽ അവന് ഇടുക്കമുണ്ട്. തൊട്ടുടനെ പറയുന്നത് മഹ്ശറയെ പറ്റിയിട്ടാണ്. ഖബർ ശിക്ഷ കൊണ്ട് പ്രശ്നം തീരൂല. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ, ഖിയാമത്ത് നാളിൽ അവനെ അന്ധനായി നാം ഒരുമിച്ച് കൂട്ടും. ആ സമയത്ത് അവൻ അല്ലാഹുവിനോട് ചോദിക്കും, റബ്ബി ലിമ ഹശർതനി അഅമാ, എന്തിനാണ് റബ്ബേ നീ എന്നെ അന്ധനായി കൊണ്ടുവന്നത്? വഖദ് കുന്തു ബസീറാ, ഞാൻ കാഴ്ചയുള്ളവനായിരുന്നല്ലോ. മലയാള മനോരമ വായിക്കാനും മാതൃഭൂമി വായിക്കാനും സിനിമയും സീരിയലും കാണാനും മാലപ്പാട്ടുകളും മൗലൂദുകളും ഒക്കെ ചെല്ലാൻ എനിക്ക് കാഴ്ചയുണ്ടായിരുന്നു. നിന്റെ വേദഗ്രന്ഥത്തിന്റെ ആശയം പഠിക്കാനാണ് ഞാൻ എന്റെ കാഴ്ചയും എന്റെ കേൾവിയും ഉപയോഗപ്പെടുത്താതിരുന്നത്. കാരണം എന്താ? അത് പഠിച്ചാൽ വഴി പിഴച്ചു പോകുമെന്ന് പഠിപ്പിക്കുന്ന പണ്ഡിതന്മാർക്കിടയിലാണ് ഞങ്ങൾ ജീവിച്ചത്. നമ്മൾ ഓർക്കണം. അല്ലാഹുവിനോട് ഈ അടിമ ചോദിക്കും, എന്തിനാ റബ്ബേ നീ എന്നെ അന്ധനായി കൊണ്ടുവന്നേ? ഞാൻ ദുനിയാവിൽ കാഴ്ചയുള്ളവനായിരുന്നല്ലോ പടച്ചോനെ. അള്ളാഹിനോട് ചോദിക്കും. അപ്പൊ അള്ളാഹ് പറയണ മറുപടി എന്താന്ന് അറിയോ നിങ്ങൾക്ക്? അള്ളാഹു പറയും, അപ്രകാരം എന്റെ ആയത്തുകൾ നിന്നിലേക്ക് വന്നില്ലയോ? എന്റെ വേദഗ്രന്ഥത്തിന്റെ ആശയങ്ങൾ, ആയത്തുകൾ നിന്നിലേക്ക് വന്നു. ഫനസീതഹാ, നീ അതിനെ മറന്നുകൊണ്ട് ജീവിച്ചു. വകദാലികൽ യൗമ തുൻസാ, അപ്രകാരം നിന്നെയും ഞാൻ മറന്നു കളഞ്ഞിരിക്കുന്നു. വേദഗ്രന്ഥത്തിന്റെ ആശയം പഠിക്കാൻ കണ്ണും കാതും ഉപയോഗപ്പെടുത്താത്തവൻ അവൻ ഖബറിൽ ശിക്ഷിക്കപ്പെടും. മഹ്ശറയിൽ അവൻ അന്ധനായി വരും, നരകത്തെ അഭിമുഖീകരിക്കേണ്ടി വരും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുകയാ, ഉപായം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയുന്ന മാർഗമല്ലാതെ തൽക്കീന് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയൂല. ആണ്ട് നടത്തിയത് കൊണ്ടും നേർച്ചകൾ നടത്തിയത് കൊണ്ടും രക്ഷപ്പെടുത്താൻ കഴിയൂല. 70,000 അല്ല 70 കോടി പ്രാവശ്യം തഹ്ലീൽ ചൊല്ലി അയച്ചു കൊടുത്താലും രക്ഷപ്പെടാൻ പറ്റൂല. ഖബറിൽ രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. അല്ലാഹുവിന്റെ വേദഗ്രന്ഥത്തിൽ നിന്ന് അകന്ന് ജീവിച്ച പാവപ്പെട്ടവർ നാളെ അല്ലാഹുവിനോട് പറയും. എന്താ പറയുന്നറിയോ? റബ്ബനാ അരിനല്ലദീന അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ് നജഅൽഹുമാ തഹ്ത അഖദാമിനാ ലിയകൂനാ മിനൽ അസ്ഫലീൻ. പാവപ്പെട്ട ഉപ്പമ ഖുർആൻ പഠിക്കണ്ടെന്ന് മനസ്സിലാക്കി. ഇതൊക്കെ ഷാഫി ഇമാമിനുള്ളതാ, അബൂ ഹനീഫയ്ക്കുള്ളതാ, ഇമാം മാലിക്കിനുള്ളതാ ഖുർആൻ, ഇമാം അഹ്മദ് ഇബ്നു ഹംബലിനുള്ളതാ ഖുർആൻ. നമുക്ക് ഖുർആനുമായിട്ടൊരു ബന്ധമില്ല. ഓതി അക്ഷരത്തിന് കൂലി വാങ്ങിയാൽ മതി. ആശയം പഠിക്കണ്ടെന്ന് മനസ്സിലാക്കിയ പാവപ്പെട്ട ഉമ്മമാർ, ഉപ്പമാർ, നിരപരാധികൾ നാളെ അല്ലാഹുവിനോട് പറയും, റബ്ബനാ അരിനല്ലദീന അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ്, നിന്റെ വേദഗ്രന്ഥത്തിൽ നിന്ന് ഞങ്ങൾ അകറ്റി നിർത്തി, നിന്റെ പ്രവാചകന്റെ ചര്യയിൽ നിന്ന് ഞങ്ങൾ മാറ്റി നിർത്തി, മാനപ്പാട്ടുകളിലും മൗലൂദുകളിലും കുത്തുബിയ്യത്തിലും നാട്ടാചാരങ്ങളിലും കെട്ടിപ്പൊക്കിയ ഖബറുകളിലും അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങളിലും ഞങ്ങളെ കൂച്ചുമൂടിയ മനുഷ്യ പിശാചുക്കളെയും ജിന്ന് പിശാചുക്കളെയും ഞങ്ങൾക്ക് നീ കാണിച്ചു റബ്ബേ. നജ്അൽഹുമാ തഹ്ത അഖദാമിനാ, കാൽക്കീഴിലിട്ട് അവരെ ഞങ്ങൾ ചവിട്ടി മരിക്കട്ടെ. ലിയകൂനാ മിനൽ അസ്ഫലീൻ, അവർ അധമന്മാരിൽ അധമന്മാരായി പോകട്ടെ. പാവപ്പെട്ട ഉമ്മമാര് ഈ ഖുർആൻ പറയുന്ന ആ കാര്യമൊക്കെ ഉണ്ടല്ലോ. ഖുർആനിന്റെ ആശയം പഠിക്കാത്തവർ അനുഭവിക്കാൻ പോകുന്ന ദുരന്തം, ഖുർആനിൽ നിന്ന് കണ്ണിനും കാതിനും മൂടി വന്നു പോയിട്ടുള്ളവർ അനുഭവിക്കുന്ന തിക്താനുഭവത്തിന്റെ മുമ്പിൽ
അള്ളാഹുവിനോട് പറയുന്ന മറുപടി ഇതാ. ഈ പാവപ്പെട്ട ഉമ്മമാർക്കും ഉപ്പമാർക്കും ഖുർആനിന്റെ ആശയം പഠിക്കാനുള്ള അവസരം ഈ കേരളത്തിൽ ഒരുക്കി തന്ന പ്രസ്ഥാനം സലഫി പ്രസ്ഥാനമാണ്. നിഷേധിക്കാൻ പറ്റുമോ? നിഷേധിക്കാൻ പറ്റൂല. നമ്മൾ ഓർക്കണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ഖബറിൽ നിന്ന് രക്ഷപ്പെടാൻ, മഹ്ശറിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ഉപായം നമ്മുടെ മുന്നിലില്ല. അള്ളാഹുവിന്റെ വേദഗ്രന്ഥം പഠിച്ച് നമ്മുടെ ജീവിതം അതനുസരിച്ച് ചിട്ടപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് 70,000 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് പിരിയുന്ന നാടാണ് നമ്മൾ. ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷെ അതിനുള്ള സമയമില്ല. എങ്കിലും പറയാ ചുരുങ്ങിയ രൂപത്തിൽ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നതിനൊരു കുറവില്ല നമുക്ക്, അല്ലേ? പള്ളികളിൽ നമസ്കാരത്തിന് ശേഷം ഒരു ദിനചര്യ എന്നോണം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നു. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഒരു മുദ്രാവാക്യം എന്ന നിലയ്ക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നു. അതുപോലെ മരണപ്പെട്ട വീടുകളിൽ 70,000 വട്ടം തഹ്ലീൽ ചൊല്ലിയിട്ട് അയച്ചു കൊടുക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നതിന് നമുക്കൊരു കുറവില്ല. ഈ ചൊല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് നമുക്ക് ഉപകരിക്കുമോ? നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപകരിക്കാൻ വല്ല ഷർത്തുകളും ഫർളുകളും ഉണ്ടോ? ഇസ്ലാമിന്റെ നമസ്കാരത്തിന്റെ ഷർത്തുകളും ഫർളുകളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോമ്പിന്റെയും സക്കാത്തിന്റെയും ഹജ്ജിന്റെയും ഒക്കെ ഷർത്തുകളും ഫർളുകളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. തൗഹീദിന്റെ ഫർളും ഷർത്തും നമ്മൾ പഠിച്ചിട്ടുണ്ടോ? നമ്മുടെ പണ്ഡിതന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ടോ? അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരും അത് പഠിക്കുന്നില്ല എന്നുള്ളത് അസത്യം. നമസ്കാരം മുതൽ അങ്ങോട്ട് പഠിക്കാൻ തുടങ്ങിയാൽ ഇഅ്തികാഫ് വരെ, പിന്നെ മുആമലാത്തുകൾ, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പഠിക്കുന്നു. തൗഹീദുമായി ബന്ധപ്പെട്ടുകൊണ്ടൊന്നും പഠിക്കുന്നില്ല. നമ്മൾ ഓർക്കണം, സലഫി പണ്ഡിതന്മാർ തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സവിസ്തരം അവരുടെ കിതാബുകളിലും പ്രഭാഷണങ്ങളിലും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് പഠിക്കാൻ നമുക്ക് സമയമില്ല. സലഫികളുടെ പ്രസംഗങ്ങൾ കേട്ടാൽ പിഴച്ചു പോകും. നമുക്കത് കേൾക്കാൻ തയ്യാറില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, തൗഹീദ് നമുക്ക് ഉപകരിക്കണമെങ്കിൽ നാം പാലിക്കേണ്ട ഫർളുകളും ഷർത്തുകളും ഒക്കെ പഠിച്ചിരിക്കണം. നമസ്കാരത്തിന് ഷർത്തുകളും ഫർളുകളും ഉണ്ടെങ്കിൽ, നോമ്പിനും സക്കാത്തിനും ഹജ്ജിനും ഒക്കെ ഷർത്തുകളും ഫർളുകളും ഉണ്ടെങ്കിൽ, തൗഹീദിനുമുണ്ട് ഷർത്തുകൾ, തൗഹീദിനുമുണ്ട് ഫർളുകൾ. നമ്മൾ പഠിക്കണം. സലഫി പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങളിൽ നിന്ന് പഠിക്കണം. ആ ഫർളുകൾ പാലിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമസ്കാരത്തിന്റെ ഒരു ഫർള് ബാത്തിലായാൽ നമസ്കാരം ബാത്തിലായി എന്ന് വിശ്വസിക്കുന്നവരാ നമ്മൾ. നോമ്പിന്റെ ഷർത്തുകളും ഫർളുകളും ബാത്തിലായാൽ നോമ്പ് ബാത്തിലായി എന്ന് വിശ്വസിക്കുന്നവരാ നമ്മൾ. ഷഹാദത്തിന്റെ ഫർള് ബാത്തിലായാൽ ഷഹാദത്ത് ബാത്തിലാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. എന്തൊക്കെയാ ഷഹാദത്തിന്റെ ഫർളുകൾ? സലഫി പണ്ഡിതന്മാര് സവിസ്തരം അത് പഠിപ്പിക്കുന്നുണ്ട് വളരെ ചുരുങ്ങിയ രൂപത്തിൽ. സമയമില്ല എങ്കിലും ഞാൻ അതിങ്ങനെ വളരെ വളരെ സുപ്രധാനമായ ഒരു വിഷയം, സലഫികളിൽ നിന്നല്ലാതെ നമുക്കത് പഠിക്കാൻ കഴിയുന്നില്ല. സലഫികളുടെ ഗ്രന്ഥങ്ങളിലല്ലാതെ അത് വിവരിക്കുന്നുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, വളരെ ഗൗരവപൂർവ്വം പഠിക്കണം. നമ്മുടെ തൗഹീദിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ ആവർത്തിച്ച് ചെല്ലുമ്പോൾ അതിന്റെ ഫർളുകളും ഷർത്തുകളും ഒക്കെ നമ്മൾ പഠിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധമായ കലിമയെ സംബന്ധിച്ച് വിവരിച്ചു. കലിമയുടെ മഹത്വം. അലം തറ കൈഫ ലറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബതൻ. പരിശുദ്ധമായ കലിമത്തു ത്വയ്യിബയുടെ ഉദാഹരണം കശദറത്തിൻ ത്വയ്യിബ. പരിശുദ്ധമായ ഒരു വൃക്ഷത്തെ പോലെയാണത്. പരിമളം വീശുന്ന സുന്ദരമായ ഒരു വൃക്ഷം. അസ്ലുഹാ സാബിത്തുൻ. അതിന്റെ കാണ്ഡം ഭൂമിയിൽ ഉറച്ചു നിൽക്കുന്നതാണ്. അതിന്റെ ശിഖരങ്ങൾ ആകാശത്ത് പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ശിഖരങ്ങളാണ്. 24 മണിക്കൂറും അത് ഫലം നൽകിക്കൊണ്ടിരിക്കുന്ന വൃക്ഷമാണ്. അതിന്റെ റബ്ബിന്റെ അനുമതി പ്രകാരം അല്ലാഹു ഈ ഉദാഹരണം പറയുന്നത് ചിന്തിക്കുന്നവർ ചിന്തിച്ച് ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. ഖുർആനിൽ കുറെ ഉദാഹരണം വേണമെന്ന് മനസ്സിലാക്കി പറയുന്നതല്ല, മനസ്സിലാക്കാൻ വേണ്ടി ചിന്തിച്ച് ഗ്രഹിക്കാൻ വേണ്ടി പറയുന്ന ഉദാഹരണമാണ്. തൗഹീദിന്റെ വിരുദ്ധമായ സർവ്വവചനങ്ങളുടെയും ഉദാഹരണം കശജറത്തുൻ ഖബീസ. ഒരു വൃത്തികെട്ട വൃക്ഷത്തെ പോലെയാണ്. ഭൂമുഖത്ത് നിന്നതിനെ പിഴുതെറിയപ്പെട്ടിരിക്കുന്നു. അതിനൊരു സ്ഥിരതയും ഇല്ല. ഈ രൂപത്തിലുള്ള ഒരു വൃത്തികെട്ട വൃക്ഷമാണ്. തുടർന്ന് അല്ലാഹു പറയുന്നു, അല്ലാഹു മുഅ്മിനീങ്ങളെ ഉറപ്പിച്ചു നിർത്തും. തൗഹീദ് കൊണ്ട് മുഅ്മിനീങ്ങളെ ഉറപ്പിച്ചു നിർത്തും. ഫിൽ ഹയാത്തിദ് ദുനിയാ, ദുനിയാവിലും അല്ലാഹു ഉറപ്പിച്ചു നിർത്തും. വഫിൽ ആഖിറത്തി, ആഖിറത്തിലും അല്ലാഹു ഉറപ്പിച്ചു നിർത്തും. ഒരു മുവഹിദിന്റെ മുമ്പിൽ ജീവിതത്തിലെ ഒരു പ്രശ്നത്തിന്റെ മുമ്പിലും അവൻ പതറേണ്ടതില്ല. ഖബറിൽ അവൻ പതറേണ്ടതില്ല. മീസാൻ എന്ന തുലാസിൽ നന്മയും തിന്മകൾ തൂക്കുമ്പോൾ
പോകുമ്പോൾ അവൻ പതറേണ്ടതില്ല. സിറാത്തുൽ മുസ്തഖീം എന്ന പാലം വിട്ട് കിടക്കുമ്പോൾ അവൻ പതറേണ്ടതില്ല. യുസബ്ബിതുല്ലാഹുൽ ലദീന ആമനൂ ബിൽ ഖൗലി സാബിത് ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ. ദുനിയാവിലും ആഖിറത്തിലും അവൻ അല്ലാഹു തആല ഉറപ്പിച്ചു നിർത്തും. അള്ളാഹുവിന്റെ പ്രവാചകൻ എന്താ പഠിപ്പിച്ചത്? ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചത്? 1.25 ലക്ഷത്തോളം പ്രവാചകന്മാര് വന്നില്ലേ, നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചോളൂ, നിങ്ങൾക്ക് കാര്യം എളുപ്പം സാധിക്കും. അള്ളാന്റെ റസൂൽ പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ തൗഹീദ് കൊണ്ട് പരിഹാരം കാണാൻ പറഞ്ഞു. ദുആഉൽ ഖർബ എന്നൊരു പ്രാർത്ഥന പഠിപ്പിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. എന്താണ് ഇതിന്റെ അർത്ഥം? അലീമും ഹലീമുമായ അല്ലാഹു അല്ലാതെ ഇലാഹില്ല. ആകാശത്തിന്റെയും ഭൂമിയുടെയും റബ്ബല്ലാതെ ഇലാഹില്ല. ആകാശത്തിന്റെയും ഭൂമിയുടെയും മഹത്വമുடைய അർശിന്റെയും റബ്ബല്ലാതെ ഇലാഹില്ല. ആവശ്യം നിറവേറാൻ പോലും അതിൽ പറയുന്നില്ല. എന്താണ് ഇതിന്റെ താല്പര്യം? ഇല്ലായ്മയിൽ നിന്ന്, ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്ന് ഈ ഭീമാകാരങ്ങളായ ആകാശത്തെ സൃഷ്ടിച്ചവൻ, ഭൂമിയെ സൃഷ്ടിച്ചവൻ, അർശിനെ സൃഷ്ടിച്ചവൻ, ഇത്രയും വലിയ സൃഷ്ടികളെ സൃഷ്ടിച്ചവന്റെ മുമ്പിൽ എന്റെ പ്രശ്നങ്ങൾ ഒരു വലിയ പ്രശ്നമല്ല, അള്ളാഹുവിന് പരിഹരിക്കാൻ എളുപ്പമുള്ള പ്രശ്നമാണെന്നാണ് അതിന്റെ താല്പര്യം. ഈ തൗഹീദിന്റെ വചനത്തിന്റെ മുമ്പിൽ നിന്റെ സർവ്വവേദനകളും പരിഹരിക്കപ്പെടും. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. തൗഹീദ് കൊണ്ട് ദുനിയാവിലും പരിഹാരമുണ്ട്, ആഖിറത്തിലും പരിഹാരമുണ്ട്. ദുനിയാവിലും ആഖിറത്തിലും മുവഹിദിനെ അല്ലാഹു തആല ഉറപ്പിച്ചു നിർത്തും. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം മരിക്കുന്നതിന് അരനിമിഷം മുമ്പ് തന്റെ മകനോട് പറഞ്ഞു, മോനെ, 2 കാര്യങ്ങൾ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു. ആമുറുക ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, ആമുറുക ബിഇത്നൈൻ, 2 കാര്യങ്ങൾ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു. വഅൻഹാക അൻ ഇത്നൈൻ, 2 കാര്യങ്ങൾ നിന്നോട് ഞാൻ നിരോധിക്കുന്നു. ഏതാണ് കൽപ്പിക്കുന്ന 2 കാര്യങ്ങൾ? വമാമുറുക ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ് നിന്നോട് ഞാൻ കൽപ്പിക്കുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തെന്ന് നിനക്കറിയുമോ? ഒരു തുലാസിന്റെ ഒരു തട്ടിൽ 7 ആകാശവും 7 ഭൂമിയും ഈ പ്രപഞ്ചം മുഴുവനും നീ എടുത്തു വെച്ചു. മറു തട്ടിൽ ലാ ഇലാഹ ഇല്ലല്ലാഹും നീ എടുത്തു വെച്ചാൽ റജ്ജഹതു ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തട്ടിന് ഭാരം തൂങ്ങും. വീണ്ടും പറഞ്ഞു, ആകാശഭൂമി മുഴുവനും ഒരു വലിയ പൊള്ളയായ ഭീകരമായ ഒരു വസ്തുവായി നീ നിർമ്മിച്ചാലും, ഭീകരമായ ഒരു വലിപ്പത്തിൽ അതിനെ രൂപപ്പെടുത്തപ്പെട്ടാലും അതിനെല്ലാം ഉൾക്കൊള്ളിക്കും. ഈ പ്രപഞ്ചത്തെക്കാൾ ഭാരമുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ പ്രപഞ്ചത്തെക്കാൾ വിശാലതയുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ്. എങ്ങനെയാണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയെ മനസ്സിലാക്കേണ്ടത്? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് ചിന്തിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഫർളും ഷർത്തും ഒക്കെ പഠിക്കുമ്പോഴാണ് ഈ യാഥാർത്ഥ്യം നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഫർളുകൾ സുദീർഘമായി പറയാൻ സമയമില്ല, എങ്കിലും വേഗം അങ്ങ് പറഞ്ഞു പോകുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഫർളുകൾ അതിൽ തന്നെ നമുക്ക് കാണാം. നമസ്കാരത്തിന്റെ ഫർള് നമസ്കാരത്തിന്റെ പുറത്ത് അന്വേഷിക്കേണ്ട, നമസ്കാരത്തിന്റെ ഉള്ളിൽ തന്നെ കാണാം. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഫർള് ഒന്ന് ലാ ഇലാഹ എന്നുള്ളതും ഒന്ന് ഇല്ലല്ലാഹ് എന്നുള്ളതും, ഒന്ന് ഇസ്ബാത്ത്, ഒന്ന് നഫി. ഇസ്ബാത്ത് എന്ന് പറഞ്ഞാൽ സ്ഥിരപ്പെടുത്തുക, നഫി എന്ന് പറഞ്ഞാൽ നിഷേധിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ 2 ഘടകങ്ങൾ അതാണ്: നിഷേധിക്കുക, സ്ഥിരപ്പെടുത്തുക. എന്തിനെയാണ് നിഷേധിക്കുന്നത്? എന്തിനെയാണ് സ്ഥിരപ്പെടുത്തുന്നത്? എന്തിൽ നിന്നാണ് നിഷേധിക്കുന്നത്? എന്തിലാണ് സ്ഥിരപ്പെടുത്തുന്നത്? നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അതാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അതിൽ നിഷേധിക്കലുമുണ്ട്, സ്ഥിരപ്പെടുത്തലുമുണ്ട്. എന്തിനെ നിഷേധിക്കുന്നു, എന്തിനെ സ്ഥിരപ്പെടുത്തുന്നു? എന്തിൽ നിന്ന് നിഷേധിക്കുന്നു, എന്തിൽ സ്ഥിരപ്പെടുത്തുന്നു? പഠിക്കണം നമ്മൾ. ലാ ഇലാഹ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹുവിനെ പറ്റി ആദ്യം മുതൽ അവസാനം വരെ പഠിപ്പിച്ചിട്ടുള്ള ഇഅ്തിബാറാത്തുൽ ഉലൂഹിയ്യത്ത്, അള്ളാഹുവിന്റെ മുഴുവൻ പ്രത്യേകതകളും നിഷേധിക്കുന്നു. എന്തിൽ നിന്ന്? ആകാശഭൂമിയിലുള്ള സർവ്വതരാചരങ്ങളിൽ നിന്നും, മലക്കുകളിൽ നിന്ന്, നബിമാരിൽ നിന്ന്, മനുഷ്യരിൽ നിന്ന്, ജിന്നുകളിൽ നിന്ന്, സർവ്വതരാചരങ്ങളിൽ നിന്ന് നിഷേധിക്കുന്നു. ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ആ നിഷേധിച്ച കാര്യം അല്ലാഹുവിൽ മാത്രം സ്ഥിരപ്പെടുത്തുന്നു. നിഷേധിക്കലും പൂർണ്ണമാകണം, സ്ഥിരപ്പെടുത്തലും പൂർണ്ണമാകണം. ചരാചരങ്ങളിൽ നിന്ന് നിഷേധിക്കുന്നതിൽ അപൂർണത വന്നാൽ തൗഹീദിന്റെ ഫർളിന് കോട്ടമാ. അല്ലാഹുവിൽ സ്ഥിരപ്പെടുത്തുന്നതിൽ കോട്ടം വന്നാൽ തൗഹീദിന്റെ ഫർള് തകർന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ പറയുമ്പോൾ ആകാശഭൂമിയേക്കാൾ വിശാലതയുള്ള, ആകാശഭൂമിയേക്കാൾ ഭാരമുള്ള ഒരു വചനമാണ് നമ്മൾ പറയുന്നത്.
ആ ലാ ഇലാഹ ഇല്ലല്ലയിലൂടെ അള്ളാഹുവിനെ മാത്രം സ്ഥിരപ്പെടുത്തുകയും പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളിൽ നിന്ന് നമ്മൾ നിഷേധിച്ച കാര്യങ്ങൾ മാലപ്പാട്ട് പാടുമ്പോ നമ്മൾ സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനായി അബ്ദുൽ ഖാദർ ജീലാനിയെ വിശേഷിപ്പിക്കുമ്പോൾ, വഴി പറയുന്നവനായി അബ്ദുൽ ഖാദർ ജീലാനിയെ വിശേഷിപ്പിക്കുമ്പോൾ, കുന്നെന്ന് പറഞ്ഞാൽ ഉണ്ടാവുക എന്നുള്ള അള്ളാഹുവിന്റെ പ്രത്യേകത അബ്ദുൽ ഖാദർ ജീലാനിയെ വിശേഷിപ്പിക്കുമ്പോൾ, അള്ളാഹുവിന്റെ വിശേഷ ഗുണം, അള്ളാഹുവിന് മാത്രം വകവെച്ചു കൊടുക്കേണ്ട വിശേഷ ഗുണം, സർവ്വ സൃഷ്ടികളിൽ നിന്നും നിഷേധിക്കേണ്ട വിശേഷ ഗുണം, ഒരു സൃഷ്ടിയെ നമ്മൾ വിശേഷിപ്പിക്കുമ്പോൾ നമ്മുടെ തൗഹീദിന്റെ ഫർള് പൊളിയുന്നു, നമ്മുടെ തൗഹീദ് ബാത്തിലാകുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ചിന്തിക്കണം, തൗഹീദിന്റെ ഫർള. അതുപോലെ തൗഹീദിന് 7 ഷർത്തുകൾ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നുണ്ട്. സുദീർഘമായ ഒരു വിഷയമാണ്, വളരെ ചുരുങ്ങിയ രൂപത്തിലൊന്ന് പറയുകയാണ്. സലഫി പണ്ഡിതന്മാരിൽ നിന്നല്ല നമുക്കിത് പഠിക്കാൻ കഴിയില്ല. സലഫികളുടെ പ്രഭാഷണം കേൾക്കുന്നതിന് തൊട്ട് മാറി നിന്നാൽ എങ്ങനെ നമുക്ക് ഈ വിവരങ്ങൾ പഠിക്കാൻ പറ്റും? മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നു തൗഹീദിന്റെ ഫർളുകൾ. 7 ഫർളുകൾ ഉണ്ട് തൗഹീദിന്. വബി ശുറൂതിൻ സബഅതിൻ ഖദ് ഖീദത് വഫീ നുസൂസിൽ വഹീ ഹഖ്ഖൻ വറദത് ഫഇന്നഹു ലം യന്തഫിഉ ഖായിലഹാ فإنه لم يندفع قائلها بالنطق إلا حيث يستكملها والعلم واليقين والقبول والانقياد فادر معقول والصدق والإخلاص والمحبة وفقك الله لما أحب. പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപകരിക്കുന്നതിന് 7 നിബന്ധനകളുണ്ട്. ഒന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞുകൊണ്ട് പറയണം. തപ്പമ്മ എന്നതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപകരിക്കൂല. നമസ്കാരത്തിന് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ചെല്ലുന്നുണ്ട്, മരണ വീട്ടിൽ വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആചാരം എന്ന നിലയ്ക്ക് ചെല്ലുന്നുണ്ട്. പക്ഷെ അറിയാതെയാണ് പറയുന്നതെങ്കിൽ അത് നിനക്ക് ഉപകരിക്കൂല. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിലൂടെ നീ അള്ളാഹുവിന്റെ മുമ്പിൽ നടത്തിയ പ്രഖ്യാപനം? അത് അറിഞ്ഞുകൊണ്ട് പറയണം. അവനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപകരിക്കൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയാതെയാണ് ബഹുഭൂരിപക്ഷം ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അബൂജഹലും മുത്തുബത്തും ഷൈബത്തും പോലും മനസ്സിലാക്കിയ ആശയം പോലും പലർക്കും മനസ്സിലാകുന്നില്ല. നമ്മൾ ഓർക്കണം, അള്ളാഹുവിന്റെ പ്രവാചകൻ മുശ്രിക്കുകളോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണമെന്ന് പറഞ്ഞപ്പോ അവർ തിരിച്ച് ചോദിച്ച ചോദ്യം പരിശുദ്ധ ഖുർആനിൽ നമ്മുടെ മുന്നിൽ ഉദ്ധരിക്കുകയാണ്. അല്ലാഹു തആല മുശ്രിക്കുകളുടെ വചനം നമ്മുടെ മുമ്പിൽ ഉദ്ധരിക്കുക. വല്ല നബിമാരുടെയോ ഔലിയാക്കന്മാരൊക്കെ പറഞ്ഞാ പോരെ? ഈ മുശ്രിക്കുകൾ പറഞ്ഞ കാര്യങ്ങൾ പറയേണ്ട കാര്യം എന്താ? നമ്മൾ പഠിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു അവര് മനസ്സിലാക്കിയത്? ആരാധന അള്ളാഹുവിന് മാത്രമേ അർപ്പിക്കുകയുള്ളൂ എന്ന പ്രഖ്യാപനമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവര് ചോദിച്ചു, ഖാലൂ അജിഅ്തനാ ലിനഅബ്ദുല്ലാഹ വഹ്ദഹു, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി, വനദറ മാ കാന യഅബ്ദു ആബാഉനാ, ഞങ്ങളുടെ പൂർവികന്മാർ ആരാധിച്ചു വരുന്നതിനെ ഞങ്ങൾ കൈയൊഴിക്കുന്നതിനും വേണ്ടിയിട്ടാണോ നീ ഞങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നത്? അവർ ചോദിച്ച ചോദ്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലയിലൂടെ മുശ്രിക്കുകൾ മനസ്സിലാക്കിയ ആശയം അതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ മനസ്സിലാക്കണം, ഈ ആശയം അറിഞ്ഞുകൊണ്ട് പറയുന്നവനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപകരിക്കുകയുള്ളൂ. വളരെ സുദീർഘമായ ഒരു വിഷയമാണ്, പറയാൻ പറ്റുക നമ്മുടെ മുമ്പിൽ സമയം കുറവാണ്. രണ്ടാമത്തെ നിബന്ധനയായി പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നത് യഖീനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. യഖീനോടുകൂടെ പറയുന്നവനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപകരിക്കൂ. തൗഹീദിന്റെ വിഷയത്തിൽ സംശയമുണ്ടായാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപകരിക്കൂല. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബൂ. ആരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ? അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുകയും പിന്നീട് സംശയിക്കാതിരിക്കുകയും ചെയ്തവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. അപ്പൊ യഖീനോടുകൂടെ പറയുന്നവനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപകരിക്കൂ. അതുപോലെ ഇഖ്ലാസ് ഉള്ളവനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപകരിക്കൂ. ഇഖ്ലാസ് നഷ്ടപ്പെട്ടാൽ അവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപകരിക്കുകയില്ല. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. എന്താണ് ഇഖ്ലാസ്? ഇബാദത്ത് അല്ലാഹുവിന് മാത്രം അർപ്പിക്കണം. അല്ലാഹുവിന് ചെയ്യുന്ന ഇബാദത്ത് കൊണ്ട് മറ്റൊരു സൃഷ്ടിയെയും നമ്മൾ ലക്ഷ്യം വെക്കാൻ പാടില്ല. 2 കാര്യം കൊണ്ട് ഇഖ്ലാസ് നഷ്ടപ്പെടും. ഏതാണ്? ഒന്ന് അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുക. 2 അല്ലാഹുവിന് ചെയ്യുന്ന ഇബാദത്ത് കൊണ്ട് ഒരു സൃഷ്ടിയെ ലക്ഷ്യം വെക്കുക.
ഇത് രണ്ടുകൊണ്ടും ഇഖ്ലാസ് നഷ്ടപ്പെടും. ഇഖ്ലാസ് നഷ്ടപ്പെട്ടാൽ അവൻ എത്ര ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാലും അവന് ഉപകരിക്കില്ല. 70,000 എന്നല്ല 70 കോടി വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാലും ഇഖ്ലാസ് നഷ്ടപ്പെട്ടാൽ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപകരിക്കൂല. അല്ലാഹു അല്ലാത്തവർക്ക് ആരാധിച്ചു പോയാൽ, അല്ലാഹുവിനെ ചെയ്യുന്ന ആരാധന കൊണ്ട് ഏതെങ്കിലും ഒരു സൃഷ്ടിയെ ഉദ്ദേശിച്ചു പോയാൽ ഇഖ്ലാസ് നഷ്ടപ്പെട്ടു, അവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപകരിക്കൂല. മൂന്നാമത്തെ നിബന്ധന അസ്ദിഖ് അൽ മുനാഫി അൽ കദിബ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് സത്യസന്ധനായിരിക്കണം. നിത്യജീവിതത്തിൽ അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ട കാര്യമാണത്. അല്ലാഹു ചോദിക്കുന്നു, അഹസിബൻ നാസു അൻ യുത്രകു അൻ യഖൂലു ആമന്നാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞങ്ങൾ മുഅ്മിനാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം അവരെ വെറുതെ വിടുമെന്ന് അവർ വിചാരിക്കുന്നുവോ? വഹും ലാ യുഫ്തനൂന, അവർ പരീക്ഷിക്കപ്പെടാതെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു പരീക്ഷിക്കും. ഇവിടെ ശിർക്കും കുഫ്റും ഒക്കെ പഠിപ്പിക്കുന്ന സംഘടനകളുണ്ട്, തൗഹീദ് പഠിപ്പിക്കുന്ന സംഘടനകളുണ്ട്. ഇത് അല്ലാഹുവിന്റെ ഒരു പരീക്ഷണമാണ്. വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അല്ലാഹുവിലേക്ക് മാത്രം തിരിഞ്ഞുകൊണ്ട് തൗഹീദിൽ അടിയുറച്ചു നിൽക്കുന്നവൻ ആരാണ് തൗഹീദിൽ നിന്ന് വ്യതിചലിക്കുന്ന അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. സത്യസന്ധത വേണം, അവന് മാത്രമേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപകരിക്കൂ. പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ്. മൂന്നാമത്തെ നിബന്ധന മഹബ്ബത്ത്. അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും അവന്റെ ദീനിനോടും ഏറ്റവും മഹബത്തുള്ളവർക്ക് മാത്രമേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപകരിക്കുകയുള്ളൂ. സൂറത്ത് തൗബയുടെ 24-ാമത്തെ വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കുകയാണ്. അത് വിശദീകരിച്ച് പറയാൻ നമ്മുടെ മുന്നിൽ സമയമില്ല. അള്ളാഹുവെക്കാളും അവന്റെ റസൂലിനെക്കാളും അവന്റെ ദീനിനെക്കാളും നിങ്ങളുടെ മാതാപിതാക്കളും മക്കളും കുടുംബവും കച്ചവടവും നിങ്ങളുടെ ഭവനങ്ങളും നിങ്ങളുടെ കച്ചവട ചരക്കുകളും നിങ്ങൾ സ്വരുക്കൂട്ടി വെക്കുന്ന സമ്പത്തും നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായാൽ അവർക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കൂല. അവർ ഫാസിഖീങ്ങളാണ്. അപ്പൊ മഹബത്ത് വലിയൊരു വിഷയമാണ്. അല്ലാഹുവിനെക്കാളും അവന്റെ റസൂലിനെക്കാളും അവന്റെ ദീനിനെക്കാളും നമ്മൾ മറ്റൊന്നിനെ പ്രിയം വെച്ച് പോയാൽ നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപകരിക്കൂല. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ 5-ാമത്തെ നിബന്ധനയാണ് മഹബത്ത്. അത് അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും അവന്റെ ദീനിനോടുമായിരിക്കണം. 6-ാമത്തെ നിബന്ധന എന്താണ്? സുദീർഘമായ വിഷയമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കണം. അൽ-ഇൻഖിയാദുൽ മുനാഫി അത്തറക്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്നവൻ അവന്റെ ജീവിതത്തിലൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കണം. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയങ്ങൾ, തൗഹീദിന്റെ ആശയങ്ങൾ, അല്ലാഹുവിന്റെ നാമവിശേഷണങ്ങളും അല്ലാഹുവിന്റെ പ്രവർത്തനങ്ങളും ഒക്കെ വിശദീകരിച്ചുകൊണ്ട് തൗഹീദിന്റെ ആശയങ്ങൾ പഠിപ്പിക്കുമ്പോൾ അത് സ്വീകരിക്കുന്നതിനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപകരിക്കൂ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫർളുകളും ഷർത്തുകളും ഒക്കെ ഉണ്ട്. ആ ഷർത്തുകൾ പൂർണ്ണമായിക്കൊണ്ട് ഫർളുകൾ പൂർണ്ണമായിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞെങ്കിലേ നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപകരിക്കുകയുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോ അങ്ങോട്ട് പറഞ്ഞു പോയതാ. സുദീർഘമായി പറയാൻ നമ്മുടെ മുന്നിൽ സമയമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരും സലഫി പ്രഭാഷണങ്ങളും പുസ്തകങ്ങളും ഒക്കെ വായിച്ച് ഈ യാഥാർത്ഥ്യം പഠിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകണം. നാളെ നരകത്തിന്റെ മുമ്പിൽ അല്ലാഹു തആല നമ്മളെയൊക്കെ കൊണ്ടുവരും. മുത്തഖീങ്ങൾ അല്ലാഹു തആല രക്ഷപ്പെടുത്തും. മുട്ടുകുത്തിയവരായി വേദഗ്രന്ഥത്തിന് അവഗണിച്ച് ജീവിച്ചവർ, തൗഹീദിനെ അവഗണിച്ച് ജീവിച്ചവർ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചര്യ അവഗണിച്ച് ജീവിച്ചവരെ മുട്ടുകുത്തിയവരായി നരകത്തിലേക്ക് വലിച്ചെറിയും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുക. ആ സമയത്ത് നമ്മൾ ഓർക്കണം, ഇവിടെ വെച്ച് നരകത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് ഭയമില്ല. നരകത്തിന്റെ മുന്നിലെത്തുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു, യുഖദു മിൻ അൽഫസന, 1000 വർഷം നരകത്തിന് കത്തിയിരിക്കപ്പെട്ടു. ഫഹമറത്, അപ്പോൾ നരകം വെളുത്തു തുടുത്തു. സുമ്മ യുഖദു മിൻ അൽഫസന, പിന്നെയും 1000 വർഷം നരകത്തിന് കത്തിയിരിക്കപ്പെട്ടു. അപ്പോൾ നരകം ചുമന്നു തൊടുത്തു. സുമ്മ യുഖദു മിൻ അൽഫസന, പിന്നെയും 1000 വർഷം നരകത്തിന് കത്തിയിരിക്കപ്പെട്ടു. ഫസ്വദത്, അപ്പോൾ നരകം കറുത്തിരുണ്ടു. ഭീകരമായ കറുത്തിരുണ്ട നരകം, കൂരിട്ട് പോലെ കറുത്തിരുണ്ട നരകം. ഇന്നഹാ തർമീ ബിശററിൻ കൽഖസർ കഅന്നഹു ജിമാലത്തുൻ സുഫർ. വലിയ കൊട്ടാരങ്ങളുടെ വലിപ്പമുള്ള തീപ്പരികളാണ് നരകത്തിൽ നിന്ന് പറന്നുയർന്നുകൊണ്ടിരിക്കുന്നത്. ചുമന്ന ഒട്ടകങ്ങൾ കൂട്ടം കൂട്ടമായി പോകുന്നത് പോലെ തോന്നും നരകത്തിന്റെ തീപ്പരി കണ്ടാൽ. ആ ഭീകരമായ നരകത്തിന്റെ മുന്നിലെത്തുമ്പോഴാണ് മനുഷ്യൻ പേടിച്ചു പോകുന്നത്. ഇവിടെ തൗഹീദ് പറയുമ്പോ, ഇവിടെ പ്രവാചകന്റെ ചര്യ പഠിപ്പിക്കുമ്പോ, ഖുർആനിനെ പറ്റി പറയുമ്പോൾ അതിന് വില നൽകാത്തവൻ നാളെ നരകത്തിന്റെ മുന്നിലെത്തുമ്പോൾ ഭയന്ന് പോവുകയാണ്. ഇത് ഞാൻ ഭയന്നിരുന്ന നരകമാണല്ലോ. ഈ ജീവിതത്തിന് വേണ്ടി ഞാൻ വേണ്ടത് ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഈ പാരത്രിക ജീവിതത്തിന് വേണ്ടി തൗഹീദ് ഉൾക്കൊണ്ടിരുന്നെങ്കിൽ, പ്രവാചകന്റെ ചര്യ പഠിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. യാ ലൈതനി ഖദ്ദംതു ലിഹയാതി യാ ലൈതനി തഖത്തു മഅർ റസൂലി സബീലാ. അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം നല്ല മാർഗം ഞാൻ സ്വീകരിച്ചില്ലല്ലോ.
യാ ലൈതനി ലം അത്തഖദ് ഫുലാനൻ ഖലീല, ഇന്നാലിന്നവനെ മിത്രമാക്കി ഞാൻ കുടുങ്ങിപ്പോയല്ലോ. ശിർക്കും കുഫറും ബിദ്അത്തും ഒക്കെ ദീനായി പഠിപ്പിക്കുന്നവനെ കൂട്ടുകാരനാക്കി ഞാൻ കുടുങ്ങിപ്പോയല്ലോ. ഞാൻ ശിർക്കിലകപ്പെട്ടു പോയല്ലോ, കുഫറിലകപ്പെട്ടു പോയല്ലോ, ബിദ്അത്തിലകപ്പെട്ടു പോയല്ലോ. നരകത്തിന്റെ മുന്നിലെത്തുമ്പോൾ മനുഷ്യൻ ഖേദിച്ചു പോവുകയാണ്. നമ്മൾ ഓർക്കണം, അങ്ങനെ ഭീകരമായ നരകത്തിലേക്ക് അവനെ വലിച്ചെറിയപ്പെട്ടാൽ കോടാനുകോടി വർഷം ആ നരകത്തിൽ കിടന്ന് വെന്തമർന്നുകൊണ്ട് സബാനിയാക്കളായ മലക്കുകളുടെ തലവൻ മാലിക് അലൈഹിസ്സലാമിനോട് കേണപേക്ഷിക്കും, യാ മാലികു ഖദ് ഹഖ്ഖ അലൈനൽ വഈദ്. മാലിക് അലൈഹിസ്സലാം, ഞങ്ങളോടുള്ള താക്കീത് പുലർന്നല്ലോ. ശിർക്കും കുഫറും നരകത്തിലെത്തിക്കുമെന്നുള്ള താക്കീത്, ബിദ്അത്ത് നരകത്തിലെത്തിക്കുമെന്നുള്ള താക്കീത്, പരിശുദ്ധ ഖുർആനിന്റെ ആശയത്തെ അവഗണിച്ചാൽ നരകത്തിലെത്തപ്പെടുമെന്നുള്ള താക്കീത് പുലർന്നല്ലോ. യാ മാലികു ഖദ് അസ്ഖലനൽ ഹദീദ്. ഭാരമേറിയ ഇരുമ്പ് ചങ്ങലകൾ ഞങ്ങൾക്ക് താങ്ങാനാവാത്ത ഭാരമേൽപ്പിച്ചല്ലോ, ഞങ്ങളുടെ നടുവൊടിഞ്ഞല്ലോ മാലിക് അലൈഹിസ്സലാം. യാ മാലികു ഖദ് നളിജതു മിനൽ ജുലൂദ്. ഞങ്ങളുടെ തൊലികളിതാ രണ്ടണിഞ്ഞിരിക്കുന്നു മാലിക് അലൈഹിസ്സലാം. അഖ്രിജ്നാ മിൻഹാ ഫഇന്നാ ലാ നഊദ്. ഞങ്ങളെ ഇതിൽ നിന്നൊന്ന് പുറത്താക്കുമോ, ഒരു ചാൻസ് കൂടെ നിങ്ങൾക്ക് നൽകുമോ? മാലിക് അലൈഹിസ്സലാമിനോട് അപേക്ഷിക്കുക. കോടാനുകോടി വർഷം നരകത്തിൽ കിടന്ന് കരിക്കട്ടകളായി. നമ്മൾ ഓർക്കണം, ഈ രൂപത്തിൽ നമ്മൾ നരകത്തിലേക്ക് എടുത്തിട്ടാൽ ചീന്തട്ടിയിലേക്ക് ഒരു കടുകിടുന്നത് പോലെ ഉണ്ടാവും. മനുഷ്യന്റെ രൂപമൊക്കെ വല്ലാതെ വലിപ്പത്തിൽ. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നു, നരകവാസി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ചീർത്തു വീർത്ത് ഭീകരമായ രൂപത്തിൽ വളർത്തും. നരകവാസിയുടെ അണപ്പല്ല് കണ്ടാൽ ഉഹുദ് മല പോലെയുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ. നരകവാസിയുടെ കണ്ണീർ ചാലിലൂടെ ദുനിയാവിലെ കപ്പലോടിക്കാൻ കഴിയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. ആ ഭീകരമായ നരകത്തിൽ കിടന്ന മാലിക് അലൈഹിസ്സലാമിനോട് അപേക്ഷിക്കാൻ, ഒന്ന് പുറത്താക്കും, ഒരു ചാൻസ് നൽകും. ഒരൊറ്റ ദിവസം ഞങ്ങൾ തൗഹീദ് ഉൾക്കൊണ്ട് തിരിച്ചു വരാം. ഇനി ശിർക്കില്ല, കുഫറില്ല, ബിദ്അത്തില്ല, യഥാർത്ഥ ദീൻ ഉൾക്കൊണ്ട് ഞങ്ങൾ തിരിച്ചു വരാം. മാലിക് അലൈഹിസ്സലാം മറുപടി പറയും, ഹൈഹാത ലാ തഹീന അമാൻ. ഇനി നിങ്ങൾക്ക് നിർഭയമില്ല. നിങ്ങൾക്ക് വേദഗ്രന്ഥങ്ങൾ വന്നിരുന്നു, പ്രവാചകന്മാർ വന്നിരുന്നു, അത് പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരും സംഘടനകളും വന്നിരുന്നു. നിങ്ങൾ അതിന് പുല്ലുവില പോലും കൊടുത്തില്ല. ഇത് നിങ്ങൾക്ക് നിർഭയത്വമില്ല. ഇതിൽ നിന്ന് പുറത്താക്കി ഒരു പരീക്ഷണത്തിന് കൂടെ വിധേയമാക്കിയാൽ പോലും ഇതൊരു സ്വപ്നമായി, ദുസ്വപ്നമായി കണ്ട് നിങ്ങൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. ഇവിടെ കിടന്ന് നരകിച്ചോ. മാലിക് അലൈഹിസ്സലാം പറയും, മിണ്ടിപ്പോകരുത്, അന്ത്യശാസനം നൽകുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം അനുഭവിക്കാൻ പോകുന്ന, കാണാൻ പോകുന്ന രംഗങ്ങളാണ് പരിശുദ്ധ ഖുർആനും പ്രവാചകനും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഈ യാഥാർത്ഥ്യം. അതിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിന്റെ വേദഗ്രന്ഥം പഠിക്കുകയല്ലാതെ, പ്രവാചകന്റെ ചര്യ പഠിപ്പിക്കുകയല്ലാതെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മാതൃകയായി പഠിപ്പിച്ച മുഹാദിറുകളും അൻസാറുകളുമായ സഹാബത്തിന്റെ മാതൃക പഠിക്കുകയല്ലാതെ, അതിൽ അവരെ പിന്തുടർന്ന് ജീവിക്കുകയല്ലാതെ നമ്മുടെ മുന്നിൽ മറ്റൊരു മാർഗവുമില്ല. ഒരു ഉപായം കൊണ്ട് നമുക്ക് രക്ഷപ്പെടാനില്ല. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഞാനിവിടെ പ്രസംഗിച്ചപ്പോൾ ഈ നാട്ടിലുള്ള ഒരു പണ്ഡിതനെയും പേരെടുത്തുകൊണ്ട് ഞാൻ പരിഹസിച്ചില്ല, ആരെയും അധിക്ഷേപിച്ചില്ല. നമുക്കേവർക്കും ഉപകാരപ്പെടുമെന്ന് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ 100% സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. തൗഹീദിനെ പറ്റി ഞാൻ പറഞ്ഞു. നമ്മുടെ നാവിലൂടെ ശിർക്ക് സംഭവിക്കുമെന്ന് പറഞ്ഞു, നമ്മുടെ വിശ്വാസത്തിലൂടെ ശിർക്ക് സംഭവിക്കുമെന്ന് പറഞ്ഞു, നമ്മുടെ പ്രവർത്തനത്തിലൂടെ ശിർക്ക് സംഭവിക്കുമെന്ന് പറഞ്ഞു. നമ്മുടെ വാക്കുകളും പ്രവർത്തികളും വിശ്വാസവും തൗഹീദുള്ളതായിരിക്കണം. നമ്മുടെ മാതൃകയായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിച്ച മുഹാദിറുകളും അൻസാറുകളുമായ സഹാബത്തിനെ നമ്മൾ പിന്തുടർന്ന് ജീവിക്കണം. അവരുടെ ദീൻ എന്താണോ, അവരുടെ ഇബാദത്തുകൾ എന്താണോ, അവരുടെ വിശ്വാസങ്ങൾ എന്താണോ, അവരുടെ ആചാരങ്ങൾ എന്താണോ, അവരുടെ ആഘോഷങ്ങൾ എന്താണോ, അതിനെയാണ് നമ്മൾ പിന്തുടരുന്നതെങ്കിൽ അല്ലാഹു ആണ് നമുക്ക് സ്വർഗം നൽകാമെന്ന് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളോട് സലഫിയാകണമെന്ന് ഞാൻ പറഞ്ഞില്ല, സുന്നിയാകണമെന്ന് പറഞ്ഞില്ല. പക്ഷെ ആ മുഹാദിറുകൾ നമ്മൾ പിന്തുടരാൻ തയ്യാറായാൽ, ഒരു പക്ഷേ ഒരാഴ്ച പിന്നിടുന്നതിന് മുമ്പ്, ഒരു മാസം പിന്നിടുന്നതിന് മുമ്പ് നമ്മുടെ ചുറ്റുഭാഗത്തുള്ളവർ നമ്മളെ സലഫി എന്ന് വിളിക്കും. കാരണം നമ്മൾ കെട്ടിപ്പൊക്കിയ കബറുകളിലേക്ക് പോകുന്നില്ല, അവരോട് പ്രാർത്ഥിക്കുന്നില്ല, പട്ടുപുതക്കുന്നില്ല, തവാഫ് ചെയ്യുന്നില്ല, അതിനു മുമ്പിൽ സുജൂദ് ചെയ്യുന്നില്ല. ഇതെല്ലാം കാണുമ്പോൾ, കുത്തുബിയ്യത്തിന് പങ്കെടുക്കാത്തത് കാണുമ്പോൾ, നേർച്ചകൾക്കും മാലപ്പാട്ടുകൾക്കും മൗലൂദിനും പങ്കെടുക്കാത്തത് കാണുമ്പോൾ, മുഹാദിറുകളും അൻസാറുകളുടെയും ഇബാദത്തിലും ദീനിലും ഇല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് കാണുമ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ നമ്മളെ വിളിക്കും, സലഫി എന്ന് വിളിക്കും, മുജാഹിദ് എന്ന് വിളിക്കും, വഹാബി എന്ന് വിളിക്കും. അവർ എന്ത് വേണമെങ്കിലും വിളിച്ചോട്ടെ. ഞാൻ നിങ്ങളോട് പറയുന്ന ഒരൊറ്റ കാര്യം ഇതാണ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ
മാതൃകയായി പഠിപ്പിച്ച മുഹാദിറുകളും അൻസാറുകളുമായ സഹാബാക്കൾ, ആ സഹാബത്തിനെ മാതൃകയാക്കി ജീവിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ തൗഹീദ് അല്ലാഹുവിന്റെ മുമ്പിൽ അംഗീകരിക്കപ്പെടണമെങ്കിൽ തൗഹീദിന്റെ ഫർള് പൂർത്തിയാകണം, തൗഹീദിന്റെ ഷർത്തുകൾ പൂർത്തിയാകണം. ഇഅ്തിബാറാത്തുൽ ഉലൂഹിയ്യത്ത്, അല്ലാഹുവിന്റേതായി അല്ലാഹു പഠിപ്പിക്കുന്ന സർവ്വകാര്യങ്ങളും സർവ്വപരാധങ്ങളിൽ നിന്നും നിഷേധിക്കണം. അല്ലാഹുവിന് മാത്രം അതിന് വകവെച്ചു കൊടുക്കണം. എങ്കിലേ തൗഹീദ് പൂർത്തിയാകൂ. തൗഹീദിന്റെ ഫർള് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ. മാലകളും മൗലൂദുകളും ഒക്കെ പാടുമ്പോൾ, അതിലുള്ള വിശ്വാസങ്ങൾ വിശ്വസിക്കുമ്പോൾ, അല്ലാഹു പഠിപ്പിക്കുന്ന പല കാര്യങ്ങളും സൃഷ്ടികളെ പറ്റി പാടേണ്ടി വരുന്നു, സൃഷ്ടികളെ പറ്റി വിശേഷിപ്പിക്കേണ്ടി വരുന്നു. നമ്മൾ അപകടമായ ദുരന്തത്തിലേക്ക് നമ്മൾ പോകുന്നു. നമ്മുടെ തൗഹീദിന്റെ ഫർള് ബാത്തിലാകുന്നു. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പമാരും ഈ സലഫി പ്രസ്ഥാനത്തെ അടുത്തറിയാൻ വേണ്ടി പരിശ്രമിക്കണം. പരിശുദ്ധ ഖുർആനിന്റെ ആശയത്തിലില്ലാത്ത ഒന്ന്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചര്യയിലില്ലാത്ത ഒന്ന്, മുഹാദിറുകളും അൻസാറുകളുമായ സഹാബത്ത് പഠിപ്പിക്കാത്ത ഒരു കാര്യം ഈ സലഫി പ്രസ്ഥാനം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തള്ളിക്കളയണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതല്ലാത്ത ഒന്നും എനിക്ക് ഈ പ്രസ്ഥാനത്തിൽ കണ്ടെത്താൻ കഴിയുന്നില്ല. അല്ലാഹുവേ, നാട്ടിലുള്ള പാവപ്പെട്ട ഉമ്മമാർക്കും ഉപ്പമാർക്കും സഹോദരന്മാർക്കും സഹോദരിമാർക്കും സത്യം സത്യമായി മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും നീ തൗഫീഖ് നൽകണേ അല്ലാ. അസത്യത്തെ അസത്യമായി മനസ്സിലാക്കാനും അതിനെ തള്ളിക്കളയാനുമുള്ള തൗഫീഖ് നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. ഈ പരിപാടി തൗഹീദിന്റെ വേദി ഇവിടെ ഒരുക്കാൻ വേണ്ടി ഇതിന് സൗകര്യം ചെയ്തു തന്ന മുഴുവൻ ആളുകൾക്കും അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ കച്ചവടത്തിലും തൊഴിലിലും കൃഷിയിലുമെല്ലാം നീ അഭിവൃദ്ധി നൽകണേ അല്ലാ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ ഞങ്ങളുടെ രോഗങ്ങളും നീ സുഖപ്പെടുത്തണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.